ഞാൻ സ്ലൈഡ് ഷെയർ ചെയ്യാം. ഓക്കെ, എഫിഷ്യൻസി ഓഫ് എൻ അൽഗോരിതം. അപ്പൊ നമ്മൾ ഇന്നലത്തെ ക്ലാസ്സിൽ ഓൾറെഡി പറഞ്ഞിരുന്നു നമ്മൾ എന്തിനാണ് അൽഗോരിതം എഫിഷ്യൻസി കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞിരുന്നു. അപ്പൊ എന്തിനാണ് ഒരു എഫിഷ്യൻസി കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, നമ്മൾ എഴുതുന്ന ഒരു അൽഗോരിതം, ആ അൽഗോരിതം ഏറ്റവും ബെസ്റ്റ് ആയിരിക്കണം. മീൻസ് ആയിരിക്കാം. ഓക്കെ, മെമ്മറി എന്ന് പറയുന്ന അടുത്ത റിസോഴ്സ് ആയിരിക്കാം. അപ്പൊ ആ റിസോഴ്സിനെ എല്ലാം നമ്മൾ എഫിഷ്യന്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അൽഗോരിതം ആണോ നമ്മൾ എഴുതിയിരിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ ഈ അൽഗോരിതത്തിന് എഫിഷ്യൻസി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ഒരു കാരണം എന്ന് പറയുക. അപ്പൊ മെയിൻ ആയിട്ട് നമ്മൾ അൽഗോരിതത്തിന് എഫിഷ്യൻസി കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അസിംപ്റ്റോട്ടിക് നൊട്ടേഷൻസ് ആണ് നമ്മൾ യൂസ് ചെയ്യുക. അതിനകത്ത് മെയിൻ ആയിട്ട് 3 അസിംപ്റ്റോട്ടിക് നൊട്ടേഷൻസ് ഉണ്ട്. ബിഗ് ഒ നൊട്ടേഷൻ, ബിഗ് തീറ്റ നൊട്ടേഷൻ, അതേപോലെ തന്നെ ബിഗ് ഒമേഗ നൊട്ടേഷൻ. അപ്പൊ അതിനകത്ത് നമ്മൾ ഈ 3 ടേംസ് യൂസ് ചെയ്യുന്നത് മെയിൻ ആയിട്ട് നമ്മൾ അൽഗോരിതം അനാലിസിസിനകത്ത് പഠിച്ച ബെസ്റ്റ് കേസ്, വേർസ്റ്റ് കേസ്, അതേപോലെ ആവറേജ് കേസ് എന്നുള്ള ടേംസിൽ തന്നെ ആയിരിക്കും. അപ്പൊ അതാണ് നമ്മൾ നോക്കുന്നത്. അസിംപ്റ്റോട്ടിക് നൊട്ടേഷനകത്ത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഓൾറെഡി ഞാൻ ഒന്ന് പറഞ്ഞതാണ്. എന്താണ് വേർസ്റ്റ് കേസ്, എന്താണ് ബെസ്റ്റ് കേസ്, എന്താണ് ആവറേജ് കേസ് എന്ന് ഓൾറെഡി ഞാൻ പറഞ്ഞിരുന്നതാണ്. അപ്പൊ ഇതും നമ്മുടെ അസിംപ്റ്റോട്ടിക് നൊട്ടേഷനകത്തുള്ള ബിഗ് ഒ, അതേപോലെ ബിഗ് ഒമേഗ, ബിഗ് തീറ്റ, ഇത് തമ്മിൽ കമ്പയർ ചെയ്തിട്ട്, അല്ലെങ്കിൽ ഇത് തമ്മിൽ എങ്ങനെയാണ് കമ്പയർ ചെയ്തിട്ടായിരിക്കും നമ്മൾ ഇതിനകത്ത് അസിംപ്റ്റോട്ടിക് നൊട്ടേഷൻ പഠിക്കാൻ പോവുക. അപ്പൊ അസിംപ്റ്റോട്ടിക് നൊട്ടേഷനകത്തും 3 കേസസ് ആണുള്ളത്. ബെസ്റ്റ് കേസ് ഉണ്ടാവും, അതേപോലെ തന്നെ വേർസ്റ്റ് കേസ് ഉണ്ടാവും, അതേപോലെ തന്നെ ആവറേജ് കേസ് ഉണ്ടാവും. ഇനി വേർസ്റ്റ് കേസിനാണ് നമ്മൾ ബിഗ് ഒ നൊട്ടേഷൻ എന്ന് പറയുക. ബിഗ് ഒ എന്ന് പറയുന്നത് നമ്മുടെ വേർസ്റ്റ് കേസിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന നൊട്ടേഷനാണ് ബിഗ് ഒ നൊട്ടേഷൻ എന്ന് പറയുന്നത്. അപ്പൊ അത് നോക്കുമ്പോൾ ഒരുപാട് മാത്സ് റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടന്റ് അങ്ങനെ നമ്മൾ പോകുന്നില്ല. ജസ്റ്റ് എന്താണ്, അത് എങ്ങനെയാണ് നമ്മളിത് ചെയ്യുന്നത്, എന്താണ് ബിഗ് ഒ നൊട്ടേഷൻ എങ്ങനെയാണ് നമ്മൾ വർക്ക് ചെയ്യിക്കുന്നത്, എന്താണ് ഈ അപ്പർ ബൗണ്ട് എന്നത് മാത്രമേ ഇതിനകത്ത് നമ്മൾ പറയുന്നുള്ളൂ. അപ്പൊ നമ്മുടെ കയ്യിലിരിക്കുന്ന ഒരു ഫംഗ്ഷൻ എഫ് ഓഫ് എൻ എന്ന് പറയും. നമ്മുടെ അൽഗോരിതത്തിന്റെ ഫംഗ്ഷനെയാണ് നമ്മൾ എഫ് ഓഫ് എൻ എന്ന് വിളിക്കുക. എഫ് ഓഫ് എൻ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ആണ്. ആ ഫംഗ്ഷനെ നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു ഗ്രാഫിനകത്തേക്ക് വരയ്ക്കുകയാണ്. നമ്മുടെ ഇതിനകത്ത് എക്സ് ആക്സിസിനെ ഞാൻ ഇൻപുട്ട് സൈസ് എന്ന് നമ്മൾ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നു. വൈ ആക്സിസിലേക്ക് ടൈം അല്ലെങ്കിൽ അതിന് റേറ്റ് ഓഫ് ഗ്രോത്ത് ആണ് ഇവിടെ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. ഇതിനകത്ത് ഞാൻ ഈ വരച്ചിരിക്കുന്നതാണ് എന്റെ എഫ് ഓഫ് എൻ എന്ന് പറയുന്ന ഫംഗ്ഷൻ എന്ന് ഇരിക്കട്ടെ. എന്തോ ആയിക്കോട്ടെ, ഇങ്ങനെ തന്നെ ആവണമെന്ന് ഒരു നിർബന്ധമില്ല, എങ്ങനെയോ ആയിക്കോട്ടെ. നമ്മളൊരു ഫംഗ്ഷൻ എഫ് ഓഫ് എൻ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഞാൻ ഇങ്ങനെ അതിനെ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നു. അപ്പൊ നമ്മുടെ വേർസ്റ്റ് കേസ് എന്ന് പറഞ്ഞാൽ എന്താണ്, മാക്സിമം നമ്പർ ഓഫ് ടൈം. ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു, നമ്മൾ ലീനിയർ സെർച്ചിന്റെ ഒരു കേസ് നമ്മൾ പറയുവാണെങ്കിൽ, എന്റെ കയ്യിൽ കുറെ ലിസ്റ്റ് ഓഫ് അറേ ഉണ്ട്, അറേ എലമെന്റ്സ് ഉണ്ട്. ഈ അറേ എലമെന്റ്സിനകത്ത് ഞാൻ സെർച്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന എന്റെ എലമെന്റ് ആ അറേയുടെ എൻഡിലാണ് എന്ന് ഇരിക്കട്ടെ, അല്ലെങ്കിൽ ആ അറേക്കകത്ത് ഇല്ലാതെ പോയാൽ, അപ്പൊ അതാണ് നമ്മുടെ വേസ്റ്റ് കേസ് എന്ന് പറയുക. അപ്പർ ബൗണ്ട്, അതായത് മാക്സിമം എത്ര വരെ നമ്മൾ ആ ഒരു അൽഗോരിതം വർക്ക് ചെയ്യിപ്പിക്കുന്നു, അതാണ് നമ്മുടെ അപ്പർ ബൗണ്ട് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുക. സിമ്പിൾ ടേംസിൽ ഇതാണ് അപ്പർ ബൗണ്ട് എന്ന് ഉദ്ദേശിക്കുക. അപ്പൊ നമ്മൾ ഈ ഒരു ബിഗ് ഒ നൊട്ടേഷൻ ഒന്ന് റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇതിനകത്ത് ചെയ്യുന്ന ഇത്രേ ഉള്ളൂ. നമ്മൾ വേർസ്റ്റ് കേസ് എന്താണെന്ന് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, ഒരു അപ്പർ ബൗണ്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. നമ്മുടെ ഈ ഇരിക്കുന്ന ഫംഗ്ഷനെക്കാട്ടിൽ ഒരല്പം മുകളിലായിരിക്കണം. ഫംഗ്ഷനെക്കാട്ടിൽ താഴെ പോകാതെ, അല്ലെ ഫംഗ്ഷന്റെ ആ ഒരു റേഞ്ചിന് താഴേക്ക് പോകാതെ, ലോവറിലേക്ക് പോകാതെ, അതിന്റെ അപ്പറിലേക്ക് ഇരിക്കുന്ന ഒരു ഫംഗ്ഷൻ ആണ് നമ്മൾ എന്തായിട്ട് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്, അപ്പർ ബൗണ്ട് എന്ന് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പൊ നമ്മളൊരു ഫംഗ്ഷൻ നമ്മുടെ എഫ് ഓഫ് എൻ എന്ന് പറയുന്ന ഫംഗ്ഷനെക്കാട്ടിലും അല്പം ഉയർന്നു നിൽക്കുന്ന, അല്ലെങ്കിൽ അതിന്റെ ടോപ്പിൽ നിൽക്കുന്ന ഒരു ഫംഗ്ഷൻ നമ്മൾ ജസ്റ്റ് ഒരു സ്ലൈറ്റ് ആയിട്ട് ചെറിയൊരു വേരിയേഷൻ വരുന്ന, അല്ലെങ്കിൽ അതിനെക്കാട്ടി ഇച്ചിരി ഉയർന്നു നിൽക്കുന്ന ഒരു ഫംഗ്ഷനെ കാൽക്കുലേറ്റ് ചെയ്യുന്നു. ആ ഫംഗ്ഷനെ നമ്മൾ എന്തെന്ന് വിളിക്കും, ജി ഓഫ് എൻ നമുക്ക് അതിനെ വിളിക്കാം. അതിന് ജസ്റ്റ് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണിത്. നമ്മൾ അതിനെ ജി ഓഫ് എൻ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നു. അപ്പൊ നമ്മൾ ഞാൻ വരച്ചിരിക്കുന്ന ജി ഓഫ് എൻ എന്ന് പറയുന്നത് ഈ രീതിയിലാണെന്ന് ഇരിക്കട്ടെ. ഇങ്ങനെയാണ് എന്റെ ജി ഓഫ് എൻ എന്ന് പറയുന്നത്. നമ്മുടെ അപ്പർ ബൗണ്ട് ആണ്. എന്റെ ഈ ഒരു ഫംഗ്ഷനെ റെപ്രസെന്റ് ചെയ്യുമ്പോൾ, ഈ ഫംഗ്ഷനെ ഞാൻ നോക്കുമ്പോൾ
എന്റെ ജി ഓഫ് എൻ എന്ന് പറയുന്ന അപ്പർ ബൗണ്ട് ഞാൻ ഇങ്ങനെയാണ് വരച്ചിരിക്കുന്നതെങ്കിൽ ഈ ഒരു പർട്ടിക്കുലർ ടൈം പീരീഡ് ഉണ്ടല്ലോ, നമ്മുടെ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ടൈമിലായിരിക്കും നമ്മുടെ ഫംഗ്ഷനേക്കാൾ എഫ് ഓഫ് എൻ എന്ന് പറയുന്ന ഫംഗ്ഷനേക്കാൾ ജി ഓഫ് എൻ മുകളിലേക്ക് പോകുന്നത്. ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ടൈമിന് ശേഷമായിരിക്കും. ആ ഒരു മീറ്റിംഗ്, ആ ഒരു പോയിന്റിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക, ത്രഷ് ഹോൾഡ് എന്ന് പറയുക. ഈ ഒരു ഫംഗ്ഷന്റെ ഈ ഒരു പോയിന്റ്, ഈ ഒരു ഇന്റർസെക്ഷൻ പോയിന്റിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക, ത്രഷ് ഹോൾഡ് എന്ന് വിളിക്കുക. അപ്പൊ ഈ ത്രഷ് ഹോൾഡ് എന്താ മനസ്സിലായെന്ന് തോന്നുന്നു. നമ്മുടെ ഫംഗ്ഷനും ഞാനിപ്പോ അപ്പർ ബൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്തിരിക്കുന്ന ജി ഓഫ് എൻ എന്ന് പറഞ്ഞ ഫംഗ്ഷനും തമ്മിൽ ഇന്റർസെക്ട് ചെയ്യുന്ന ആ ഒരു പോയിന്റിനെയാണ് ത്രഷ് ഹോൾഡ് എന്ന് വിളിക്കുക. ആ ഒരു പോയിന്റിന് ശേഷമായിരിക്കും നമ്മുടെ ജി ഓഫ് എൻ എന്ന് പറയുന്ന എന്റെ അപ്പർ ബൗണ്ട് ഇൻക്രീസ് ആവുന്നത്, എഫ് ഓഫ് എന്നെക്കാട്ടിലും ഇൻക്രീസ് ആവുന്നത്. ആ ഒരു പോയിന്റ് ആണ് ത്രഷ് ഹോൾഡ് പോയിന്റ് എന്ന് പറയാം. അപ്പോ ഇതിനകത്ത് നോക്കുമ്പോൾ എഫ് ഓഫ് എൻ ഇസ് ഈക്വൽ ടു ഓർഡർ ഓഫ് ജി ഓഫ് എൻ എന്നാണ് പറയുക. അപ്പം സി ഇൻറ്റു ജി ഓഫ് എൻ, അതായത് നമ്മുടെ സി എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റ് ആണ്. ആ കോൺസ്റ്റന്റ് എന്ത് വേണമെങ്കിലും ആവാം. ആ ജി ഓഫ് എൻ എന്ന് പറയുന്നത് അപ്പർ ബൗണ്ടിലായിരിക്കണം. നമ്മുടെ ഫംഗ്ഷൻ എഫ് ഓഫ് എന്നിനെക്കാട്ടിലും അപ്പർ ബൗണ്ടിലായിരിക്കണം എന്റെ ഫംഗ്ഷൻ ജി ഓഫ് എൻ എന്ന് പറയുന്നത്. ഇങ്ങനെയാണെങ്കിൽ, അതായത് ഞാനിപ്പോ ഒരു ഫംഗ്ഷൻ എന്റെ അൽഗോരിതത്തിന് ഒരു ഫംഗ്ഷൻ ഉണ്ട് എഫ് ഓഫ് എൻ എന്ന് പറഞ്ഞിട്ട്, അതിന്റെ എനിക്കൊരു ബൗണ്ട് തന്നിരിക്കുകയാണ്. വേറൊരു ഫംഗ്ഷൻ തന്നു, ജി ഓഫ് എൻ എന്ന് പറയുന്ന ഫംഗ്ഷൻ തന്നു. ആ ഫംഗ്ഷൻ എന്റെ അൽഗോരിതത്തിന്റെ ഫംഗ്ഷനെക്കാട്ടിലും അപ്പർ ബൗണ്ടിലാണെങ്കിൽ എനിക്ക് പറയാൻ പറ്റും ഇത് ഓർഡർ ഓഫ് എൻ, അതായത് എന്റെ വേർസ്റ്റ് കേസിലാണ് ഈ അൽഗോരിതം വർക്ക് ചെയ്യുന്നതെന്ന് എനിക്ക് പറയാൻ പറ്റും. ഇങ്ങനെയായിരിക്കും ബിഗ് ഓ നൊട്ടേഷൻ വർക്ക് ചെയ്യുക. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ നിങ്ങളുടെ രണ്ട് ഫംഗ്ഷൻസ് നിങ്ങളുടെ തന്നിട്ട് ഇത് ഏത് രീതിയിലാണ് വർക്ക് ചെയ്യുന്നതെന്നൊക്കെ ചോദിക്കുവാണെങ്കിൽ അതെങ്ങനെയാണ് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്നാണ് ഇത് നോക്കാൻ പോകുന്നത്. അത് എക്സാമ്പിൾ നിങ്ങൾക്ക് രണ്ട് ഫംഗ്ഷൻ തന്നിട്ടുണ്ട്, ഫംഗ്ഷൻ എഫ് ഓഫ് എന്നും ജി ഓഫ് എനും. എഫ് ഓഫ് എൻ എന്ന് പറയുന്നത് 2n+2 ആണ്, ജി ഓഫ് എൻ എന്ന് പറയുന്നത് n² ആണ്. നമ്മൾ നേരത്തെ ഈ വാല്യൂസ് ഇട്ട് കൊടുത്ത് നമ്മൾ പഠിച്ചിട്ടുള്ളത് പോലെ തന്നെ എന്നിന് വാല്യൂസ് ഇട്ട് കൊടുക്കുക. എന്നിന് ആദ്യം 1 ഇട്ട് കൊടുക്കുന്നു, ദെൻ 2 ഇട്ട് കൊടുക്കുന്നു, 3 ഇട്ട് കൊടുക്കുന്നു. അങ്ങനെ നമ്മൾ വാല്യൂസ് ഇട്ട് കൊടുക്കുമ്പോൾ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ പോയിന്റിനകത്ത് വരുമ്പോൾ നമ്മുടെ വാല്യൂ എഫ് ഓഫ് എൻ എന്ന് പറയുന്നത് ജി ഓഫ് എന്നിനെക്കാട്ടിലും കുറവാണെങ്കിൽ, കുറഞ്ഞു വന്നു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും ഈ ജി ഓഫ് എൻ എന്ന് പറയുന്നത് എഫ് ഓഫ് എന്നിനെക്കാട്ടിലും അപ്പർ ബൗണ്ടിലാണ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അതാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ആദ്യം എന്നിന്റെ വാല്യൂ 1 എന്ന് നമ്മൾ ഇട്ട് കൊടുത്തു. 2 × 1 + 2 = 4 ആണ്. ജി ഓഫ് എന്നിനകത്തേക്ക് 1 ഇട്ട് കൊടുക്കുമ്പോൾ 1 തന്നെയാണ്. അപ്പൊ എഫ് ഓഫ് എൻ എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ആണ് ഉയർന്നു നിൽക്കുക. അതാ ഞാൻ പറഞ്ഞിരുന്നു, ഇതിനകത്ത് ഒരു പർട്ടിക്കുലർ പോയിന്റിന് ശേഷമാണ് നമ്മുടെ ജി ഓഫ് എൻ ഇങ്ങനെ ഇൻക്രീസ് ആയി പോവുക എന്ന് പറഞ്ഞിരുന്നു. അപ്പൊ അത് തന്നെയാണ് ഇവിടെ നടന്നിരിക്കുന്നത്. ഏതെങ്കിലും പർട്ടിക്കുലർ പോയിന്റിൽ എത്തി കഴിയുമ്പോഴേ വാല്യൂ ഇൻക്രീസ് ആവുള്ളൂ, അപ്പർ ബൗണ്ടിലേക്ക് പോവുള്ളൂ. അപ്പൊ സെക്കൻഡ് 1 കൊടുത്തു, എന്നിന്റെ വാല്യൂ 2 ആണ്. 2 ആക്കിയപ്പോൾ എന്ത് ചെയ്തു, എഫ് ഓഫ് എന്നിന്റെ വാല്യൂ 6 എന്ന് കിട്ടി, ജി ഓഫ് എന്നിന്റെ വാല്യൂ 4 എന്ന് കിട്ടി. അവിടെയും നമ്മുടെ ഫംഗ്ഷൻ സാറ്റിസ്ഫൈ ആയില്ല. ദെൻ എന്നിന്റെ വാല്യൂ 3 ഇട്ട് കൊടുത്തു. 3 ഇട്ട് കൊടുത്തപ്പോൾ നമ്മുടെ എഫ് ഓഫ് എന്നിന്റെ വാല്യൂ 8ഉം ജി ഓഫ് എന്നിന്റെ വാല്യൂ 9ഉം ആണ് വന്നത്. ഇവിടെ വെച്ചിട്ട് നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റിനകത്ത് ബിഗ് ഓ ആണോ നമുക്ക് പ്രൂവ് ചെയ്യാനാണെങ്കിൽ ഇവിടെ വെച്ചിട്ട് ഈ എന്നിന്റെ വാല്യൂ 3 ആയ സമയത്ത് നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റി നമ്മുടെ ജി ഓഫ് എൻ എന്ന് പറയുന്നത് ഫംഗ്ഷൻ എഫ് ഓഫ് എന്നിന്റെ അപ്പർ ബൗണ്ടിലാണെന്നുള്ള കാര്യം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം, നമ്മളിത് ഹെൻസ് പ്രൂവ്ഡ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കാം. എഫ് ഓഫ് എൻ ഇസ് ഈക്വൽ ടു ഓർഡർ ഓഫ് ജി ഓഫ് എൻ വേർ എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 3. 3യോ അല്ലെങ്കിൽ 3യിൽ കൂടുതലോ എന്നിന്റെ വാല്യൂ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ജി ഓഫ് എൻ എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി ദ അപ്പർ ബൗണ്ട് ഓഫ് എഫ് ഓഫ് എൻ എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. ഇങ്ങനെയായിരിക്കും ബിഗ് ഓ നൊട്ടേഷൻ എന്ന് പറയുന്നത്. സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഓൾറെഡി പറഞ്ഞതാണ്, നമുക്ക് തന്നിരിക്കുന്ന ഒരു അൽഗോരിതം ഏറ്റവും വേർസ്റ്റ് കേസിലാണോ വർക്ക് ചെയ്യുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. അല്ലെ, വേർസ്റ്റ് കേസിൽ വർക്ക് ചെയ്യുന്ന അൽഗോരിതം ആണെങ്കിൽ അതിനെ റെപ്രസെന്റ് ചെയ്യുന്ന നൊട്ടേഷൻ ആണ് ബിഗ് ഓ നൊട്ടേഷൻ എന്ന് പറയുക. അപ്പൊ നമ്മുടെ തന്നിരിക്കുന്ന ഒരു ഫംഗ്ഷൻ ഉണ്ടായിരിക്കും, ആ ഫംഗ്ഷനെക്കാട്ടിലും അപ്പർ ബൗണ്ടിൽ വർക്ക് ചെയ്യുന്ന അല്ലെ അപ്പർ ബൗണ്ടിലേക്ക് പോകുന്ന ഒരു ഫംഗ്ഷൻ ആയിരിക്കും ജി ഓഫ് എൻ എന്ന് പറയുന്നത്. അങ്ങനെ അപ്പർ ബൗണ്ട് ആണെങ്കിൽ നമ്മുടെ അൽഗോരിതത്തിന്റെ ഫംഗ്ഷനെക്കാട്ടിലും അപ്പർ ബൗണ്ടിലാണ് നമുക്ക് തന്നിരിക്കുന്ന ഫംഗ്ഷൻ എന്നുണ്ടെങ്കിൽ അത് വേർസ്റ്റ് കേസിലാണ് വർക്ക് ചെയ്യുക. ദെൻ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ബെസ്റ്റ് കേസ് ആണ്. ബെസ്റ്റ് കേസ് എന്ന് പറയുന്നത് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്ന നൊട്ടേഷൻ എന്ന് പറയുന്നത് ഒമേഗ നൊട്ടേഷൻ ആണ്. ഒമേഗയുടെ സിമ്പൽ ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഈ രീതിയിലായിരിക്കും നമ്മൾ ഒമേഗയെ റെപ്രസെന്റ് ചെയ്യുക. ഓക്കെ, അപ്പൊ ബെസ്റ്റ് കേസ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ എന്റെ ഒരു ലീനിയർ സെർച്ചിനാണ്. ലീനിയർ സെർച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ആദ്യത്തെ എലമെന്റിനെ സെർച്ച് ചെയ്യുന്നു, സെക്കൻഡ് എലമെന്റുമായിട്ട് കമ്പയർ ചെയ്യുന്നു, തേർഡ് എലമെന്റുമായിട്ട് കമ്പയർ ചെയ്യുന്നു. സീക്വൻഷ്യലി തന്നിരിക്കുന്ന നമ്മുടെ തന്നിരിക്കുന്ന ലിസ്റ്റിനകത്ത് സീക്വൻഷ്യലി ഓരോ എലമെന്റ്സിനെ ഞാൻ എടുക്കുന്നു, കമ്പയർ ചെയ്ത് നോക്കുന്നു, സെക്കൻഡ് എലമെന്റ് എടുക്കുന്നു, കമ്പയർ ചെയ്ത് നോക്കുന്നു. ഇങ്ങനെ വർക്ക് ചെയ്യുന്ന സെർച്ചിനെയാണ് നമ്മൾ ലീനിയർ സെർച്ച് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ എന്ത് ചെയ്തു, ഇതിനകത്ത് നമ്മൾ ബെസ്റ്റ് കേസ് അത് നോക്കുമ്പോൾ ഞാൻ സെർച്ച് ചെയ്യാൻ ഉദ്ദേശിച്ച എലമെന്റ് എന്റെ ആദ്യത്തെ എലമെന്റ് ആയിട്ട് തന്നെ എനിക്ക് കിട്ടിയാൽ അതാണ് ബെസ്റ്റ് കേസ് എന്ന് പറയുക. ഓക്കെ, ഫസ്റ്റ് എലമെന്റ് തന്നെ ഞാൻ സെർച്ച് ചെയ്യാൻ ഉദ്ദേശിച്ച എലമെന്റ് തന്നെയാണ് എന്റെ അറേക്കകത്തുള്ള ഫസ്റ്റ് എലമെന്റ് ആയിട്ട് കിട്ടിയതെന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് പറയാൻ പറ്റും അത് ബെസ്റ്റ് കേസ് ആണെന്ന് നമുക്ക് പറയാം. അപ്പൊ ബെസ്റ്റ് കേസിനെ റെപ്രസെന്റ് ചെയ്യുന്നതാണ് ബിഗ് ഒമേഗ നൊട്ടേഷൻ എന്ന് പറയുന്നത്. ഇപ്പൊ ഒമേഗ നൊട്ടേഷൻ എന്ന് പറയുന്നത് ലോവർ ബൗണ്ടിലായിരിക്കും വർക്ക് ചെയ്യുക, അതായത് നമ്മുടെ ഫംഗ്ഷൻ അത്രയും പോവില്ല, ഫംഗ്ഷനെക്കാട്ടിലും താഴെയായിരിക്കും നമ്മുടെ ജി ഓഫ് എൻ എന്ന് പറയുന്ന ഫംഗ്ഷൻ.
അങ്ങനെ നമ്മുടെ അൽഗോരിതത്തിന്റെ ഫംഗ്ഷനെക്കാട്ടിലും ലോവർ ബൗണ്ടിലാണ് നമ്മുടെ ഫംഗ്ഷൻ എന്നുണ്ടെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ഇത് ബെസ്റ്റ് കേസ് അല്ലെങ്കിൽ ഒമേഗയിലാണ് ഇത് വർക്ക് ചെയ്യുന്നതെന്ന് പറയാൻ പറ്റും. അപ്പോൾ നമ്മുടെ ഫംഗ്ഷൻ എഫ് ഓഫ് എൻ എന്ന് പറയുന്ന നമ്മുടെ ഫംഗ്ഷൻ ആണ്. അപ്പൊ ആ ഫംഗ്ഷനെയാണ് ഞാൻ ഇവിടെ റെപ്രസെന്റ് ചെയ്തിരിക്കുക. ഞാൻ ലോവർ ബൗണ്ടിലേക്ക് ഒരു ഫിഗർ, ലോവർ ബൗണ്ടിലേക്ക് ഞാനൊരു ഓക്കെ, ലോവർ ഈ ഒരു ഇതൊരു ഇന്റർസെക്ഷൻ പോയിന്റ് ആണ്. ലോവർ ബൗണ്ടിൽ തന്നെ ആയിരിക്കും ജി ഓഫ് എൻ വർക്ക് ചെയ്യുക. ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ഈ ഒരു ഫംഗ്ഷൻ വർക്ക് ചെയ്യുന്നത് ബെസ്റ്റ് കേസിലാണ് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇവിടെ അതിന്റെ ഫംഗ്ഷൻ ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. എഫ് ഓഫ് എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സി ഇൻറ്റു ജി ഓഫ് എൻ. എഫ് ഓഫ് എൻ എന്ന് പറയുന്നത് സി ഇൻറ്റു ജി ഓഫ് എന്നെ കാട്ടിൽ എപ്പോഴും ഗ്രേറ്റർ ദാൻ അല്ലെങ്കിൽ ഈക്വൽ ടുവിലായിരിക്കും ഉണ്ടാവുക. അങ്ങനെയാണെങ്കിൽ എഫ് ഓഫ് എൻ ഇസ് ഈക്വൽ ടു ഒമേഗ ഓഫ് ജി ഓഫ് എൻ എന്ന് നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. അപ്പൊ അതിന്റെ എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ തന്നിരിക്കുന്ന എക്സാമ്പിൾ എന്ന് പറയുന്നത് എഫ് ഓഫ് എൻ ഇസ് ഈക്വൽ ടു എൻ സ്ക്വയർ പ്ലസ് 3യും ആൻഡ് ജി ഓഫ് എൻ ഇസ് ഈക്വൽ ടു 7 എന്നും ആണെങ്കിൽ നമുക്ക് ആദ്യം നേരത്തെ ഒമേഗയ്ക്ക് ബിഗോയ്ക്ക് ചെയ്തതുപോലെ തന്നെ എന്നിന് ആദ്യം 1 ഇട്ട് കൊടുക്കുന്നു, 2 ഇട്ട് കൊടുക്കാം, 3 ഇട്ട് കൊടുക്കാം. എവിടെയാണോ നമ്മുടെ ഈ ഫംഗ്ഷൻ സാറ്റിസ്ഫൈ ആവുന്നത് അവിടെ കൊണ്ട് നമുക്ക് നിർത്താൻ പറ്റും. ആദ്യം എന്നിന്റെ വാല്യൂ 1 ഇട്ട് കൊടുത്തു. അപ്പൊ എഫ് ഓഫ് എന്നിന്റെ വാല്യൂ വന്നിരിക്കുന്നത് 5 ആണ്. അതേപോലെ ജി ഓഫ് എന്നിന്റെ വാല്യൂ 7 ആണ് വന്നത്. ഇവിടെ ജി ഓഫ് എൻ ആണ് ഗ്രേറ്റർ. നമ്മുടെ ഉദ്ദേശം ബെസ്റ്റ് കേസ് ആണെന്നുണ്ടെങ്കിൽ എഫ് ഓഫ് എൻ എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ആയിരിക്കണം ഗ്രേറ്റർ ആയിട്ട് നിൽക്കേണ്ടത്. അതുവരെ നമുക്ക് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വാല്യൂസ് ചേഞ്ച് ചെയ്ത് കൊടുത്തുകൊണ്ടേയിരിക്കുക. ദെൻ എന്നിന്റെ വാല്യൂ 2 എന്ന് ഇട്ട് കൊടുക്കുന്നു. അപ്പൊ എന്ത് ചെയ്ത് എഫ് ഓഫ് എന്നിന്റെ വാല്യൂ 11 ആയി, ജി ഓഫ് എന്നിന്റെ വാല്യൂ 14 എന്ന് കിട്ടും. ദെൻ എന്നിന്റെ വാല്യൂ 3 വന്നു. 3 വന്നപ്പോൾ എഫ് ഓഫ് എന്നിന്റെ വാല്യൂ 21, ജി ഓഫ് എന്നിന്റെ വാല്യൂ 21 ആയി. അപ്പൊ ഞാൻ പറഞ്ഞിരുന്നു ഇതിനകത്ത് എഫ് ഓഫ് എന്നിന്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സി ഇൻറ്റു ജി ഓഫ് എൻ എന്നാണ് പറഞ്ഞിരുന്നത്. എഫ് ഓഫ് എന്നിന്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സി ഇൻറ്റു ജി ഓഫ് എൻ. അപ്പൊ ഗ്രേറ്റർ ദാൻ ആയാൽ പോരാ, ഈക്വൽ ടു ആണെങ്കിൽ പോലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് ഈ ഒരു കണ്ടീഷൻ ഫംഗ്ഷൻ സാറ്റിസ്ഫൈ ആയി എന്ന് പറഞ്ഞിട്ട് നമുക്ക് അവിടെ കൊണ്ട് സ്റ്റോപ്പ് ചെയ്യാം. അപ്പൊ ഇവിടെ ഈക്വൽ ടുലാണ് വന്നത്. എഫ് ഓഫ് എനും ജി ഓഫ് എനും ഈക്വൽ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഫംഗ്ഷൻ സാറ്റിസ്ഫൈ ആയി. അപ്പൊ എന്ത് ചെയ്തു, നമുക്ക് എഴുതാൻ പറ്റും എഫ് ഓഫ് എൻ ഇസ് ഈക്വൽ ടു ഒമേഗ ഓഫ് ജി ഓഫ് എൻ വേർ എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 3. എന്നിന്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 3 ആണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ എഫ് ഓഫ് എൻ എന്ന് പറയുന്ന ഫംഗ്ഷൻ ബെസ്റ്റ് കേസിലാണ് വർക്ക് ചെയ്യുന്നത്. ഇതാണ് ഒമേഗ നൊട്ടേഷൻ അല്ലെങ്കിൽ ബെസ്റ്റ് കേസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ നമ്മുടെ ആവറേജ് കേസ് ആണ്. അല്ലെങ്കിൽ ഇതിനെ റെപ്രസെന്റ് ചെയ്യുന്ന മെത്തേഡ് എന്ന് പറയുന്നത് അല്ലെ നൊട്ടേഷൻ എന്ന് പറയുന്നത് തീറ്റ നൊട്ടേഷൻ ആണ്. ഇതെന്ന് പറയുന്നത് അപ്പർ ബൗണ്ടിനും ലോവർ ബൗണ്ടിനും ഇടയ്ക്ക് വരുന്നതാണ്. ഒരു ആവറേജ് രീതിയിൽ വരുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക, ഈ തീറ്റ നൊട്ടേഷൻ അല്ലെങ്കിൽ ആവറേജ് കേസ് എന്ന് വിളിക്കുക. അപ്പൊ നമ്മളിൽ തന്നിരിക്കുന്ന അറേക്കകത്ത് ഒരു മിഡിൽ പൊസിഷനിൽ ഒക്കെയാണ് നമുക്ക് സെർച്ചിന് റിസൾട്ട് വരുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ഇത് ആവറേജ് കേസിലാണ് വർക്ക് ചെയ്യുന്നതെന്ന് പറയാൻ പറ്റും. അപ്പൊ അത് നമ്മൾ ഈ ആവറേജ് കേസ് നോർമലി അങ്ങനെ എടുക്കാറില്ല. ഒന്നുകിൽ ഒരു ബെസ്റ്റ് കേസ് അല്ലെങ്കിൽ വേർസ്റ്റ് കേസിലായിരിക്കും നമ്മൾ എപ്പോഴും നമ്മളെ കോംപ്ലക്സിറ്റി കാൽക്കുലേറ്റ് ചെയ്ത് പോകുന്നത്. ഇങ്ങനെ ആവറേജ് കേസ് അങ്ങനെ എഴുതാറില്ല. ജസ്റ്റ് നിങ്ങൾക്ക് ഇത് പഠിക്കാൻ വേണ്ടിയിട്ട് കോംപ്ലക്സിറ്റി നോക്കുമ്പോൾ അല്ലെങ്കിൽ അസിംപ്റ്റോട്ടിക് നൊട്ടേഷനകത്ത് പഠിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു കേസ് ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇത് നോക്കുക. അല്ലാതെ നമ്മൾ നോർമലി ഒരു അൽഗോരിതത്തിന്റെ കോംപ്ലക്സിറ്റി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് ഈ ആവറേജ് കേസ് നമ്മൾ അങ്ങനെ എടുക്കാറില്ല. യൂഷ്വലി അങ്ങനെ എടുക്കാറില്ല. ഒന്നുകിൽ വേർസ്റ്റ് കേസ് അല്ലെങ്കിൽ ബെസ്റ്റ് കേസ് അതിൽ മാത്രമായിരിക്കും നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്ത് പോവുക. അപ്പോൾ തീറ്റ നൊട്ടേഷനകത്ത് വരുമ്പോൾ ഇവിടെയും നമ്മളൊരു ഫംഗ്ഷൻ എടുത്തു. എഫ് ഓഫ് എൻ എന്ന് പറയുന്ന ഫംഗ്ഷൻ ഉണ്ടായിരിക്കും. ആ ഫംഗ്ഷനാണ് ഈ റെഡ് ലൈനിൽ കൊടുത്തിരിക്കുക. അതിനുശേഷം എന്ത് ചെയ്യുന്നു, നമ്മൾ ഇതിനകത്ത് വരുന്നുണ്ട്, രണ്ട് ഫംഗ്ഷൻ ഇതിനകത്ത് വരുന്നുണ്ട്. ആ രണ്ട് ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഒന്ന് അപ്പർ ബൗണ്ടിലും രണ്ടാമത്തേത് ലോവർ ബൗണ്ടിലും ഉള്ളതാണ്. അപ്പൊ ഞാൻ പറഞ്ഞിരുന്നു നമ്മളിത് അപ്പർ ബൗണ്ടും ലോവർ ബൗണ്ടിനും ഇടയ്ക്ക് വരുന്ന ഫംഗ്ഷനെയാണ് നമ്മൾ ആവറേജ് കേസ് കൊണ്ട് റെപ്രസെന്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞിരുന്നു. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഇതിനകത്ത് രണ്ട് ഫംഗ്ഷൻ യൂസ് ചെയ്യുക. ഒരു ഫംഗ്ഷനെ C1 ഇൻറ്റു ജി ഓഫ് എൻ എന്നും രണ്ടാമത്തെ ഫംഗ്ഷനെ C2 ഇൻറ്റു ജി ഓഫ് എന്നും നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്ത് നമ്മൾ അതിനെ വിളിക്കും. അപ്പൊ എന്ത് ചെയ്തു, അതിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് C1 ഇൻറ്റു ജി ഓഫ് എന്നെ കാട്ടിലും ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് എൻ ദെൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു C2 ഇൻറ്റു ജി ഓഫ് എൻ. ഇങ്ങനെയായിരിക്കും നമ്മൾ അതിന്റെ റെപ്രസെന്റേഷൻ വേണ്ടത്. ഇങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ, അതായത് നമ്മുടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് C1 ഇൻറ്റു ജി ഓഫ് എൻ എന്ന് പറയുന്നത് C1 ഇൻറ്റു ജി ഓഫ് എൻ എന്ന് പറയുന്നത് എഫ് ഓഫ് എന്നെ കാട്ടിൽ ചെറുതും അതേപോലെ തന്നെ C2 ഇൻറ്റു ജി ഓഫ് എൻ എഫ് ഓഫ് എന്നെ കാട്ടിൽ ഗ്രേറ്ററും ആണെങ്കിൽ, അങ്ങനെ ആയാൽ നമുക്ക് പറയാൻ പറ്റും നമ്മുടെ ഫംഗ്ഷൻ ആവറേജ് കേസ് അല്ലെങ്കിൽ തീറ്റ നൊട്ടേഷനിലാണ് വർക്ക് ചെയ്യുന്നതെന്ന് പറയാൻ പറ്റും. അപ്പൊ അതിന്റെ ഒരു എക്സാമ്പിൾ ആണിത്. നമ്മൾ തന്നിരിക്കുന്ന ഫംഗ്ഷൻ എന്ന് പറയുന്നത്
എഫ് ഓഫ് എൻ ഇസ് ഈക്വൽ ടു തീറ്റ ഓഫ് ജി ഓഫ് എൻ ആണെങ്കിൽ എഫ് ഓഫ് എൻ തന്നിട്ടുണ്ട്, ജി ഓഫ് എൻ തന്നിട്ടുണ്ട്. അപ്പൊ ആദ്യം C1 ഇൻറ്റു എൻ എന്ന് പറഞ്ഞാൽ C1 ഇൻറ്റു ജി എൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് എൻ ആണോ എന്നാണ് ആദ്യം നോക്കുക. C1 ഇൻറ്റു എൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3n + 2, അതായത് നമ്മുടെ എഫ് ഓഫ് എന്നിന്റെ ഫംഗ്ഷൻ ആണത്. C1ന്റെ വാല്യൂ ഞാൻ 1 എന്ന് കൊടുത്തു, ആൻഡ് എന്നിന്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 ആണെന്നുണ്ടെങ്കിൽ n ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3n + 2 ആണോ എന്നാണ് ചോദിക്കുക. ഫോർ n ഗ്രേറ്റർ ദാൻ ഇസ് ഈക്വൽ ടു 1 ആണെങ്കിൽ കണ്ടീഷൻ ട്രൂ ആയി. ദെൻ അടുത്ത കണ്ടീഷൻ എന്ന് പറയുന്നത് അപ്പർ ബൗണ്ട് നോക്കുകയാണ്. എഫ് ഓഫ് എൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു C2 ഇൻറ്റു ജി ഓഫ് എൻ ആണ്. അപ്പൊ ഞാനിവിടെ C2ന് കൊടുത്തിരിക്കുന്ന വാല്യൂ 4 കൊടുത്ത് എന്നിന്റെ വാല്യൂ 1 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിനകത്ത് നമ്മുടെ കണ്ടീഷൻ ട്രൂ ആവും. ജസ്റ്റ് നമ്മൾ ട്രയൽ ആൻഡ് എറർ മെത്തേഡ് യൂസ് ചെയ്തിട്ട് വാല്യൂസ് ഇങ്ങനെ ചേഞ്ച് ചെയ്ത് കൊടുത്ത് നമുക്ക് കിട്ടുന്ന മെത്തേഡാണ്. നമ്മൾ നേരത്തെ ചെയ്ത സെയിം മെത്തേഡ്സ് ആണ് ഇവിടെ യൂസ് ചെയ്തിട്ടുണ്ടാവുക. ഈ രണ്ട് കണ്ടീഷൻ സാറ്റിസ്ഫൈ ആയാൽ നമുക്ക് പറയാൻ പറ്റും നമ്മുടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് തീറ്റ നൊട്ടേഷൻ അല്ലെങ്കിൽ ആവറേജ് കേസിലാണ് വർക്ക് ചെയ്യുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, ഇത്രയുമായിരുന്നു നമ്മുടെ സെക്കൻഡ് യൂണിറ്റിനകത്ത് നമുക്ക് പഠിക്കാനുള്ളത്. ഇത്രയും കാര്യങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ. നമ്മളിനി തേർഡ് യൂണിറ്റിലേക്ക് കടക്കുകയാണ്. കോംപ്ലക്സിറ്റി അനാലിസിസ് ഓഫ് സിമ്പിൾ അൽഗോരിതം. നമ്മുടെ കയ്യിൽ ഒരു സിമ്പിൾ അൽഗോരിതം തന്നാൽ ആ സിമ്പിൾ അൽഗോരിതത്തിന് കോംപ്ലക്സിറ്റി എങ്ങനെയായിരിക്കും നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. അപ്പൊ മെയിൻ ആയിട്ടും അനാലിസിസ് ഓഫ് സിമ്പിൾ കൺസ്ട്രക്ട്സ് ഓർ കോൺസ്റ്റന്റ് ടൈമിൽ വരുന്ന അല്ലെങ്കിൽ സിമ്പിൾ ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസിന്റെ അനാലിസിസ് എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നതെന്നാണ് നോക്കുന്നത്. ഓക്കെ, ഓർഡർ ഓഫ് 1. ഇപ്പൊ ഏത് കണ്ടീഷനിലാണ് ഓർഡർ ഓഫ് 1 വരുന്നതെന്നാണ് ആദ്യം നോക്കുന്നത്. ടൈം കോംപ്ലക്സിറ്റി ഓഫ് എ ഫംഗ്ഷൻ ഈസ് കൺസിഡർഡ് ആസ് ഓർഡർ ഓഫ് 1 ഇഫ് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് സ്റ്റേറ്റ്മെന്റ്സ് ആർ സിമ്പിൾ സ്റ്റേറ്റ്മെന്റ് ലൈക്ക് അസൈൻമെന്റ്, ഇൻക്രിമെന്റ് ഓർ ഡിക്രിമെന്റ് ഓപ്പറേഷൻ ആൻഡ് ഡിക്ലറേഷൻ സ്റ്റേറ്റ്മെന്റ്. ഇപ്പൊ നമ്മുടെ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റിനകത്ത് ഒരു അസൈൻമെന്റ് ഓപ്പറേറ്ററോ അല്ലെങ്കിൽ ഇൻക്രിമെന്റ് ഓപ്പറേറ്ററോ അല്ലെങ്കിൽ ഡിക്രിമെന്റ് ഓപ്പറേറ്ററോ ആണ്, അല്ലെങ്കിൽ ഡിക്ലറേഷൻ സ്റ്റേറ്റ്മെന്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാൻ പറ്റും അതിന്റെ ടൈം കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത് 1 ആണ് നമുക്ക് പറയാൻ പറ്റും. ഇനി അതിനകത്ത് റിക്കർഷൻസ് ഒന്നുമില്ല, ലൂപ്സും ഒന്നുമില്ല, വേറെ ഫംഗ്ഷനെ നമ്മൾ കോൾ ചെയ്യുന്നില്ല, ഒന്നുമില്ല, ജസ്റ്റ് സിമ്പിൾ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ആ ഒരു സ്റ്റേറ്റ്മെന്റിന്റെ ടൈം കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത് 1 ആണ്. ഫോർ എക്സാമ്പിൾ പറയുവാണെങ്കിൽ ഇപ്പൊ ഇൻഡ് എക്സ് എന്ന് കാണുകയാണെങ്കിൽ ഇതിന്റെ ടൈം കോംപ്ലക്സിറ്റി 1 ആണ്, 1 യൂണിറ്റ് ഓഫ് ടൈം ആണ് ഇതിനെടുക്കുക. എക്സ് ഇസ് ഈക്വൽ ടു എക്സ് പ്ലസ് 1 ഇതിന്റെയും ഒരു സിമ്പിൾ ഇൻസ്ട്രക്ഷൻ ആണ്. അസൈൻമെന്റ്, ഇൻക്രിമെന്റ് അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കിന് നമുക്ക് ഇതിനകത്തും 1 യൂണിറ്റ് ഓഫ് ടൈം ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുക. ഇങ്ങനെയായിരിക്കും സിമ്പിൾ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ ആണെങ്കിൽ അതിന് നമ്മൾ യൂസ് ചെയ്യുന്ന ടൈം എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ടൈം ആണ്. ദെൻ ഇപ്പൊ നിങ്ങളുടെ അടുത്തൊരു മെത്തേഡ് എന്ന് പറയുന്നത് ഇപ്പൊ നിങ്ങൾക്ക് ലൂപ്സ് വരികയാണ്. നിങ്ങളുടെ പ്രോഗ്രാമിനകത്ത് ഒരു ലൂപ്സ് കണ്ടു കഴിഞ്ഞാൽ ആ ലൂപ്പിന്റെ ഒക്കെ ടൈം കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത് n ആയിരിക്കും. എന്താണെന്ന് ചോദിച്ചാൽ ഇതിനകത്ത് നോക്കുമ്പോൾ ഫോർ i is equal to 1, i less than or equal to n, i plus is equal to c. അതായത് ഈ സ്റ്റേറ്റ്മെന്റ് വർക്ക് ചെയ്യാൻ എടുക്കുന്ന ടൈം എന്ന് പറയുന്നത് n ടൈംസ് ആയിരിക്കും. അതായത് 1 തൊട്ട് n വരെയുള്ള n ടൈംസ് ഈ ലൂപ്സ് വർക്ക് ചെയ്യുന്നത് കൊണ്ട് ഇതിന്റെ ടൈം കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത് n ആയിരിക്കും. അത് എത്ര തവണയാണോ ആ ഒരു ലൂപ്പ് വർക്ക് ചെയ്തത് എന്ന് പറയുന്നതായിരിക്കും അതിന്റെ ടൈം കോംപ്ലക്സിറ്റി. അപ്പൊ നമ്മൾ നോക്കുമ്പോൾ ചിലപ്പോൾ അതിനകത്തൊരു സ്റ്റേറ്റ്മെന്റിനകത്ത് ചിലപ്പോൾ 1 യൂണിറ്റ് ആയിരിക്കും, പിന്നെ അടുത്തതിനകത്ത് വീണ്ടും ഒരു 1 യൂണിറ്റ് ആയിരിക്കും. അപ്പൊ നമ്മൾ ടോട്ടൽ ഒരു അൽഗോരിതത്തിന്റെ കോംപ്ലക്സിറ്റി എടുക്കുമ്പോൾ ഇതെല്ലാം കൂടെ ആഡ് ചെയ്തിട്ടല്ലേ എടുക്കുക. കോംപ്ലക്സിറ്റി എവിടെയാണോ വന്നത് മാം അത് ഒന്നുകൂടി പറയാൻ പറ്റുമോ? ആ ഒരു പോർഷൻ ക്ലിയർ ആയില്ല, ഒരു തവണ പറയാമോ? ഈ പറഞ്ഞതാണോ? ഇത് ഓർഡർ ഓഫ് n ആണോ? അതെ ഒരു തവണ. ഓക്കെ, ഇതിനകത്ത് നമ്മൾ ഓർഡർ ഓഫ് n എന്ന് പറയുന്നത് ഇപ്പൊ നമ്മളിപ്പോ ഒരു ലൂപ്സ് ഒക്കെ എടുക്കുന്ന സമയത്ത് ഈ 4 ഓഫ് i is equal to 1 തൊട്ട് i less than or equal to n അല്ലേ, ഐയുടെ വാല്യൂ 1 തൊട്ട് n ആവുന്ന വരെ എന്നിന്റെ വാല്യൂ 5 ആയിരിക്കാം, അല്ലെ എന്നിന്റെ വാല്യൂ എന്തോ ആയിക്കോട്ടെ. അപ്പോൾ ആവുന്ന സമയത്ത് എത്ര തവണയാണോ നമ്മൾ ആ ലൂപ്സ് വർക്ക് ചെയ്യുക, എന്നിന്റെ വാല്യൂ എന്തും ആവാം, 100 ആവാം, 1000 ആവാം, എന്തും ആവാം. അപ്പൊ എത്ര തവണയാണോ ആ ലൂപ്പ് വർക്ക് ചെയ്യുന്നത് അതായിരിക്കും അതിന്റെ ടൈം കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പൊ n ആണ് കൊടുത്തിരിക്കുന്നതെങ്കിൽ n ആയിരിക്കും ടൈം കോംപ്ലക്സിറ്റി. ഇവിടെ n² ആയിരുന്നുണ്ടെങ്കിൽ അതായിരിക്കും അതിന്റെ ടൈം കോംപ്ലക്സിറ്റി. എത്ര തവണയാണോ ആ ലൂപ്പ് വർക്ക് ചെയ്യുന്നത് അതാണ് അതിന്റെ ടൈം കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? നമ്മൾ സിമ്പിൾ സ്റ്റേറ്റ്മെന്റ്സ് പോലെയല്ല, ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് അല്ല. ആ ലൂപ്പ് എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കുകയല്ലേ. ആ ഒരു ഫോർ ലൂപ്പ് എന്ന് പറയുന്നത് എത്ര തവണയാണോ വർക്ക് ചെയ്യുന്നത് ആ നമ്പർ ഓഫ് ടൈം ആയിരിക്കും അതിന്റെ കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത്. n വരെയാണ് വർക്ക് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ n ആണ് അതിന്റെ ടൈം കോംപ്ലക്സിറ്റി. ഓക്കെ, ക്ലിയർ ആയോ ഹരിത? ഇനി പറയണോ? വേണ്ട, ക്ലിയർ ആയി. ഓക്കെ, അപ്പൊ അതാണ് അതിന്റെ ടൈം കോംപ്ലക്സിറ്റി എന്ന് പറയാ. എത്ര തവണയാണോ ആ ലൂപ്പ് വർക്ക് ചെയ്യുന്നത് അതായിരിക്കും അതിന്റെ ടൈം കോംപ്ലക്സിറ്റി. അപ്പൊ ഞാൻ അത് കഴിഞ്ഞിട്ട് പറഞ്ഞപ്പോ നമ്മുടെ ഒരു അൽഗോരിതത്തിനകത്ത് തരുമ്പോൾ അൽഗോരിതത്തിനകത്ത് ചിലപ്പോൾ ഒന്നിലധികമോ ലൂപ്സുകളൊക്കെ കാണും. അപ്പൊ ഓരോ ലൂപ്പും ഇതിനൊരു n ആയിരിക്കും, ഇതിന്റെ ടൈം കോംപ്ലക്സിറ്റി n ആയിരിക്കും. അടുത്ത വേറൊരു ലൂപ്പ് ഇവിടെ കണ്ടു, ഇവിടെയും ടൈം കോംപ്ലക്സിറ്റി n ആയിരിക്കും. ഇവിടെ എന്താ n ആയത്?
എന്നിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് 0 വരെയാണ് പോവുക. അതായത് ആക്ച്വലി അത് n ടൈംസ് ആണ് ആ ഒരു ലൂപ്പ് വർക്ക് ചെയ്യുന്നതാണ് അതിന്റെ അർത്ഥം. അപ്പൊ മോർ ദാൻ 1 ലൂപ്സ് ഉണ്ടെങ്കിൽ പോലും നമ്മുടെ ഇവിടെ n ആയിരിക്കും, ഇവിടെയും n ആയിരിക്കും. അപ്പം മാക്സിമം നമ്മുടെ ആ ഒരു അൽഗോരിതം കംപ്ലീറ്റ് അൽഗോരിതത്തിനകത്ത് നമ്മൾ നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ കോംപ്ലക്സിറ്റി എവിടെയാണോ വന്നത് അല്ലെങ്കിൽ എവിടെയാണോ ആ കോംപ്ലക്സിറ്റി ആയിരിക്കും നമ്മുടെ അൽഗോരിതത്തിന്റെ കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത്. ഇവിടെ ഒരു n വന്നു, അതിന് താഴെ എല്ലാം 1 1 1 വന്നു, പിന്നെ ഒരു n വന്നു. അപ്പം ടോട്ടൽ നോക്കുമ്പോൾ n എന്ന് പറയുന്നതാണ് ഏറ്റവും ഹയസ്റ്റ് ആയിട്ട് നിൽക്കുന്നത്. അപ്പൊ നമ്മുടെ അൽഗോരിതത്തിന്റെ കോംപ്ലക്സിറ്റി എന്ന് പറയുന്ന ഓർഡർ ഓഫ് n ആയിരിക്കും എന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് അങ്ങോട്ട് പോകുമ്പോൾ ഇതിന്റെ ഒരു എക്സാമ്പിൾ പറയുന്നുണ്ട്. അപ്പൊ ഞാൻ നിങ്ങൾക്കത് ക്ലിയർ ആവും. ഇൻ കേസ് ഇനി അടുത്തൊരു കേസ് വരുന്നതാണ് നെസ്റ്റഡ് ലൂപ്സ് വരികയാണെങ്കിൽ. ഓക്കെ, ഇപ്പൊ നിങ്ങളുടെ നെസ്റ്റഡ് ലൂപ്സ് വരികയാണെങ്കിൽ ഫോർ i is equal to 1, i less than or equal to n, i plus is equal to c. ഇതൊരു ലൂപ്പാണ്. അതിനകത്ത് വന്നൊരു ലൂപ്പാണ് i is equal to j, j less than or equal to n, j plus is equal to c. അപ്പൊ ഈ ഐയുടെ ലൂപ്പും n ടൈംസ് വർക്ക് ചെയ്യുന്നുണ്ട്, ജെയുടെ ലൂപ്പ് n ടൈംസ് വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇവിടെ ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത് ഐയുടെ വാല്യൂ 1 ആകുമ്പോൾ അകത്തേക്ക് വരും അല്ലെ, അകത്തെ ഫോർ ലൂപ്പിനകത്തെ ജെ വർക്ക് ചെയ്യും. ജെ വർക്ക് ചെയ്യുന്ന എത്ര തവണ വർക്ക് ചെയ്യും? ഐയുടെ വാല്യൂ 1 ആയിരിക്കുമ്പോൾ ജെ 1 തൊട്ട് n വരെ വർക്ക് ചെയ്യും. ഓക്കെ, പറയുന്നത് ക്ലിയർ ആവുന്നുണ്ടെന്ന് തോന്നുന്നു. ഐയുടെ വാല്യൂ 1 ആകുമ്പോൾ അകത്തേക്ക് വരും. ഈ ഐയുടെ വാല്യൂ 1 ആകുമ്പോൾ ഈ ലൂപ്പിനകത്തേക്ക് വന്നിട്ട് ഈ ലൂപ്പ് നമ്മുടെ ഇൻഡ് ജെ ഈസ് ഈക്വൽ ടു 1, ജെ ലെസ് ആൻഡ് ഈക്വൽ ടു n, ജെ പ്ലസ് സി എന്ന് പറയുന്ന ഈ ഒരു ലൂപ്പ് വർക്ക് ചെയ്യും. ഈ ലൂപ്പിൽ നിന്ന് പുറത്ത് കിടക്കണമെങ്കിൽ എപ്പോൾ മാത്രമേ പറ്റുള്ളൂ? ജെയുടെ വാല്യൂ ലെസ് ദാൻ ഓർ ഈക്വൽ ടു n ആവണം, എങ്കിൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ? ഇതിന് പുറത്ത് കടന്ന് വീണ്ടും നമ്മൾ ഈ ഫോർ ലൂപ്പിലേക്കായിരിക്കും പോവുക. ഇവിടെ വരുമ്പോൾ ഐയുടെ വാല്യൂ 2 ആകും, വീണ്ടും അകത്തേക്ക് വരും. ഈ രണ്ടാമത്തെ ലൂപ്പ് ഇന്നർ ലൂപ്പ് n ടൈംസ് വർക്ക് ചെയ്യും. ഐയുടെ വാല്യൂ 3 ആകും, അതും താഴേക്ക് വരും, അതും n ടൈംസ് വീണ്ടും വർക്ക് ചെയ്യും. ഇങ്ങനെ ഐയുടെ വാല്യൂ എത്ര തവണയാണോ ഐയുടെ വാല്യൂ ഓരോ തവണ ഇൻക്രിമെന്റ് ആവുന്നതിനനുസരിച്ച് ജെ എന്ത് ചെയ്യും? 1 to n ടൈംസ് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മൾ നോക്കുമ്പോൾ ഓവറോൾ നോക്കുമ്പോൾ ഇതിന് ടൈം കോംപ്ലക്സിറ്റി, നമ്മൾ ലൂപ്സ് ഒക്കെ വരുമ്പോൾ നമ്മൾ അതിന്റെ ടൈം കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത് n സ്ക്വയർ ആയിട്ടായിരിക്കും എടുക്കുക. അതായത് 2 ലൂപ്സ് ഓരോ തവണയും ഇത് n എന്ന് പറഞ്ഞിങ്ങനെ വർക്ക് ചെയ്യുന്നത് കൊണ്ട് നമ്മൾ അതിന് n into n, അതായത് n സ്ക്വയർ ടൈം കോംപ്ലക്സിറ്റിയിലായിരിക്കും നമ്മൾ ഇത് വർക്ക് ചെയ്യിക്കുന്നതെന്നാണ് പറയുക. അപ്പൊ ഇങ്ങനെയൊക്കെ വരുന്ന നെസ്റ്റഡ് ലൂപ്സ് ഒക്കെ വരുവാണെങ്കിൽ നിങ്ങൾ ഓർത്തോളുക, ഇതിന്റെ ടൈം കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത് n സ്ക്വയർ ആയിരിക്കും. ഓക്കെ, ദെൻ അടുത്തൊരു കേസ് വരുന്നത് ഇനി നമ്മുടെ ലൂപ്പിനകത്ത് ഇതുപോലെ മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ ഇങ്ങനെയൊക്കെ കേസുകൾ വരുവാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ ടൈം കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത് ലോഗരിതമിലായിരിക്കും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക. ഓർഡർ ഓഫ് ലോഗ് n എന്ന് പറയുന്നതായിരിക്കും അതിന്റെ കോംപ്ലക്സിറ്റി. ഇപ്പൊ i is equal to 1 തൊട്ട് n വരെ പോകുന്നു. പക്ഷെ ഇതിന് ഇൻക്രിമെന്റ് നമ്മൾ ചെയ്തപ്പോൾ ഇൻക്രിമെന്റിനകത്ത് നമ്മൾ മൾട്ടിപ്ലിക്കേഷനോ ഡിവിഷനോ ഇങ്ങനെയുള്ള എന്തെങ്കിലും സ്റ്റേറ്റ്മെന്റ്സ് ആണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ഇതിനകത്ത് നമുക്കൊരു ടൈം കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത് ഓർഡർ ഓഫ് ലോഗ് n ആയിരിക്കും. ഇതാണ് അടുത്തൊരു ടൈം കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത്. ഇത്രയും ക്ലിയർ ആയെന്ന് തോന്നുന്നു. നമ്മൾ ഇതുവരെ പഠിച്ചത് എന്തായിരുന്നു? ഓർഡർ ഓഫ് 1 ആവുന്ന കേസ് എന്താണെന്ന് പറഞ്ഞു, എന്നിന്റെ കേസ് പറഞ്ഞു, n റൈസ് ടു c അതായത് ഒരു കോൺസ്റ്റന്റ് വാല്യൂ ആണ്, ദെൻ ലോഗ് n പറഞ്ഞു. ഇനി അടുത്തൊരു ടൈം കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത് കോൺസിക്യൂട്ടീവ് ലൂപ്സ് വരുന്ന കേസാണ്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ആദ്യത്തെ ഒരെണ്ണം വന്നു, അത് കഴിഞ്ഞ് അടുത്തൊരു ലൂപ്പ്. ഇത് നോക്കിയത് 2 ലൂപ്സ് ആണ്. i is equal to 1 തൊട്ട് m വരെ പോകുന്നു, അടുത്ത ലൂപ്പ് f തൊട്ട് n വരെ പോകുന്നു. അപ്പൊ അതിനകത്ത് വേറെ പല പല സ്റ്റേറ്റ്മെന്റ്സ് ആയിരിക്കും നമ്മൾ പോവുക. ഒരെണ്ണം കഴിഞ്ഞിട്ട് അടുത്തത് ഇങ്ങനെ വർക്ക് ചെയ്ത് പോവുകയാണെങ്കിൽ നമ്മൾ അതിന്റെ ടൈം കോംപ്ലക്സിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഓർഡർ ഓഫ് m. ഇതിന്റെ ടൈം കോംപ്ലക്സിറ്റി ഓർഡർ ഓഫ് m പ്ലസ് ഇതിന്റെ ടൈം കോംപ്ലക്സിറ്റി ഓർഡർ ഓഫ് n. ഇത് രണ്ടും കൂടെ നമ്മൾ കമ്പൈൻ ചെയ്തിട്ട് ഓർഡർ ഓഫ് m പ്ലസ് n എന്ന് നമുക്ക് വേണമെങ്കിൽ എഴുതാം. ഇങ്ങനെയായിരിക്കും കോൺസിക്യൂട്ടീവ് ലൂപ്സ് വരുവാണെങ്കിൽ ഇതിന്റെ ടൈം കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത് ഓർഡർ ഓഫ് m പ്ലസ് n ആയിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് എഴുതും. ദെൻ ഇനിയിപ്പോ കോൺസിക്യൂട്ടീവ് ഇഫ് എൽസ് സ്റ്റേറ്റ്മെന്റ് വരുവാണെങ്കിൽ ഇഫിനും എൽസും എല്ലാം വരുന്ന ടൈം എന്ന് പറയുന്നത് 1 ആണ്. അതായത് ഒരു കണ്ടീഷൻ നമ്മൾ ചെക്ക് ചെയ്യുക മാത്രമേ ചെയ്യുന്നുള്ളൂ. കണ്ടീഷൻ ചെക്ക് ചെയ്ത് മാത്രമേ വരുന്നത് കൊണ്ട് ഓരോ കണ്ടീഷൻ ചെക്ക് ചെയ്യുവാണെങ്കിൽ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ അതിന് താഴെ വരുന്ന എന്ത് സ്റ്റേറ്റ്മെന്റ് ആണ് വർക്ക് ചെയ്യുന്നത്, അത് സിമ്പിൾ സ്റ്റേറ്റ്മെന്റ് ആണെങ്കിൽ അതിന്റെ യൂണിറ്റ് ഓഫ് 1 ടൈം ആയിരിക്കും. ഇനി ഈഫിനകത്ത് ഒരു ലൂപ്പ് വന്നു കഴിഞ്ഞാൽ അതിന്റെ ടൈം കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത് n ആയിരിക്കും. ഇനി നെസ്റ്റഡ് ലൂപ്സ് ആണെങ്കിൽ അതനുസരിച്ച് നമ്മുടെ n സ്ക്വയറോ എന്താണോ നമ്മുടെ അതിനകത്ത് വരുന്ന സ്റ്റേറ്റ്മെന്റ് എന്താണോ അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മുടെ ടൈം കോംപ്ലക്സിറ്റി അവിടെ ചേഞ്ച് ആവുന്നത്. ഇപ്പൊ ഈഫിനകത്തൊരു കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നത് സിമ്പിൾ ചിലപ്പോൾ ഒരു അസൈൻമെന്റോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ആയിരിക്കുമല്ലോ നമ്മൾ കണ്ടീഷൻ ചെക്ക് ചെയ്ത് പോവുക. അപ്പൊ അങ്ങനെ ഒരു വരുന്ന കണ്ടീഷൻ ഒക്കെ വരുമ്പോഴത്തേക്കിന് അതിന്റെ ടൈം കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത് 1 ആയിരിക്കും. 1 യൂണിറ്റ് ഓഫ് ടൈം ആയിരിക്കും നോർമലി ഇതിനകത്ത് വെച്ച് പോകുന്നത്. ഇത്രയുമാണ് ടൈം കോംപ്ലക്സിറ്റിക്കകത്ത് നമുക്ക് പഠിക്കാനുള്ളത്. ഇനി ഒരു സിമ്പിൾ ഒരു അൽഗോരിതം തന്നിട്ട് അൽഗോരിതത്തിന്റെ ടൈം കോംപ്ലക്സിറ്റി നമ്മൾ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ് നോക്കാൻ പോകുന്നത്. ഓക്കെ, ഒരു സിമ്പിൾ അൽഗോരിതം ആണിത്. ഓക്കെ, നമ്മുടെ ഒരു ഐ എന്ന് പറയുന്ന ഒരു വേരിയബിളിന്റെ ഐ ക്യൂബ് കാൽക്കുലേറ്റ് ചെയ്യാണ്. സം ഓഫ് n ക്യൂബ് ആണ് നമ്മൾ ഇതിനകത്ത് കാൽക്കുലേറ്റ് ചെയ്യുക. ആദ്യം ഇൻറ്റ് ഐ റിസൾട്ട് എന്ന് പറഞ്ഞുകൊണ്ട് വേരിയബിൾ ഞാനിവിടെ ഇനിഷ്യലൈസ് ചെയ്തിട്ടുണ്ട്.
അതിനകത്തേക്ക് ഞാൻ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ അതിനകത്തേക്ക് ടെം റിസൾട്ട് എന്ന് പറയുന്നതിനകത്തേക്ക് ഞാനൊരു വാല്യൂ 0 എന്ന് പറഞ്ഞ വാല്യൂ അതിനകത്ത് ഇനിഷ്യലൈസ് ചെയ്തു. then അടുത്തൊരു ലൂപ്പാണ് വന്നിരിക്കുന്നത്. i is equal to 1 to i less than or equal to n i plus plus. then temp റിസൾട്ട് അത്രയും തവണ റിസൾട്ട് ഇസ് ഈക്വൽ ടു ടെം റിസൾട്ട് പ്ലസ് i ഇൻറ്റു i ക്യൂബ് ആയതുകൊണ്ട് ഇത്രയും വാല്യൂ നോക്കുന്നു. then റിട്ടേൺ ടെം റിസൾട്ട്. ഓക്കെ, ഇത്രയുമാണ് ഇതിനകത്ത് ചെയ്യുക. അപ്പൊ നമ്മൾ ഇതിനകത്ത് നോക്കുമ്പോഴത്തേക്കിന് ഫസ്റ്റ് ലൈനിൽ വരുന്ന 2 യൂണിറ്റ് ഓഫ് ടൈം ആണ്. കാരണം ഡിക്ലറേഷന് 2 വേരിയബിൾ നമ്മൾ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. ഐ എന്ന് പറഞ്ഞൊരു വേരിയബിൾ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്, ടെം റിസൾട്ട് എന്ന് പറഞ്ഞ അടുത്തൊരു വേരിയബിൾ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അതിന്റെ ഓരോ ഡിക്ലറേഷനും ഓരോ യൂണിറ്റ് വീതം പോകും. അങ്ങനെ 2 യൂണിറ്റ് ഓഫ് ടൈം ആയി അവിടെ. then അടുത്ത ടെം റിസൾട്ട് എന്ന് പറഞ്ഞ ഇവിടെ ഇനിഷ്യലൈസേഷൻ വന്നിട്ടുണ്ട്. അതിന് എത്ര ആയിരിക്കും വരിക? 1 യൂണിറ്റ് ഓഫ് ടൈം ആയിരിക്കും വരിക. ഇനി ഇവിടെ ലൂപ്പിനകത്ത് വരുമ്പം ഞാൻ അന്ന് അന്നേരം പറഞ്ഞിരുന്നു, നോർമലി നമ്മൾ ടോട്ടൽ നോക്കുന്നത് n ആണെങ്കിലും പക്ഷെ നമ്മൾ ഇൻഡിവിജ്വലി നോക്കുമ്പോൾ i is equal to 1 തൊട്ട് n equal to n ആയതുകൊണ്ട് n+1 ടൈംസ് ആയിരിക്കും ആ ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യുക. മീൻസ് നമ്മുടെ 4ന്റെ ലൂപ്പ് വർക്ക് ചെയ്യുന്നെന്ന് പറയുന്നത് n+1 ടൈം ആണ് അല്ലെ. ഇതെപ്പോഴും ഇവിടെ ഈക്വൽ ടു മീൻസ് ഒന്നുകൂടെ പറയാം, ഒരു ഫോർ ലൂപ്പോ അല്ലെങ്കിൽ ഒരു വൈൽ ലൂപ്പോ നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്ത് ആ കണ്ടീഷൻ ഫോൾസ് ആവണമെന്നുണ്ടെങ്കിൽ ഐയുടെ വാല്യൂ എന്നിനെക്കാട്ടിലും ഒന്ന് ഗ്രേറ്റർ ആയിട്ടും ഒന്നുകൂടെ ആ ലൂപ്പിലേക്ക് പോയി ഒന്ന് ചെക്ക് ചെയ്യും ഇല്ല. ഇപ്പൊ ഫോർ എക്സാമ്പിൾ എന്നിന്റെ വാല്യൂ 5 ആണെന്ന് ഇരിക്കട്ടെ, എന്നിന്റെ വാല്യൂ 5 ആണ്. അപ്പൊ ആദ്യം i 1 ആയി, കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തു, വീണ്ടും തിരിച്ചു വരും. ഐയുടെ വാല്യൂ 2 ആയി, കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തു, വീണ്ടും തിരിച്ചു വരും. ഐയുടെ വാല്യൂ 3 ആകും, ഐയുടെ വാല്യൂ 4 ആയി, ഐയുടെ വാല്യൂ 5 ആയി. അതുവരെയും ട്രൂ ആയ കണ്ടീഷൻ ആണ്. വീണ്ടും അവിടെ ഇൻക്രിമെന്റ് ചെയ്യും. വീണ്ടും അവിടെ ഐയുടെ വാല്യൂ ഇൻക്രിമെന്റ് ചെയ്തിട്ട് എന്ത് ചെയ്യും? ഐയുടെ വാല്യൂ 6 ആകുമ്പോഴാണ് അവിടെ കണ്ടീഷൻ ഫോൾസ് ആയി എന്ന് അറിഞ്ഞിട്ടായിരിക്കും അവിടെ നിന്ന് എന്ത് ചെയ്യുക? നമ്മൾ എക്സിറ്റ് ആയി വരിക. അതുകൊണ്ട് ഈ ഒരു ലൂപ്പ് നമ്മൾ ആക്ച്വലി എത്ര ടൈം വർക്ക് ചെയ്യുന്നുണ്ട്? n+1 ടൈംസ് വർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ അതാണ് ഈ ഒരു ലൂപ്പിന് ഈ കണ്ടീഷൻ n+1 ടൈംസ് വർക്ക് ചെയ്യുന്നുണ്ട്. ഇനീഷ്യലൈസേഷന് വേണ്ടി 1 യൂണിറ്റ് ഓഫ് ടൈം വർക്ക് ചെയ്യുന്നുണ്ട് അല്ലെ. അപ്പൊ ഇവിടെ ഒരു n+1 അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഫോർ ലൂപ്പിനകത്തേക്ക് സെവറൽ യൂണിറ്റ് കോസ്റ്റ് വരും. അത് ഇനിഷ്യലൈസ് ചെയ്യുന്നത് കൊണ്ട് അവിടെ 1 യൂണിറ്റ് ഓഫ് കോസ്റ്റ് വരുന്നുണ്ട്. ദെൻ നമ്മുടെ i ലെസ് ദാൻ ഓർ ഈക്വൽ ടു n എന്ന് പറഞ്ഞ ഈ ഒരു കണ്ടീഷൻ n+1 ടൈംസ് ആണ് അത് ചെക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് അവിടെ n+1 ആയിരിക്കും വരിക. i++ എന്ന് പറയുന്നത് എത്ര ടൈം വർക്ക് ചെയ്യുന്നുണ്ട്? n ടൈംസ് വർക്ക് ചെയ്യുന്നുണ്ട്. ആദ്യത്തെ ഇനിഷ്യലൈസേഷൻ നമ്മൾ കുറയ്ക്കുകയാണ്. അവിടെ നിന്ന് ശേഷമാണല്ലോ ആദ്യം i is equal to 1 ആക്കി കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നു, അകത്തേക്ക് വരുന്നു, തിരിച്ചു പോയാൽ അത് ഇൻക്രിമെന്റ് ചെയ്യാം. അപ്പൊ അതുകൊണ്ട് n ടൈംസ് ആയിരിക്കും അതും വർക്ക് ചെയ്യുന്നത്. അപ്പൊ ടോട്ടൽ നമ്മൾ നോക്കുമ്പോഴത്തേക്കിന് ഈ ഒരു ലൈനിലെ ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത് 2n+2 ആയിരിക്കും. ഓക്കെ, ഇനിഷ്യലൈസിന്റെ 1, പിന്നെ ഇതിന്റെ കോസ്റ്റ് എന്ന് പറയുന്നത് n+1ഉം ദെൻ പ്ലസ് നമ്മുടെ കോസ്റ്റ് ഓഫ് ഇൻക്രിമെന്റിങ്. ഓരോ തവണയും നമ്മൾ ഇൻക്രിമെന്റ് ചെയ്യുന്ന n ടൈംസ് ആണ് ഇൻക്രിമെന്റ് ചെയ്യുക. അങ്ങനെ ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത് 2n+2 ആയിരിക്കും വരിക. ഇനി അടുത്തത് നോക്കുകയാണ്, ഫോർത്ത് ലൈനിലേക്ക് വരുന്നതും ഇവിടെ ഈ ഒരു നോക്കുമ്പോഴത്തേന് ഇനിഷ്യലൈസേഷന് വേണ്ടിയിട്ട് ഇനിഷ്യലൈസേഷന് വേണ്ടി 1 യൂണിറ്റ് അവിടെ യൂസ് ചെയ്യുന്നുണ്ട്. പ്ലസ് നമ്മുടെ മൾട്ടിപ്ലിക്കേഷൻ 2 മൾട്ടിപ്ലിക്കേഷൻ അവിടെ വരുന്നുണ്ട്. 2 മൾട്ടിപ്ലിക്കേഷന് വേണ്ടി 2 യൂണിറ്റ് ഓഫ് ടൈം, 1 യൂണിറ്റ് അഡീഷന് വേണ്ടിയിട്ട്, 1 യൂണിറ്റ് അസൈൻമെന്റിന് വേണ്ടിയിട്ട്, അങ്ങനെ ടോട്ടൽ 4 യൂണിറ്റ് ആണ് അവിടെ യൂസ് ചെയ്യുക. ഈക്വൽ ടുവിന് വേണ്ടി 1 യൂണിറ്റ് എടുക്കും, അഡീഷന് വേണ്ടി 1 യൂണിറ്റ് എടുക്കും, 2 മൾട്ടിപ്ലിക്കേഷൻ, അങ്ങനെ ടോട്ടൽ 4 യൂണിറ്റ് എടുക്കും. പിന്നെ ഈ ഒരു ലൈൻ എത്ര തവണ വർക്ക് ചെയ്യും? ഈ ലൂപ്പിനകത്ത് കിടക്കുമായതുകൊണ്ട് n ടൈംസ് അത് വർക്ക് ചെയ്യുന്നുണ്ട്. n ടൈംസ് ഈ ഒരു ഫോർ ലൂപ്പിനകത്ത് കിടക്കുന്നത് കൊണ്ട് ഈ ടെം റിസൾട്ട് ഇസ് ഈക്വൽ ടു ടെം റിസൾട്ട് പ്ലസ് i ഇൻറ്റു i എന്ന് പറയുന്ന ഈ ഒരു സ്റ്റേറ്റ്മെന്റ് n ടൈംസ് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന്റെ ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത് 4n ആയിരിക്കും. ഓക്കെ, ദെൻ അടുത്ത് കഴിഞ്ഞിട്ട് ഈ ലൂപ്പിൽ നിന്ന് എക്സിറ്റ് ആയി കഴിഞ്ഞാൽ റിട്ടേൺ ടെം റിസൾട്ട് ആണ് പറയുക. അത് ഒരു തവണ വർക്ക് ചെയ്യുന്നുള്ളൂ. അത് അപ്പോൾ അതിന്റെ റിട്ടേൺ ചെയ്യുന്ന വാല്യൂ റിട്ടേൺ ആയതുകൊണ്ട് അതിനകത്ത് 1 യൂണിറ്റ് ഓഫ് ടൈം ആയിരിക്കും വർക്ക് ചെയ്യുക. അങ്ങനെ ഓവറോൾ ടോട്ടൽ നമ്മൾ എടുക്കുമ്പോഴത്തേക്കും ഇതിനകത്ത് എന്ന് പറയുന്നത് 6n+6 ആണ് ഇതിനകത്ത് ടോട്ടൽ. നമ്മുടെ ഈ ഒരു ഫുൾ അൽഗോരിതം എടുക്കുമ്പോൾ ഈ അൽഗോരിതം ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത് ഓവറോൾ കോസ്റ്റ് എന്ന് പറയുന്നത് 6n+6 ആണ്. അപ്പൊ ഞാൻ പറഞ്ഞിരുന്നു നമ്മളിത് ഓവറോൾ എടുക്കുമ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടിയിട്ടുള്ള ഓരോ യൂണിറ്റിന്റെയും ടോട്ടലായിട്ടല്ല നമ്മൾ എടുക്കുക. ഏറ്റവും ഹയസ്റ്റ് യൂണിറ്റ് എവിടെയാണോ വന്നത് അല്ലെങ്കിൽ ഏതാണോ ഹയസ്റ്റ് കോംപ്ലക്സിറ്റി കിടക്കുന്നത് അതായിരിക്കും നമ്മുടെ അൽഗോരിതത്തിന്റെ കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നോക്കുമ്പോഴത്തേന് നമ്മുടെ ടോട്ടൽ കോംപ്ലക്സിറ്റി എന്ന് പറയുന്ന ഹയസ്റ്റ് ആയിട്ട് കിടന്നത് n ആണ്. അതായത് നമ്മുടെ ഈ ഫോർ ലൂപ്പിനകത്ത് വരുന്ന n ആണ് ഹയസ്റ്റ് കോംപ്ലക്സിറ്റി ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? ഈ അൽഗോരിതത്തിന്റെ കോംപ്ലക്സിറ്റി എന്ന് പറയുന്ന ഓർഡർ ഓഫ് n എന്നായിരിക്കും നമ്മൾ അതിനെ റെപ്രസെന്റ് ചെയ്യുക. എങ്ങനെയാണ് കോംപ്ലക്സിറ്റി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് മനസ്സിലായോ? ഇനിയിപ്പോ ഏത് സ്റ്റേറ്റ്മെന്റ് വരുവാണെങ്കിൽ ഇപ്പൊ ലൂപ്സ് ഒക്കെ വരുവാണ്, അല്ലെങ്കിൽ ചിലപ്പോൾ ഇഫ് എൽസ് ഒക്കെ വരുവാണെന്നുണ്ടെങ്കിൽ സിമ്പിൾ സ്റ്റേറ്റ്മെന്റ് ആണ്, അല്ലെങ്കിൽ ഈക്വൽ ടു വന്നു, ഈക്വൽ ടു ഒന്ന്, മൾട്ടിപ്ലിക്കേഷൻ ഒന്ന്, അഡീഷൻ ഒന്ന്, അങ്ങനെ വെച്ചിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ട് ടോട്ടൽ നോക്കുമ്പോൾ ഏറ്റവും ഹയസ്റ്റ് കോംപ്ലക്സിറ്റി ഏത് സ്റ്റെപ്പിലാണോ വന്നത് അതായിരിക്കും നമ്മുടെ അൽഗോരിതത്തിന്റെ കോംപ്ലക്സിറ്റി ആയിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തെടുക്കുക. ഇതാണ് അനാലിസിസ് ഓഫ് സിമ്പിൾ അൽഗോരിതത്തിനകത്ത് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, ദെൻ
അടുത്തത് ഇനി പോളിനോമിയൽ ഇവാലുവേഷൻ ആണ്. ഇത് നിങ്ങളുടെ നമുക്ക് പഠിക്കാനുള്ള അടുത്തൊരു ടോപ്പിക്കാണ്. പോളിനോമിയൽ ഇവാലുവേഷൻ എന്ന് പറയും. എ പോളിനോമിയൽ ഇസ് ആൻ എക്സ്പ്രഷൻ ദാറ്റ് കണ്ടെയ്ൻസ് മോർ ദാൻ 2 terms. അപ്പൊ നമുക്ക് പോളിനോമിയൽ എന്താണെന്നൊക്കെ അറിയായിരിക്കും അല്ലെ. നമുക്ക് കോഎഫിഷ്യന്റും അതിന്റെ അതുപോലെ എക്സ്പോണന്റും ഉള്ള ടേംസ് എല്ലാം കൂടെ കമ്പൈൻ ചെയ്ത് ഇരിക്കുന്ന ഒരു എക്സ്പ്രഷനാണ് നമ്മൾ പോളിനോമിയൽ എക്സ്പ്രഷൻ എന്നൊക്കെ പറയുക. നമ്മൾ കൊച്ചു ക്ലാസ്സിലൊക്കെ മാത്സിനകത്തൊക്കെ പഠിച്ചതാണ്. പോളിനോമിയൽസ് ഒക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അപ്പൊ അതിനെ എങ്ങനെയാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നതെന്നും അത് എന്താണെന്നൊക്കെ ഉള്ളതാണ് നമ്മൾ ഇതിന് നോക്കാൻ പോവുക. ഇനി നമുക്കൊരു പോളിനോമിയലിനെ എങ്ങനെ നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാമെന്ന് നോക്കാം. ഇറ്റ് ക്യാൻ ബി ഇവാലുവേറ്റഡ് ത്രൂ ബ്രൂട്ട് ഫോഴ്സ് മെത്തേഡ് ആൻഡ് ഓണേഴ്സ് മെത്തേഡ്. അപ്പൊ നമുക്ക് 2 മെത്തേഡിലാണ് നമുക്ക് പോളിനോമിയലിനെ ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് പറ്റുക. 2 മെത്തേഡ് യൂസ് ചെയ്തിട്ട് നമുക്ക് പോളിനോമിയലിനെ ഇവാലുവേറ്റ് ചെയ്യാം. ഫസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് ബ്രൂട്ട് ഫോഴ്സ് മെത്തേഡ് ആണ്. സെക്കൻഡ് മെത്തേഡ് എന്ന് പറയുന്നത് ഓണേഴ്സ് മെത്തേഡ് ആണ്. ഈ 2 മെത്തേഡ്സ് വെച്ചിട്ടാണ് നമ്മൾ പോളിനോമിയലിനെ ഇവാലുവേറ്റ് ചെയ്യാം. അപ്പൊ നമ്മുടെ തന്നിരിക്കുന്ന ഒരു പോളിനോമിയൽ എന്ന് പറയുന്നത് പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 15x raised to 4 plus 17x cube minus 12x square plus 13x plus 16 എന്ന് പറയുന്ന ഒരു പോളിനോമിയൽ ആണെങ്കിൽ ഇതിനെ നമ്മൾ എങ്ങനെയാണ് ബ്രൂട്ട് ഫോഴ്സ് മെത്തേഡിൽ റെപ്രസെന്റ് ചെയ്യുക, അതേപോലെ ഹോണേഴ്സ് മെത്തേഡിൽ എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നതെന്നാണ് നോക്കുന്നത്. ആദ്യം ബ്രൂട്ട് ഫോഴ്സ് മെത്തേഡ് നോക്കാം. ബ്രൂട്ട് ഫോഴ്സ് മെത്തേഡ് നോക്കുമ്പോൾ പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 15 into എക്സ് ഇൻറ്റു എക്സ് ഇൻറ്റു എക്സ് ഇൻറ്റു എക്സ്, അതായത് എക്സ് റേസ് ടു 4 എന്നുള്ളതിന് നമ്മൾ എന്ത് ചെയ്തു 4 times എക്സ് ഇട്ട് കൊടുത്തു. ദെൻ പ്ലസ് 17 into എക്സ് ക്യൂബ് 3 തവണ എക്സിനെ മൾട്ടിപ്ലൈ ചെയ്യുന്നു. മൈനസ് 12 into എക്സ് സ്ക്വയർ 2 തവണ എക്സിനെ മൾട്ടിപ്ലൈ ചെയ്യുന്നു. 13 into എക്സ് പ്ലസ് 16 എന്ന് നമ്മൾ റെപ്രസെന്റ് ചെയ്യും. ഇതേ കാര്യം തന്നെ, അല്ലെങ്കിൽ ഈ ഒരു പോളിനോമിയലിനെ തന്നെ നമ്മൾക്ക് ഹോണേഴ്സ് മെത്തേഡിൽ റെപ്രസെന്റ് ചെയ്യുമ്പോൾ എങ്ങനെയാണെന്ന് നോക്കുക. നോക്കിയാട്ടെ. പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 15 into എക്സ്, 15ന്റെ കൂടെ ഒരു തവണ എക്സിനെ മൾട്ടിപ്ലൈ ചെയ്തുള്ളൂ. അതിന്റെ കൂടെ നമ്മൾ 17നെ ആഡ് ചെയ്തു. അപ്പൊ എന്ത് ചെയ്തു, ഇത് ബ്രാക്കറ്റിൽ ഇട്ടിട്ട് അത് ഇൻറ്റു എക്സ് ചെയ്തു. അപ്പൊ ഇവിടെ എന്ത് പറ്റി, 15 into എക്സ് സ്ക്വയർ ആയി, 17 into എക്സ് ആയി. വീണ്ടും അത് മൈനസ് 12 തേർഡ് ടേമിന് എടുത്തു, അത് ഇൻറ്റു എക്സ് ചെയ്തു. അപ്പൊ എന്ത് സംഭവിച്ചു, ഇവിടെ 15 into എക്സ് ക്യൂബ് ആയി, 17 into എക്സ് സ്ക്വയർ ആയി, 12 into എക്സ് ആയി. ഓക്കെ. ദെൻ വീണ്ടും ഈ ടേമിന്റെ കൂടെ പ്ലസ് 13 into എക്സ് എന്ന് ചെയ്യുമ്പോഴത്തേന് എന്ത് ചെയ്തു, 15 into എക്സ് റേസ് ടു 4 പ്ലസ് 17 into എക്സ് ക്യൂബ് പ്ലസ് 12 into എക്സ് സ്ക്വയർ പ്ലസ് 13 into എക്സ് പ്ലസ് 16 എന്നാണ് ഈ ഒരു ടേം നമ്മൾ എഴുതിയിരിക്കുന്നത്. ഈ രീതിയിൽ എഴുതുവാണെങ്കിൽ ഈ ഒരു മെത്തേഡിനെയാണ് എന്തെന്ന് വിളിക്കുക, ഹോണേഴ്സ് മെത്തേഡ് എന്ന് വിളിക്കുക. അപ്പൊ നമ്മൾ നോക്കുവാണെങ്കിൽ എന്താണ് ഇതിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്നുള്ളത് നമുക്ക് ഇനി അങ്ങോട്ട് നോക്കാം. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലായി കാണും. ഓരോ ടേമിന്റെയും കൂടെ നോക്കിയാട്ടെ, ഇവിടെ നമ്മൾ 15ന്റെ കൂടെ എക്സിനെ 4 times നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തു. പക്ഷെ ഇവിടെ വന്നപ്പോൾ നമ്മൾ 15നെ ഒരു തവണ, ഒരു മൾട്ടിപ്ലിക്കേഷൻ ഇവിടെ ഓരോ തവണയും വരുന്നുള്ളൂ. ബാക്കിയെല്ലാം ഓട്ടോമാറ്റിക് ആയിട്ട് വന്നിരിക്കുകയാണ് അല്ലെ. ഒരു തവണ എക്സിനെ ഇവിടെ മൾട്ടിപ്ലൈ ചെയ്തു, അടുത്തത് ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ഇവിടെയാണ് വന്നത്. അപ്പൊ നോക്കിയാൽ 1 2 3 4 4 മൾട്ടിപ്ലിക്കേഷൻ ഇവിടെ വരുന്നുള്ളൂ. പക്ഷേ നമ്മൾ ഇവിടെ നോക്കുവാണെങ്കിൽ എത്ര മൾട്ടിപ്ലിക്കേഷൻ നോക്കിയാട്ടെ, 1 2 3 4 5 6 7 8 9 10 മൾട്ടിപ്ലിക്കേഷൻ അവിടെ വന്ന സ്ഥാനത്ത് ഇവിടെ നമുക്ക് 1 2 3 4 4 മൾട്ടിപ്ലിക്കേഷൻ കൊണ്ട് മാത്രം നമുക്ക് എന്ത് പറ്റി, നമുക്ക് റിസൾട്ട് നമുക്ക് കിട്ടും. ഇത്രയുമാണ്. ഈ രീതിയിൽ വർക്ക് ചെയ്യുന്നത് കൊണ്ടാണ് ഹോണേഴ്സ് മെത്തേഡ് നമ്മുടെ ബ്രൂട്ട് ഫോഴ്സ് മെത്തേഡിനെ കാട്ടിൽ കുറച്ചുകൂടെ എഫിഷ്യന്റ് ആണെന്ന് പറയാനുള്ള കാരണം. നമുക്ക് മൾട്ടിപ്ലിക്കേഷന്റെ കൗണ്ട് കുറച്ചുകൊണ്ട് നമുക്ക് എഫക്റ്റീവ് ആയിട്ട് നമുക്ക് പോളിനോമിയൽ ഇവാലുവേറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു മെത്തേഡാണ് ഈ ഹോണേഴ്സ് മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ കോംപ്ലക്സിറ്റി ഒക്കെ നമ്മൾ ഇനി അങ്ങോട്ട് നോക്കുമ്പോൾ നമുക്ക് കാണാം. ആദ്യം അനാലിസിസ് ആണ്. നമ്മൾ ബ്രൂട്ട് ഫോഴ്സ് മെത്തേഡിന്റെ അനാലിസിസ് ആണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത്. ബ്രൂട്ട് ഫോഴ്സ് അപ്രോച്ച് ടു ഇവാലുവേറ്റ് a polynomial is a brute force approach to evaluate a polynomial is to evaluate all terms one by one. നമ്മുടെ പോളിനോമിയൽ ഇവാലുവേഷനകത്ത് ഓരോ ടേംസിനെ നമ്മൾ 1 by 1 ആയിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ഇവാലുവേറ്റ് ചെയ്യുക. ഫസ്റ്റ് കാൽക്കുലേറ്റ് എക്സ് റേസ് ടു n, മൾട്ടിപ്ലൈ ദ വാല്യൂ വിത്ത് റിലേറ്റഡ് കോഎഫിഷ്യന്റ് an. അപ്പൊ നമ്മൾ ആദ്യം എക്സ് റേസ് ടു n കാൽക്കുലേറ്റ് ചെയ്യുന്നു, അതിനെ a of n ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഇതേ സ്റ്റെപ്പ് തന്നെ റിട്ടേൺ ചെയ്ത് നമ്മൾ a0 ആവുന്നത് വരെ ഇതേ സ്റ്റെപ്സ് തന്നെയാണ് നമ്മൾ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേ ഇരിക്കുക. ആദ്യം a of n എന്ന് പറഞ്ഞൊരു ടേം എടുത്തു, അതിനെ എക്സ് റേസ് ടു n ടൈംസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു. a n മൈനസ് 1 എടുത്തു, ആ ടേമിനെ എക്സ് റേസ് ടു n മൈനസ് 1 ടൈംസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു. പ്ലസ് a of n മൈനസ് 2 എടുത്തു, അതിനെ എക്സ് റേസ് ടു n മൈനസ് 2 ടൈംസ് വർക്ക് ചെയ്യുന്നു. ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് a0 വരെ ഈ ഒരു പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്ത് പോകും. ഇതാണ് നമ്മുടെ ബ്രൂട്ട് ഫോഴ്സ് മെത്തേഡ് എന്ന് പറയാം. In the first term, it will take n multiplications. The second term n minus 1 multiplication, third term n minus 2 multiplication. അപ്പോൾ നമ്മൾ പറഞ്ഞതാണ് ഓരോ ടേമിന്റെയും കൂടെ എത്ര തവണയാണ് മൾട്ടിപ്ലിക്കേഷൻ നടക്കുന്നതെന്ന്. ഫസ്റ്റ് ടേമിന്റെ കൂടെ n ടൈംസ് n മൾട്ടിപ്ലിക്കേഷൻ നടക്കുന്നു, സെക്കൻഡ് ടേമിന്റെ കൂടെ n minus 1 മൾട്ടിപ്ലിക്കേഷൻ നടക്കുന്നു, തേർഡ് ടേമിന്റെ കൂടെ n minus 2 മൾട്ടിപ്ലിക്കേഷൻ നടക്കുന്നു. ദെൻ ഇങ്ങനെ
ലാസ്റ്റ് വരുമ്പോഴത്തേക്കിന് 0 മൾട്ടിപ്ലിക്കേഷൻ ഇങ്ങനെയായിരിക്കും പോവുക, അല്ലെങ്കിൽ 1 മൾട്ടിപ്ലിക്കേഷൻ ഇങ്ങനെയായിരിക്കും നമ്മൾ പോവുക. അപ്പൊ നോക്കിയാട്ടെ, അത് നോക്കുമ്പോഴത്തേക്കിന് ടി ഓഫ് എൻ എന്ന് പറയുന്നത് n പ്ലസ് n മൈനസ് 1 പ്ലസ് n മൈനസ് 2 പ്ലസ് എക്സെട്ര അപ് ടു 3 പ്ലസ് 2 പ്ലസ് 1. നമ്മൾ ഇന്നലെ പറഞ്ഞ സമ്മേഷനകത്ത് പറഞ്ഞ ഒരു ടേം ആണ് 1 പ്ലസ് 2 പ്ലസ് 3 പ്ലസ് എക്സെട്ര അപ് ടു n. നമ്മൾ അഡീഷൻ ചെയ്യുന്ന സമയത്ത് അതിന്റെ സമ്മേഷൻ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ ആണ് n ഇൻറ്റു n പ്ലസ് 1 ഡിവൈഡ് ബൈ 2 എന്ന് പറയുന്നത്. n ഇൻറ്റു n പ്ലസ് 1 ഡിവൈഡ് ബൈ 2 എന്ന് പറയുന്നത് n സ്ക്വയർ പ്ലസ് n ആണല്ലോ. നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേന് അല്ലെങ്കിൽ n ഓപ്പൺ ചെയ്യുമ്പോഴത്തേന് n സ്ക്വയർ കിട്ടും. അപ്പൊ ആ ഒരു ടോട്ടൽ ആ ഒരു ഇക്വേഷനകത്ത് ഏറ്റവും ഹയസ്റ്റ് കോംപ്ലക്സിറ്റി അല്ലെ ഹയസ്റ്റ് വാല്യൂ എന്ന് പറയുന്നത് n സ്ക്വയർ ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് എടുക്കാൻ പറ്റും ഇതിന്റെ ടൈം കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത് എന്താണ്, n സ്ക്വയർ ആണ് നമുക്ക് എടുക്കാൻ പറ്റും. n ഇൻറ്റു n സ്ക്വയർ ആയി. അപ്പൊ എന്ത് ചെയ്തു, നമ്മുടെ ടൈം കോംപ്ലക്സിറ്റി ഇതിനകത്ത് വരുന്ന ടൈം എന്ന് പറയുന്നത് n സ്ക്വയർ ടൈമിലായിരിക്കും ഈ ഒരു അൽഗോരിതം വർക്ക് ചെയ്യുക. അപ്പൊ ബ്രൂട്ട് ഫോഴ്സ് മെത്തേഡിന്റെ ടൈം കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത് n സ്ക്വയർ ആണ്. ഇനി ഇതേപോലെ തന്നെ നമുക്ക് അനാലിസിസ് ഓഫ് ഓണേഴ്സ് മെത്തേഡ് ആണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. ഓണേഴ്സ് മെത്തേഡ് വെച്ച് ചെയ്യുമ്പോൾ അതിന്റെ ടൈം കോംപ്ലക്സിറ്റി എന്താണെന്നാണ് നമ്മൾ ഇനി കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പോവുക. ഇൻ ദ ഫസ്റ്റ് ടേം ഇറ്റ് ടേക്സ് 1 മൾട്ടിപ്ലിക്കേഷൻ. ആദ്യത്തെ ടേമിന്റെ കൂടെ ഒരു മൾട്ടിപ്ലിക്കേഷൻ നടക്കുന്നു, സെക്കൻഡ് ടേമിന്റെ കൂടെ ഒരു മൾട്ടിപ്ലിക്കേഷൻ നടക്കുന്നു, തേർഡിന്റെ കൂടെ ഒരു മൾട്ടിപ്ലിക്കേഷൻ, ഫോർത്തിന്റെ കൂടെ ഒരു മൾട്ടിപ്ലിക്കേഷൻ. ഇത്രയും മാത്രമേ നടക്കുന്നുള്ളൂ. ഓരോ ടീമിന്റെ കൂടെയും ഓരോ മൾട്ടിപ്ലിക്കേഷൻ വീതം നടക്കുന്നത് കാരണം നമുക്ക് പറയാൻ പറ്റും ഇതിന്റെ ടൈം കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത് n ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഓരോ ടേമിന്റെയും കൂടെയും ഓരോ മൾട്ടിപ്ലിക്കേഷൻ വെച്ച് നടക്കുമ്പോൾ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കൗണ്ട് ചെയ്ത് പോകുമ്പോഴത്തേന് n ടൈംസ് ആണ്, അല്ലെങ്കിൽ n ടൈംസ് ആയിരിക്കും മൾട്ടിപ്ലിക്കേഷൻ നടക്കുക. അപ്പോ ഇതിനെ അനലൈസ് ചെയ്യുന്ന സമയത്ത് ഓണേഴ്സ് മെത്തേഡിന്റെ ടൈം കോംപ്ലക്സിറ്റി അല്ലെങ്കിൽ ഇതിന്റെ ടി ഓഫ് എൻ എന്ന് പറയുന്നത് n ആയിരിക്കും. അപ്പൊ ഇതിന്റെ ടൈം കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത് എന്തായി മാറും, ഓർഡർ ഓഫ് n ആയിരിക്കും. അപ്പൊ ഓണേഴ്സ് മെത്തേഡിന്റെ ടൈം കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത് ഓർഡർ ഓഫ് n ഉം ബ്രൂട്ട് ഫോഴ്സ് മെത്തേഡിന്റെ ടൈം കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത് ഓർഡർ ഓഫ് n സ്ക്വയറും ആണ്. ഇതാണ് പോളിനോമിയൽ ഇവാലുവേഷൻ ബൈ ബ്രൂട്ട് ഫോഴ്സ് മെത്തേഡ്, ഓണേഴ്സ് മെത്തേഡും. ഈ രണ്ട് മെത്തേഡ്സ് ആണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്, ബ്രൂട്ട് ഫോഴ്സ് മെത്തേഡ് എന്താണെന്നും ഓണേഴ്സ് മെത്തേഡ് എന്താണെന്നും. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ക്ലിയർ ആണെങ്കിൽ നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോകാം. നെക്സ്റ്റ് വൺ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ആണ്. മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ഒക്കെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. നമ്മൾ കൊച്ചു ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുള്ളതാണ്. മെട്രിക്സിന്റെ മൾട്ടിപ്ലിക്കേഷൻ, അഡീഷൻ, സബ്ട്രാക്ഷൻ, അതേപോലെ തന്നെ സി ഒക്കെ പഠിച്ചവരാണെങ്കിൽ അതിനകത്തൊരു സിയുടെ പ്രോഗ്രാംസ് ഒക്കെ ചെയ്യുന്നതാണ്. നമ്മൾ മെട്രിക്സിനകത്ത് വരുന്ന പ്രോഗ്രാംസ് ഒക്കെ നമ്മൾ ചെയ്യുന്നതാണ്. അപ്പം നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് മെട്രിക്സിന്റെ മൾട്ടിപ്ലിക്കേഷൻ ആണ്. മെട്രിക്സ് എന്ന് പറയുന്ന ഒരു സ്ക്വയർ മെട്രിക്സ് ഓഫ് ഓർഡർ n by n is an arrangement of set of elements in n rows and n columns. Let us take an example of a matrix of order 3 by 3. ഒരു 3 by 3 മെട്രിക്സിന്റെ ഓർഡർ ഉള്ള ഒരു എലമെന്റ്സ് ആണ് നമ്മൾ ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നതിൽ എടുക്കുന്നതെന്ന് കരുതുക. അപ്പൊ എന്ത് ചെയ്തു, a is equal to a11, a12, a13, a21, a22, a23, a31, a32, a33. ഇതൊരു 3 by 3 മെട്രിക്സ് ആണ്. 3 റോസും ഉണ്ട്, 3 കോളംസും ഉണ്ട്. അങ്ങനെ ഒരു 3 by 3 മെട്രിക്സ് ആണ് നമ്മളിവിടെ യൂസ് ചെയ്തേക്കുന്നത്. 3 റോസും 3 കോളംസും ഉള്ള ഒരു 3 by 3 മെട്രിക്സ് ആണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. അപ്പൊ ഇതിനകത്തിരിക്കുന്ന വാല്യൂസ് നമ്മളൊന്ന് നോക്കുക. ഇതിന് മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ നമ്മൾ നടത്തുമ്പോൾ ഫസ്റ്റ് കോളം ഇൻറ്റു ഫസ്റ്റ് റോ അങ്ങനെ ആയിരിക്കും നമ്മൾ പോവുക, അല്ലെങ്കിൽ ഫസ്റ്റ് റോ ഇൻറ്റു ഫസ്റ്റ് കോളം ഇങ്ങനെയായിരിക്കും നമ്മൾ പോവുക. അപ്പൊ 1 ഇൻറ്റു 5 പ്ലസ് 2 ഇൻറ്റു 7 അതാണ് ഫസ്റ്റ് എലമെന്റിന്റെ വാല്യൂ വരുന്നത്. അപ്പൊ നമ്മൾ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ 1 ഇൻറ്റു 5 പ്ലസ് 2 ഇൻറ്റു 7 ഇതായിരിക്കും ഫസ്റ്റ് എലമെന്റ്. നമ്മുടെ റിസൾട്ടിന്റെ ഫസ്റ്റ് എലമെന്റ് എന്ന് പറയുന്നത് അതായിരിക്കും വരിക. സെക്കൻഡ് എലമെന്റ് എന്ന് പറയുന്നത് ഫസ്റ്റ് റോ ഇൻറ്റു സെക്കൻഡ് കോളം ആണ് വരിക. അപ്പൊ 1 ഇൻറ്റു 6 പ്ലസ് 2 ഇൻറ്റു 8. ദെൻ തേർഡ് എലമെന്റ് എന്ന് പറയുന്നത് 3 ഇൻറ്റു 5 പ്ലസ് 4 ഇൻറ്റു 7. ഫോർത്ത് എലമെന്റ് എന്ന് പറയുന്നത് 3 ഇൻറ്റു 6 പ്ലസ് 4 ഇൻറ്റു 8 ആയിരിക്കും വരിക. അപ്പൊ നമ്മൾ നോക്കുമ്പോഴത്തേക്കും നമ്മുടെ റിസൾട്ട് കിട്ടി 19, 22, 43 ആൻഡ് 50. ദെൻ അപ്പൊ ഇത് എങ്ങനെയാണ് അതിന്റെ മെട്രിക്സിന്റെ മൾട്ടിപ്ലിക്കേഷൻ എങ്ങനെയാണ് പോകുന്നതെന്നാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. a00, a01 ഇതായിരിക്കും നമ്മുടെ മെട്രിക്സിന്റെ പൊസിഷൻ എന്ന് പറയുന്നത്. a00, a01, a10, a11. സെക്കൻഡ് മെട്രിക്സ് ആയ ബിക്ക് b00, b01, b10, b11. ഇതിന്റെ റിസൾട്ടന്റ് മെട്രിക്സ് ആയ സി വരുമ്പോഴത്തേക്കിന് c00, c01, c10, c11. അപ്പൊ ഇതിന്റെ ഫോർമുല എന്ന് പറയുന്നത് c00 എന്ന് പറയുന്ന മെട്രിക്സിനകത്ത് വരുന്ന വാല്യൂ എലമെന്റ് എന്ന് പറയുന്നത് a00 ഇൻറ്റു b00 പ്ലസ് a01 ഇൻറ്റു b10. ഇതായിരിക്കും നമ്മുടെ റിസൾട്ടന്റ് മെട്രിക്സിന്റെ ഫസ്റ്റ് എലമെന്റ് എന്ന് പറയുന്നത്. സെക്കൻഡ് എലമെന്റ് പറയുന്നത് c01 എന്ന് പറയുന്നത് a00 അതായത് ഈ പൊസിഷൻ ഇൻറ്റു b01 ഈ ഒരു വാല്യൂ പ്ലസ് a01 ഇൻറ്റു b11 ഇതായിരിക്കും സെക്കൻഡ് എലമെന്റ് എന്ന് പറയുന്നത്. ഈ രീതിയിലായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, മെട്രിക്സിനെ മൾട്ടിപ്ലൈ ചെയ്യുന്നത്. രണ്ട് മെട്രിക്സുകളുടെ മൾട്ടിപ്ലിക്കേഷൻ പ്രൊസീജിയർ ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്.
ഇനി നമ്മൾ കണ്ടിട്ടുള്ളതായിരിക്കും, പലർക്കും അറിയാവുന്നതാണ് ഇതിനകത്ത് മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ പ്രോഗ്രാം. നമ്മൾ n/n അല്ലെങ്കിൽ 3x3 മെട്രിക്സിന്റെ ഒക്കെ പ്രോഗ്രാംസ് നമ്മൾ ചെയ്തതാണ് സിക്കകത്തും C++നകത്തും. ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉള്ളവർക്കൊക്കെ അറിയായിരിക്കും. നമ്മൾ അതിന്റെ മെട്രിക്സിന്റെ ഒക്കെ പ്രോഗ്രാംസ്, മെട്രിക്സ് അഡീഷൻ, മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ, മെട്രിക്സ് സബ്ട്രാക്ഷൻ, ട്രാൻസ്പോസ് ഓഫ് എ മെട്രിക്സ് ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടി അതിന്റെ അൽഗോരിതം ആണിത്, മെട്രിക്സിന്റെ അൽഗോരിതം ആണിത്. നമ്മൾ മെയിൻ ആയിട്ട് മെട്രിക്സിന്റെ അൽഗോരിതത്തിനകത്ത് നമ്മൾ 3 ലൂപ്സ് ആണ് നമ്മൾ യൂസ് ചെയ്യുക. ഇന്നർ ലൂപ്പ് എന്ന് പറയുന്നത് 3 എണ്ണമാണ് വരിക. 4-നകത്തേക്ക് 0 തൊട്ട് i = 0 തൊട്ട് n-1 വരെ, j = 0 തൊട്ട് n-1 വരെ. ഇതിന്റെ കൂടാതെ നമ്മൾ മെട്രിക്സിന്റെ മൾട്ടിപ്ലിക്കേഷന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന 3rd ലൂപ്പാണ് k = 0 തൊട്ട് n-1 വരെ. ഇതിനകത്ത് വരുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ ആ മൾട്ടിപ്ലിക്കേഷൻ നമ്മൾ നടത്തുന്നത്. മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷന്റെ അൽഗോരിതം ആണിത്. അൽഗോരിതം നിങ്ങൾക്ക് മീൻസ് പ്രോഗ്രാം ആണ്. ഈ അൽഗോരിതം നിങ്ങൾക്ക് പഠിക്കേണ്ടത്, ഇതിന്റെ അനാലിസിസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പൊ ഇത് ഓരോന്ന് നോക്കുമ്പോഴത്തേക്കിന് ഇതിന്റെ ടൈം കോംപ്ലക്സിറ്റി ആണ് നമ്മൾ നോക്കുക. ഇവിടെ നോക്കിയാട്ടെ, ഞാൻ പറഞ്ഞിരുന്നു നമ്മൾ ഇന്നർ ലൂപ്സ്, നെസ്റ്റഡ് ലൂപ്സ് വരുമ്പോഴത്തേക്കിന് അതിന്റെ ടൈം കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത് n² ആണെന്ന് പറഞ്ഞിരുന്നു. ഇവിടെ നോക്കുമ്പോൾ നമുക്ക് 2 ലൂപ്പാണ് ഇന്നർ ലൂപ്സ് ആയിട്ട് വന്നിരിക്കുന്നത് അല്ലെ. അപ്പൊ ആദ്യത്തേതിനകത്ത് വരും, രണ്ടാമത്തെ ലൂപ്പ് ഉണ്ട്, 3 ലൂപ്സ് ഉണ്ട്. അപ്പൊ ടോട്ടൽ 3 ലൂപ്സ് ആയതുകൊണ്ട് ഇതിന്റെ ടൈം കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത് n³ ആയിരിക്കും. എന്തുകൊണ്ടാണ് n³ വന്നതെന്ന് ചോദിച്ചാൽ, ഐയുടെ വാല്യൂ 0 ആകുമ്പോൾ യുടെ വാല്യൂ 0 ആയി. ഇതെന്ത് ചെയ്യും, അത് കഴിഞ്ഞ് ഐയുടെ വാല്യൂ 0 ആയി, അകത്തേക്ക് വന്നു, ജെയുടെ വാല്യൂ 0 ആയി. ഇവിടേക്ക് വരുമ്പോൾ എന്ത് സംഭവിക്കും, k 0 തൊട്ട് n-1 വരെ വർക്ക് ചെയ്യും. ഓക്കെ, n-1 വരെ വർക്ക് ചെയ്യും. വീണ്ടും തിരിച്ച് എവിടോട്ടേക്കായിരിക്കും പോവുക, ജെയുടെ വാല്യൂ 1 ആകും. ജെയുടെ വാല്യൂ 1 ആയാൽ വീണ്ടും k = 0 തൊട്ട് n-1 വരെ വർക്ക് ചെയ്യും. വീണ്ടും ഇവിടുന്ന് തിരിച്ച് എങ്ങോട്ടേക്ക് വരും, ജെയിലേക്കാണ് പോവുക. ജെയുടെ വാല്യൂ 2 ആയി. ഇങ്ങനെ j n-1 ആകുന്നത് വരെ എന്ത് ചെയ്യും, ഈ ലൂപ്പ് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. ഇനി j n-1 ആയാലോ, ഇതിന് ലൂപ്പിന് പുറത്തിറങ്ങുമല്ലോ ചെയ്യുക, തിരിച്ച് എങ്ങോട്ടേക്ക് പോകും, ഈ ഫോർ ലൂപ്പിനകത്തേക്ക് പോകും. ഇതിന്റെ ഔട്ടർ ലൂപ്പ് ആയ ഐയിലേക്ക് വരും. ഐയുടെ വാല്യൂ അപ്പൊ എന്താവുകയുള്ളൂ, 1 ആവുകയുള്ളൂ. ഐയുടെ വാല്യൂ 1 ആയാൽ വീണ്ടും ഇതേ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യും. ജെയുടെ വാല്യൂ വീണ്ടും 0-ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യും. വീണ്ടും കെയുടെ വാല്യൂ 0 തൊട്ട് n-1 വരെ വർക്ക് ചെയ്യും. അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഈ ഇന്നർ ലൂപ്സ് ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പൊ അതുകൊണ്ടാണ് നമുക്ക് ഇതിന്റെ ടൈം കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത് n³ ആണെന്ന് പറയാനുള്ള കാരണം. ഓക്കെ, അതാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. ഫസ്റ്റ് സ്റ്റെപ്പ് ഈസ് ഫോർ ലൂപ്പ് വിൽ ബി എക്സിക്യൂട്ടഡ് n number of times, that is it will take order of n time. Second nested for loop will also run for n number of time and will take order of n times. Second loopum n times work ചെയ്യും. Then assignment statement inside second for loop will take constant time order of 1. It includes only one assignment. നമ്മൾ രണ്ടാമത്തേനകത്ത് ഇതിന്റെ അസൈൻമെന്റിന്റെ കാര്യമാണ് പറഞ്ഞത്. C of ij = 0. അസൈൻമെന്റിനെല്ലാം നമ്മൾ ഒരു യൂണിറ്റ് ഓഫ് ടൈം ആണ് എടുക്കുന്നത്, ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു. ദെൻ തേർഡ് ലൂപ്പ് എടുത്തു. തേർഡ് ഫോർ ലൂപ്പിനകത്തേക്ക് വരുമ്പോൾ ഇന്നർമോസ്റ്റ് നെസ്റ്റഡ് ലൂപ്പ് ആണ്. വിൽ ഓൾസോ റൺ ഫോർ n number of times. ഇതും നമ്മൾ വർക്ക് ചെയ്യുന്നതെന്ന് പറയുന്നത് n number of times ആയിരിക്കും ഇതും വർക്ക് ചെയ്യുക. ഓക്കെ, അപ്പൊ അതിനകത്ത് വരുന്നതും ഓർഡർ ഓഫ് n ടൈംസ് ആയിരിക്കും. അസൈൻമെന്റ് സ്റ്റേറ്റ്മെന്റിന് വേണ്ടിയിട്ട് 1 യൂണിറ്റ് ഓഫ് ടൈം, ഒരു മൾട്ടിപ്ലിക്കേഷൻ, ഒരു അഡീഷൻ, ഒരു സബ്ട്രാക്ഷൻ, എല്ലാം കോൺസ്റ്റന്റ് ടൈം നമ്മൾ അതിനെല്ലാം എടുക്കും. അപ്പൊ ടോട്ടൽ നമ്മൾ നോക്കുമ്പോഴത്തേക്കിന് ടോട്ടൽ കോംപ്ലക്സിറ്റി ഓഫ് ദ അൽഗോരിതം എന്ന് പറയുന്നത് n³ ആയിരിക്കും. ഇപ്പോൾ നമ്മുടെ ഒരു n/n ഓർഡർ ഉള്ള ഒരു മെട്രിക്സിന്റെ മൾട്ടിപ്ലിക്കേഷൻ നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ അതിന്റെ ടൈം കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത് ഓർഡർ ഓഫ് n³ ആയിരിക്കും. ഓക്കെ, ഇത്രയുമാണ് അതിനകത്ത് നിങ്ങൾക്ക് ഇതിനെ പറ്റി, മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷനെ പറ്റി പറയാൻ അത്രയുമാണ് ഉണ്ടായിരുന്നത്. ഒരു സെക്കൻഡ്, ഒരു മിനിറ്റ്. ഓക്കെ, ദെൻ എക്സ്പോണന്റ് ഇവാലുവേഷൻ. ഇനി നമ്മൾ അടുത്തത് പഠിക്കാൻ പോകുന്നത് എക്സ്പോണന്റ് ഇവാലുവേഷൻ എന്താണെന്നാണ്. അപ്പൊ നമ്മുടെ ബൈനറി എക്സ്പോണൻസിയേഷൻ മെത്തേഡ്സ് ഫോർ എക്സ്പോണന്റ് ഇവാലുവേഷൻ, ഇതിനകത്ത് മെയിൻ ആയിട്ട് നമ്മൾ 2 എക്സ്പോണൻസിയേഷൻ ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ലെഫ്റ്റ് ടു റൈറ്റ് ബൈനറി എക്സ്പോണൻസിയേഷനും റൈറ്റ് ടു ലെഫ്റ്റ് ബൈനറി എക്സ്പോണൻസിയേഷനും, ഇത്രയും ഈ ഒരു 2 എക്സ്പോണൻസിയേഷൻ ആണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ഈ ഓരോന്നിൻ്റെതും അൽഗോരിതം, അതിന്റെ സ്യൂഡോ കോഡ്, അതിന്റെ എക്സാമ്പിൾ, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ
ഓരോന്നിൻ്റെത് ലെഫ്റ്റ് ടു റൈറ്റ് ബൈനറിയുടേതും പഠിക്കും, റൈറ്റ് ടു ലെഫ്റ്റ് ബൈനറിയുടേതും നമ്മൾ പഠിക്കും. അപ്പൊ അതെ ഓരോന്ന് എന്താണെന്ന് നോക്കാം. ആദ്യം ഇവാലുവേറ്റിംഗ് എക്സ്പോണന്റ് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യണം. അപ്പൊ നമ്മുടെ എക്സ്പോണന്റ് തരുമ്പോൾ അല്ലെങ്കിൽ ഒരു വാല്യൂ നമുക്ക് ഈ രീതിയിൽ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്ന സമയത്ത് ബേസിൽ കിടക്കുന്ന വാല്യൂ, അതായത് ഈ എക്സ് റൈസ് ടു എ എന്ന് പറയുമ്പോൾ ഈ എ ആണ് നമ്മൾ എക്സ്പോണന്റ് എന്ന് വിളിക്കുക, താഴെ കിടക്കുന്ന എക്സിനെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നു, ബേസ് എന്ന് വിളിക്കും. ഓക്കെ, ഇപ്പൊ ഈ എക്സ്പോണന്റിന്റെ വാല്യൂ എന്താണോ, എന്തായാലും 1 ആയാലും 2 ആയാലും 3 4 എന്ത് വാല്യൂ ആയിക്കോട്ടെ, അതിന്റെ അർത്ഥം എക്സ് എന്ന് പറയുന്ന വാല്യൂ ഈ എ ടൈംസ് എന്ത് ചെയ്യുക, മൾട്ടിപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് എക്സ്പോണന്റ് എന്നതോട് ഉദ്ദേശിക്കുന്നത്. When you evaluate expressions with exponents, it is important to distinguish the base from the exponent. The exponent tells how many times to multiply the base by itself. The expression is read as x to a power, x to the a power എന്നായിരിക്കും നമ്മൾ വായിക്കുക. എക്സ് റേസ് ടു 5 എന്നോ എക്സ് റേസ് ടു 4 എന്നോ എന്തോ നമ്മളിങ്ങനെ വായിക്കും. എക്സ് റേസ് ടു 4 എന്ന് കണ്ടു കഴിഞ്ഞാൽ എക്സ് ഇൻറ്റു എക്സ് ഇൻറ്റു എക്സ് ഇൻറ്റു എക്സ്, എക്സിനെ നമ്മൾ 4 ടൈംസ് മൾട്ടിപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് അതിന്റെ മീനിങ്. ദെൻ ഇനി അതിന്റെ ലെഫ്റ്റ് ടു റൈറ്റ് ബൈനറിയുടെയാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. അതിന്റെ സ്യൂഡോ കോഡാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അതിന്റെ സ്യൂഡോ കോഡാണ് ഇവിടെ എഴുതി കാണിച്ചിരിക്കുന്നത്. ഇതെന്താണ് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ ആദ്യം അറേ എ എന്ന് പറയുന്ന ഒരു അറേ നമ്മുടെ ഉണ്ടായിരിക്കും. ആ അറേക്ക് ഒരു സൈസ് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരിക്കും, എസ് എന്ന് പറഞ്ഞൊരു സൈസ് കൊടുത്തിട്ടുണ്ടായിരിക്കും, വിത്ത് ബൈനറി സ്ട്രിങ് ഈക്വൽ ടു എക്സ്പോണന്റ് എൻ. അപ്പൊ നമ്മൾ അതിന്റെ ഒരു ബൈനറി സ്ട്രിങ് ഉണ്ടായിരിക്കും. ആ ബൈനറി സ്ട്രിങ്ങിന്റെ വാല്യൂ എന്ന് പറയുന്നത് എൻ എന്ന് പറയുന്ന എക്സ്പോണന്റിന് ഈക്വൽ ആയിരിക്കും. വേർ എസ് ഇസ് ദ ലെങ്ത് ഓഫ് ദ ബൈനറി സ്ട്രിങ്. എസ് എന്ന് പറയുന്നത് നമ്മുടെ ബൈനറി സ്ട്രിങ്ങിന്റെ ലെങ്തും ആയിരിക്കും. അപ്പൊ ആദ്യമേ തന്നെ ഇത് ജസ്റ്റ് ഇതിന്റെ ഒരു സ്യൂഡോ കോഡാണ്. അൽഗോരിതം നെക്സ്റ്റ് സ്ലൈഡ് വരുന്നതേ ഉള്ളൂ. ആദ്യം നമ്മൾ ചെയ്യുന്നത് സെറ്റ് റിസൾട്ട് ഇസ് ഈക്വൽ ടു എ. ആദ്യമേ തന്നെ നമ്മൾ റിസൾട്ട് എന്ന് പറയുന്ന ഒരു വേരിയബിളിനകത്തേക്ക് എ എന്ന് പറയുന്ന ഒരു വാല്യൂവിനെ ഇട്ട് കൊടുക്കും. ദെൻ നമ്മൾ സെറ്റ് ഐ എന്ന് പറയുന്നൊരു വേരിയബിൾ എടുക്കുന്നു. ആ വേരിയബിളിന്റെ വാല്യൂ എന്ന് പറയുന്നത് എസ് മൈനസ് 2 ആണ്. എസ് എന്ന് പറയുന്നത് നമ്മുടെ ബൈനറി സ്ട്രിങ്ങിന്റെ ലെങ്ത് ആണ്. എത്രയാണോ നമ്മുടെ ഇരിക്കുന്ന ബൈനറി സ്ട്രിങ്, ആ സ്ട്രിങ്ങിന്റെ ലെങ്തിനെയാണ് നമ്മൾ എസ് എന്ന് വിളിക്കുക. ആ എസിനെ എസിൽ നിന്ന് 2 മൈനസ് ചെയ്ത് കിട്ടുന്ന വാല്യൂ എന്താണോ അതായിരിക്കും ഐ എന്ന് പറയുന്ന ഒരു വേരിയബിളിനകത്തേക്ക് ഇരിക്കുന്നത്. ഓക്കെ, എന്നിട്ട് നമ്മൾ കമ്പ്യൂട്ട് ചെയ്യുകയാണ് റിസൾട്ട് ഇസിക്വൽ ടു റിസൾട്ട് ഇൻറ്റു റിസൾട്ട്. അതായത് നമ്മൾ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് നമ്മൾ ആ ബൈനറി വാല്യൂവിനെ നമ്മൾ എന്താ കാൽക്കുലേറ്റ് ഇവാലുവേറ്റ് ചെയ്യുക. അപ്പൊ റിസൾട്ടിനെ നമ്മൾ ആ റിസൾട്ട് കൊണ്ട് തന്നെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നു. അതിനുശേഷം ചെക്ക് ചെയ്യുന്നത് എ ഓഫ് ഐ, അതായത് നമ്മുടെ ആ ബൈനറി സ്ട്രിങ് ആ ഒരു അറേക്കകത്തുള്ള വാല്യൂ, അറേയുടെ ഐക്കകത്ത് ഇപ്പൊ എന്താണ് വാല്യൂ ഇരിക്കുന്നത്, ആ കറസ്പോണ്ടിങ് പൊസിഷനിൽ ഇരിക്കുന്ന വാല്യൂ 1 ആണെങ്കിൽ എന്ത് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്, റിസൾട്ടിനെ എ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഐ ഇസ് ഈക്വൽ ടു ഐ മൈനസ് 1 ആൻഡ് ഇഫ് ഐ ലെസ് ദാൻ ഈക്വൽ ടു 0. ഇപ്പോൾ ഐയുടെ വാല്യൂ എന്ന് പറയുന്നത് ഐ മൈനസ് 1 ആയി. ഇനി ഐയുടെ വാല്യൂ ലെസ് ദാൻ ഈക്വൽ ടു 0 ആയാൽ നമ്മൾ തിരിച്ച് വീണ്ടും സ്റ്റെപ്പ് 4ലേക്ക് പോകാം, എന്നിട്ട് റിട്ടേൺ ചെയ്യാം. ഇതിന്റെ അൽഗോരിതം ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അൽഗോരിതത്തിൽ അത് പറഞ്ഞിരിക്കുന്നത് തന്നെയാണ്. റിസൾട്ട് ഇസ് ഈക്വൽ ടു ആദ്യം നമ്മുടെ റിസൾട്ട് എന്ന് പറയുന്ന ഒരു വേരിയബിൾ അവിടെ എടുത്തിട്ടുണ്ട്. ആ വേരിയബിളിനകത്തേക്ക് കൊടുത്തിരിക്കുന്ന വാല്യൂ എ ആണ്. എ എന്ന് പറയുന്നത് ഇതാണ് നമ്മുടെ ഈ ഫൈനൽ വാല്യൂ എ റൈസ് ടു എൻ. ഇപ്പൊ എന്നിന്റെ വാല്യൂ എന്താണോ കൊടുത്തിരിക്കുന്നത് അതിനെ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യണം. ഇപ്പൊ എ റൈസ് ടു 5 ആണെങ്കിലും എ റൈസ് ടു 17 ആണെങ്കിലും എ റൈസ് ടു 10 ആണെങ്കിലും എന്തോ ആയിക്കോട്ടെ, അത്രയും തവണ എയുടെ എന്താ എക്സ്പോണൻഷ്യൽ നമ്മൾ ആ എക്സ്പോണന്റ് വെച്ചിട്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഈ അൽഗോരിതം കൊണ്ട് ഉദ്ദേശിക്കുക. അപ്പൊ നമ്മൾ എക്സ്പോണന്റ് എന്താണോ അത്രയും ടൈംസ് നമ്മൾ എ കണ്ടിന്യൂസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ടേ ഇരിക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് എ എന്ന് പറയുന്ന ഈ ബേസ് വാല്യൂവിനെ എന്ത് ചെയ്തു, റിസൾട്ട് എന്ന് പറയുന്ന ഒരു വേരിയബിളിനകത്തേക്ക് ഞാൻ ഇട്ട് കൊടുത്തു. എന്നിട്ട് ചെയ്തിരിക്കുന്നത് ഐ ഇസ് ഈക്വൽ ടു എസ് മൈനസ് 2 തൊട്ട് 0 വരെ. എസ് എന്ന് പറയുന്നത് നമ്മുടെ കയ്യിലുള്ള സ്ട്രിങ്ങിന്റെ ലെങ്ത് ആണ് എസ് എന്ന് പറയാം. 3 5 10 എന്തോ ആയിക്കോട്ടെ, ആ തന്നിരിക്കുന്ന സ്ട്രിങ്ങിൽ നിന്ന് 2 മൈനസ് ചെയ്യുന്ന ഒരു വാല്യൂ ആയിരിക്കും ഐയിലേക്ക് കൊടുക്കുക. അവിടം തൊട്ട് 0 വരെയാണ്, തിരിച്ചാണ് ഡിക്രിമെന്റ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു ലൂപ്പ് വർക്ക് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്തു, ആദ്യം ഐയുടെ വാല്യൂ എസ് മൈനസ് 2 ആയി. എന്നിട്ട് അതിൽ നിന്ന് അപ്പൊ നമുക്ക് എന്ത് ചെയ്തു, അവിടുത്തെ വാല്യൂ നമ്മൾ റിസൾട്ട് ഇസ് ഈക്വൽ ടു റിസൾട്ട് ഇൻറ്റു റിസൾട്ട് നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്യും. അതിനുശേഷം നോക്കുന്നത് എ ഓഫ് ഐയുടെ വാല്യൂ 1 ആണോ എന്ന് ചെക്ക് ചെയ്യുന്നു. 1 ആണെങ്കിൽ റിസൾട്ടിനെ എന്ത് ചെയ്യുക, റിസൾട്ട് ഇൻറ്റു എ ചെയ്യുക. ഓക്കെ, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, റിട്ടേൺ റിസൾട്ടിനെ നമ്മൾ റിട്ടേൺ ചെയ്യണം. ഇതിന്റെ എക്സാമ്പിൾ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ടു കമ്പ്യൂട്ട് എ റേസ് ടു 5. എ റേസ് ടു 5നെ നമ്മളിവിടെ കമ്പ്യൂട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ആദ്യം നമ്മൾ നോക്കുന്നത് ഹിയർ ടു ഫൈൻഡ് ദ വാല്യൂ ഓഫ് എ റേസ് ടു 5. എ റേസ് ടു 5ന്റെ വാല്യൂ നമ്മളിവിടെ ആദ്യം കാൽക്കുലേറ്റ് ചെയ്യുകയാണ്.
അപ്പൊ ആദ്യം ഇനിഷ്യലൈസ് ചെയ്യേണ്ടത് n is equal to 5 ആണ്. ആദ്യം n-ന്റെ വാല്യൂ 5 എന്ന് നമ്മൾ എടുത്തു. എന്താണ് 5 ആണ്, ഇവിടെ 5 ടൈംസ് ആണ്, നമ്മളിവിടെ എക്സ്പോണന്റിന്റെ വാല്യൂ 5 ആയതുകൊണ്ടാണ് n is equal to 5 എടുത്തു. അതിൻ്റെ അകത്തിരിക്കുന്ന ബൈനറി എന്ന് പറയുന്നത് 105, അതായത് ഇതിന്റെ ബൈനറി 5 എന്ന് പറയുന്ന വാല്യൂവിന്റെ ബൈനറി ആണ് 101 എന്ന് പറയുന്നത് അല്ലെ. ബൈനറി അറിയാമായിരിക്കുമല്ലോ, ഡിജിറ്റൽ ഇലക്ട്രോണിക്സിനകത്ത് നമ്മൾ പഠിക്കുന്നതാണ് ഒരു വേരിയബിളിന്റെ ബൈനറി എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യാന്നുള്ളത്. അപ്പൊ നമ്മൾ 101 എന്ന് പറയുന്നത് 5 ആണ്. അപ്പൊ 5 101 നമ്മൾ റെപ്രസെന്റ് ചെയ്തു. അപ്പൊ ഇതിന്റെ ലെങ്ത് ആണ് ഞാൻ എസ് ആയിട്ട് എടുക്കുക. ഇതിന്റെ ലെങ്ത് എന്ന് പറയുന്നത് 3 ആണ്. അപ്പൊ എന്ത് ചെയ്തു, സ്റ്റോർ ലെങ്ത് ഓഫ് ബൈനറി സ്ട്രിംഗ് ഇൻ എസ് ഇസ് ഇക്വൽ ടു 3. അപ്പൊ ഇതിന്റെ ലെങ്ത് എന്ന് പറയുന്നത് 3 ആയിട്ട് ഞാൻ എടുത്തു. ഓക്കെ, ദെൻ സ്റ്റോർ ബൈനറി സ്ട്രിംഗ് ഇൻ ദ അറേ. അപ്പൊ നമ്മുടെ ഈ ബൈനറി സ്ട്രിംഗ് 101 എന്ന് പറയുന്നത് നമ്മളൊരു സ്ട്രിങ്ങിനകത്തേക്ക് അറേക്കകത്തേക്ക് നമ്മൾ അതിനെ സ്റ്റോർ ചെയ്തു. എ ഓഫ് എസ് എന്നതിനെ നമ്മൾ വിളിച്ചു, ദാറ്റ് ഈസ് എ ഓഫ് 3. ആദ്യത്തെ സ്റ്റെപ്പിനകത്ത് നമ്മൾ ഓൾറെഡി അവിടെ പറഞ്ഞതാണ് റിസൾട്ട് ഇസ് ഈക്വൽ ടു എ എന്ന് പറയുന്ന ഒരു വാല്യൂ നമ്മൾ റിസൾട്ട് എന്ന് പറയുന്ന ഒരു വേരിയബിളിനകത്തേക്ക് ഞാൻ ഓൾറെഡി ഇനിഷ്യലൈസ് ചെയ്യുന്നു. ഫസ്റ്റ് ഐട്രേഷൻ വന്നു. ഫസ്റ്റ് ഐട്രേഷനകത്ത് വരുമ്പോൾ ഐ ഇസ് ഈക്വൽ ടു എസ് മൈനസ് 2 ആണ്. എസിന്റെ വാല്യൂ 3 ആയിരുന്നു, 3 മൈനസ് 2 1 ആയി. അപ്പൊ നമ്മുടെ ഐയുടെ വാല്യൂ 1 ആണ്. ഐയുടെ വാല്യൂ 1 ആയപ്പോൾ എന്ത് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്, റിസൾട്ട് ഇസ് ഈക്വൽ ടു റിസൾട്ട് ഇൻറ്റു റിസൾട്ട് ആണ്. റിസൾട്ടിനകത്തായിട്ട് ഇപ്പോഴത്തെ വാല്യൂ എ ആയിരുന്നു, അപ്പൊ എ ഇൻറ്റു എ സ്ക്വയർ ആയി. ഓക്കെ, നെക്സ്റ്റ് ഐട്രേഷൻ വരുന്നു. നെക്സ്റ്റ് ഐട്രേഷൻ വരുമ്പോൾ ഡിക്രിമെന്റ് ആണ് ചെയ്യുക. ഐയുടെ വാല്യൂ ആദ്യം 1 ആയിരുന്നു എന്നുണ്ടെങ്കിൽ അടുത്ത സ്റ്റെപ്പ് വന്നപ്പോഴത്തേന് ഐയുടെ വാല്യൂ 0 ആയി മാറി. ഐയുടെ വാല്യൂ 0 ആയപ്പോഴത്തേക്കിന് എന്ത് ചെയ്തു, റിസൾട്ട് ഇസ് ഈക്വൽ ടു റിസൾട്ട് ഇൻറ്റു റിസൾട്ട്, അതായത് എ സ്ക്വയർ ഇൻറ്റു എ സ്ക്വയർ എന്ന് കിട്ടും. അതായത് ഇവിടുത്തെ റിസൾട്ട് എന്ന് പറയുന്നത് എ സ്ക്വയർ ആയിരുന്നു. അപ്പൊ അത് മാറി എന്ത് സംഭവിച്ചു, റിസൾട്ട് ഇൻറ്റു റിസൾട്ട് ദാറ്റ് ഇസ് ഈക്വൽ ടു എ സ്ക്വയർ ഇൻറ്റു എ സ്ക്വയർ എന്ന് വരും. അതിനുശേഷം എന്ത് കിട്ടും, നമുക്ക് റിസൾട്ട് എന്തായിരിക്കും വരിക, എ സ്ക്വയർ ഇൻറ്റു എ സ്ക്വയർ, അത് എ റൈസ് ടു 4 എന്ന് പറഞ്ഞൊരു വാല്യൂ അവിടേക്ക് നമുക്ക് കിട്ടും. അതിനുശേഷം അതിന്റെ തൊട്ട് താഴത്തെ അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ ഇഫ് കണ്ടീഷൻ അവിടെ ചെക്ക് ചെയ്യുന്നുണ്ട്. ഇഫ് കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നത് എ ഓഫ് 0യുടെ വാല്യൂ 1 ആണോ എന്നുള്ളതാണ്. എ ഓഫ് 0യുടെ വാല്യൂ 1 ആണോ എന്നാണ് ചെക്ക് ചെയ്യുന്നത്. അത് 101 എന്നായിരുന്നു നമ്മുടെ 5 എന്ന് പറയുന്ന ആ നമ്പറിന്റെ ബൈനറി എന്ന് പറയുന്നത് 101 ആയിരുന്നു. 101 ആണെങ്കിൽ അതിന്റെ എ ഓഫ് 0യ്ക്കകത്ത് ഇരിക്കുന്ന വാല്യൂ എന്ന് പറയുന്നത് 1 ആണ്. എ ഓഫ് 0യുടെ വാല്യൂ 1 ആണെങ്കിൽ നമ്മുടെ റിസൾട്ടിലൂടെ എന്ത് ചെയ്യാനാണ് പറഞ്ഞിരുന്നത്, റിസൾട്ട് ഇസ് ഈക്വൽ ടു റിസൾട്ട് ഇൻറ്റു എ ചെയ്യാനാണ് പറഞ്ഞത്. അപ്പൊ എന്ത് ചെയ്തു, ഓൾറെഡി ഇവിടുത്തെ റിസൾട്ട് എ ഓഫ് 4 ആയിരുന്നു, എ റേസ് ടു 4 ആയിരുന്നു. എ റേസ് ടു 4 ഇൻറ്റു എ, അപ്പൊ എന്ത് കിട്ടും, എ റേസ് ടു 5 എന്ന് കിട്ടും. അപ്പൊ നമ്മുടെ റിസൾട്ട് എന്ത് നമുക്ക് കൊടുക്കാൻ പറ്റും, എ റേസ് ടു 5 എന്ന് നമുക്ക് റിട്ടേൺ ചെയ്യാനായിട്ട് പറ്റും. ഇങ്ങനെയാണ് ലെഫ്റ്റ് ടു റൈറ്റ് ബൈനറി എക്സ്പോണൻസിയേഷൻ. അത് നമ്മൾ ഇങ്ങനെയായിരിക്കും അത് വർക്ക് ചെയ്യാം. ഇനിയിപ്പോ ഇതിന്റെ ഒരു ബ്രൂട്ട് ഫോഴ്സ് മെത്തേഡ് ആണ് നമ്മൾ നോക്കുക. ബ്രൂട്ട് ഫോഴ്സ് മെത്തേഡ് ആണ് നമ്മൾ നോക്കുന്നത്. ബ്രൂട്ട് ഫോഴ്സ് മെത്തേഡ് ആയിരുന്നു ചെയ്യേണ്ടിയിരുന്നത് അല്ലെ ചെയ്തത് എന്നുണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന മൾട്ടിപ്ലിക്കേഷൻ എത്ര ടൈംസ് ആണെന്ന് നമ്മൾ നോക്കുക. ബ്രൂട്ട് ഫോഴ്സിനാണെങ്കിൽ ഫോർ ഐ സിക്വൽ ടു 1 തൊട്ട് n-1 വരെ വരുന്നു. റിസൾട്ട് സിക്വൽ ടു റിസൾട്ട് ഇൻറ്റു എ എന്ന് നമ്മൾ ചെയ്യും. അപ്പൊ ചെയ്യുമ്പോൾ എന്ത് ചെയ്ത് ആദ്യം റിസൾട്ട് എ ഇൻറ്റു എ ചെയ്യുന്നു, പിന്നെ എ ഇൻറ്റു എ ചെയ്യും, ദെൻ എ ഇൻറ്റു എ, ദെൻ ഫോർ മൾട്ടിപ്ലിക്കേഷൻ. അപ്പൊ ടോട്ടൽ എത്ര മൾട്ടിപ്ലിക്കേഷൻസ് ആണ് നമ്മളിവിടെ വന്നിരിക്കുന്നത്, എത്ര മൾട്ടിപ്ലിക്കേഷൻ നമ്മളിവിടെ ചെയ്യേണ്ടി വന്നു എന്നുള്ളത് നോക്കുക. പക്ഷെ ഇതിനെക്കാട്ടിലും നമ്മൾ ഏറ്റവും കുറച്ച് മൾട്ടിപ്ലിക്കേഷൻ വെച്ചുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു മെത്തേഡ് ആയിരുന്നു ഹോണേഴ്സ് മെത്തേഡ് വെച്ചിട്ട് നമ്മളിവിടെ ചെയ്തത്. ക്ലിയർ ആയി എന്ന് കരുതുന്നു. ഇനി അടുത്തൊരു എക്സാമ്പിളും കൂടെ പറയാം, എന്നിട്ട് ജസ്റ്റ് ഇന്ന് പഠിപ്പിച്ചത് മുഴുവൻ ഞാൻ ഒന്നുകൂടെ റിവൈസ് ചെയ്യാം, എന്നിട്ട് നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോകാം. അപ്പൊ അടുത്ത് എന്ന് പറയുന്നത് എ റേസ് ടു 17 കണ്ടുപിടിക്കാനാണ്. എ റേസ് ടു 17 എന്ന് പറയുന്ന ഒരു എ റേസ് ടു 17 ആണ് നമുക്ക് എക്സ്പോണൻസിയേഷൻ വെച്ചിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടതെന്ന് കരുതുക. അപ്പൊ 17 എന്ന് പറയുന്ന ഈ ഒരു എ റേസ് ടു 17 ആയപ്പോൾ എന്നിന്റെ വാല്യൂ 17 ആയി. എക്സ്പോണന്റിന്റെ വാല്യൂ ആണ് നമ്മളിവിടെ എന്നിന് ഇവിടെ ഇട്ട് കൊടുക്കുക. അപ്പൊ 17 ഞാൻ ഇവിടെ ഇട്ടു. അതിനുശേഷം 17ന്റെ ബൈനറി എന്ന് പറയുന്നത് 10001 ആണ് അല്ലെ. അപ്പൊ അത് 1 2 4 8 16 എന്നല്ലേ വരിക. അപ്പൊ 16 പ്ലസ് 1 എന്തായി മാറി 17 ആയി. അങ്ങനെയായിരിക്കും നമ്മൾ അതിന്റെ ബൈനറി എക്സ്പോണൻസിയേഷൻ എടുത്തു. ബൈനറി സ്ട്രിങ് നമ്മൾ എടുത്തു. ഈ ഒരു ബൈനറി സ്ട്രിങ്ങിന്റെ സൈസ് എന്ന് പറയുന്നത് 5 എലമെന്റ്സ് ആണ്, 5 ഡിജിറ്റ്സ് ആണുള്ളത് കൊണ്ട് എസിന്റെ വാല്യൂ 5 ആയിരിക്കും. ഇത്രയും ക്ലിയർ ആയി എന്ന് കരുതുന്നു. എസിന്റെ വാല്യൂ 5 ആയി. അപ്പൊ ആദ്യം എന്ത് ചെയ്തു, റിസൾട്ട് ഇസ് ഈക്വൽ ടു എ. ഞാൻ റിസൾട്ട് എന്ന് പറയുന്ന ഒരു വേരിയബിളിനകത്തേക്ക് എ എന്ന് പറയുന്ന ഒരു വാല്യൂ ഞാൻ ഇട്ട് കൊടുത്തു. ഓക്കെ, ആദ്യത്തെ ഫസ്റ്റ് ഐട്രേഷൻ വന്നു. ഫസ്റ്റ് ഐട്രേഷൻ വന്നപ്പം ഐ ഇസ് ഈക്വൽ ടു 3 ആണ്. ഫസ്റ്റ് വാല്യൂ എടുത്തപ്പോഴത്തേന് ഐയുടെ വാല്യൂ 3 ആയി. 3 എന്തുകൊണ്ടാണ് വന്നതെന്ന് ചോദിച്ചാൽ നമ്മളെ അൽഗോരിതത്തിനകത്ത് പറഞ്ഞിരുന്നത് ഐ ഇസ് ഈക്വൽ ടു എസ് മൈനസ് 2 തൊട്ട് 0 വരെ എന്നാണ്. എസിന്റെ വാല്യൂ 5 ആണെങ്കിൽ 5 മൈനസ് 2, അതായത് ഐയുടെ വാല്യൂ 3 തൊട്ട് 0 വരെ, അതായത് അത്രയും തവണ മാത്രം നമ്മൾ എന്ത് ചെയ്താൽ മതി,
മൾട്ടിപ്ലിക്കേഷൻ നടത്തിയാൽ മതി. 3 ടൈംസ് മാത്രമേ അവരുടെ മൾട്ടിപ്ലിക്കേഷൻ അല്ലെങ്കിൽ 4 ടൈംസ് മാത്രമേ മൾട്ടിപ്ലിക്കേഷൻ പോകുന്നുള്ളൂ. അപ്പൊ നോക്കിയാട്ടെ, ഐട്രേഷൻ ഫസ്റ്റ് ഐട്രേഷൻ വന്നപ്പോൾ ഐയുടെ വാല്യൂ 3 ആയിരുന്നു. അപ്പൊ എന്ത് ചെയ്തു? റിസൾട്ട് ഇസ് ഈക്വൽ ടു എ ഇൻറ്റു എ. എയുടെ വാല്യൂ ഓൾറെഡി റിസൾട്ടിനകത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. എ ഇൻറ്റു എ ചെയ്തു, എ സ്ക്വയർ എന്ന് കിട്ടി. എ ഓഫ് 3യുടെ വാല്യൂ നോട്ട് ഈക്വൽ ടു 1 ആണ്. ഓക്കെ, ഈക്വൽ ടു 1 ആണെങ്കിൽ മാത്രമേ നമ്മൾ അതിനകത്ത് വരുന്ന അടുത്തൊരു സ്റ്റെപ്പ് നമ്മൾ പോകുന്നുള്ളൂ. റിസൾട്ട് ഇൻറ്റു എ എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റെപ്പ് വർക്ക് ചെയ്യേണ്ടത് എപ്പോഴാണ്? അതിനകത്തിരിക്കുന്ന വാല്യൂ ഈക്വൽ ടു 1 ആണെങ്കിൽ എന്ന് നമുക്ക് ഓൾറെഡി നമ്മൾ മുമ്പത്തെ എക്സാമ്പിളിനകത്ത് കണ്ടപ്പോൾ അത് ക്ലിയർ ആയപ്പോൾ അത് ക്ലിയർ ആണെങ്കിൽ നിങ്ങൾക്കത് മനസ്സിലായി കാണും. എയുടെ വാല്യൂ, എ ഓഫ് 3യുടെ വാല്യൂ ഈക്വൽ ടു 1 ആണെങ്കിൽ മാത്രം അടുത്തൊരു സ്റ്റെപ്പ് കൂടെ വർക്ക് ആവും. ഇപ്പൊ നോട്ട് ഈക്വൽ ടു 1 ആയതുകൊണ്ട് ഇനി അങ്ങോട്ടൊന്നും വർക്ക് ചെയ്യുന്നില്ല. നെക്സ്റ്റ് ഐട്രേഷനിലേക്ക് വരും. ഐയുടെ വാല്യൂ ഡിക്രിമെന്റ് ആയി, ഐയുടെ വാല്യൂ 2 എന്ന് കിട്ടി. റിസൾട്ട് ഇസ് ഈക്വൽ ടു എ സ്ക്വയർ ഇൻറ്റു എ സ്ക്വയർ ആയി. എന്തുകൊണ്ടാണ് ഇവിടെ എ സ്ക്വയർ ആയത്? റിസൾട്ടിന്റെ വാല്യൂ ഇപ്പൊ എ സ്ക്വയർ ആണ്. റിസൾട്ട് ഇസ് ഈക്വൽ ടു റിസൾട്ട് ഇൻറ്റു റിസൾട്ട് എന്നാണ് അവിടെ നമ്മൾ കൊടുത്തിരുന്നത്. അപ്പൊ എ സ്ക്വയർ ഇൻറ്റു എ സ്ക്വയർ എ റേസ് ടു 4 വന്നു. വീണ്ടും കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നു. എ ഓഫ് 2 എന്ന് പറയുന്നത് നോട്ട് ഈക്വൽ ടു 1 ആണോ? അതെ, നോട്ട് ഈക്വൽ ടു 1 ആയത് കാരണം അതിന് താഴെയുള്ള വാല്യൂസ് സ്റ്റേറ്റ്മെന്റ് വർക്ക് ചെയ്യില്ല. വീണ്ടും നെക്സ്റ്റ് ഐട്രേഷനിലേക്ക് പോകും. ഐയുടെ വാല്യൂ 1 ആയി മാറി. റിസൾട്ട് എന്ന് പറയുന്നത് റിസൾട്ട് ഇൻറ്റു റിസൾട്ട്, അതായത് എ റേസ് ടു 4 ഇൻറ്റു എ റേസ് ടു 4, അതായത് എന്ത് കിട്ടും? എ റേസ് ടു 8 എന്ന് നമുക്ക് വാല്യൂ കിട്ടും. അതിനുശേഷം വീണ്ടും നമ്മൾ നോക്കുകയാണ്. എ ഓഫ് 1ന്റെ വാല്യൂ നോട്ട് ഈക്വൽ ടു 1 ആണ്. വീണ്ടും നെക്സ്റ്റ് ഐട്രേഷനിലേക്ക് പോകുന്നു. 4th ഐട്രേഷനിലേക്ക് വരും. ഐയുടെ വാല്യൂ 0 ആയി മാറി. റിസൾട്ട് എന്ന് പറയുന്നത് എ റേസ് ടു 8 ഇൻറ്റു എ റേസ് ടു 8 എന്ത് കിട്ടി? എ റേസ് ടു 16 എന്ന് കിട്ടി. 16 എന്ന് കിട്ടിക്കഴിഞ്ഞപ്പോൾ നമ്മൾ നോക്കുകയാണ്. എ ഓഫ് 0യുടെ വാല്യൂ ഈക്വൽ ടു 1 ആയി. എ ഓഫ് 0യുടെ വാല്യൂ അവിടെ ഈക്വൽ ടു 1 ആയപ്പോൾ എന്ത് ചെയ്തു? അതിനകത്ത് വരുന്ന സ്റ്റേറ്റ്മെന്റ് ഇതായിരുന്നു. റിസൾട്ട് ഇസ് ഈക്വൽ ടു റിസൾട്ട് ഇൻറ്റു എ എന്നായിരുന്നു കടന്നിരുന്നത്. അപ്പൊ എന്ത് ചെയ്തു? എ റേസ് ടു 16 ആണ് റിസൾട്ടിന്റെ വാല്യൂ. 16 ഇൻറ്റു എ, ദാറ്റ് ഇസ് ഈക്വൽ ടു എ റേസ് ടു 17 നമുക്ക് കിട്ടും. അപ്പൊ നമുക്ക് ആ എ റേസ് ടു 17 റിട്ടേൺ ചെയ്തു. ഈ ഒരു എക്സാമ്പിളിനകത്ത് നമുക്ക് ടോട്ടൽ 5 മൾട്ടിപ്ലിക്കേഷൻ ആണ് നമ്മൾ ചെയ്തിരിക്കുന്നത് ഇൻസ്റ്റെഡ് ഓഫ് 16 മൾട്ടിപ്ലിക്കേഷൻ. നമ്മൾ ബ്രൂട്ട് ഫോഴ്സ് മെത്തേഡ് ആണ് നിങ്ങൾ യൂസ് ചെയ്തിരുന്നത് എങ്കിൽ നമ്മുടെ നോർമൽ മെത്തേഡ് വെച്ചിട്ട് ചെയ്യുമ്പോൾ എ ഇൻറ്റു എ ഇൻറ്റു എ ഇൻറ്റു എ ഇൻറ്റു അങ്ങനെ വെച്ച് നോക്കുമ്പോഴത്തേന് 16 മൾട്ടിപ്ലിക്കേഷൻസ് നമുക്ക് വേണ്ടി വന്നേനേമായിരുന്നു. പക്ഷേ അത് നമ്മൾ മാറ്റി ഈ ഒരു മെത്തേഡ് നമ്മൾ യൂസ് ചെയ്തപ്പോഴത്തേക്കിന് 16 എന്നതിന് പകരം നമുക്ക് എത്ര മൾട്ടിപ്ലിക്കേഷൻ ആയിട്ട് നമുക്ക് കുറഞ്ഞു? 5 മൾട്ടിപ്ലിക്കേഷൻ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റി? നമുക്ക് ഈ ഒരു എക്സ്പോണൻസിയേഷൻ നമുക്ക് ചെയ്യാനായിട്ട് പറ്റി. ഇതാണ് ഈ ഒരു മെത്തേഡിന്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഓക്കെ, in this example, total number of multiplication is 5 instead of 16 multiplications in brute force algorithm, that is n-1. അതായത് n-1 വരുന്ന n-1 ടൈംസ് വർക്ക് ചെയ്യേണ്ട സ്ഥാനത്ത് നമ്മൾ ഓൾറെഡി നമ്മൾ എത്ര മാത്രം എടുത്തുള്ളൂ? 5 മൾട്ടിപ്ലിക്കേഷൻ മാത്രം വെച്ചിട്ട് നമുക്ക് ഈ ഒരു എക്സാമ്പിൾ നമുക്ക് സോൾവ് ചെയ്യാനായിട്ട് പറ്റി. അപ്പൊ ഇങ്ങനെ വെച്ച് നോക്കുമ്പോഴത്തേക്കിന് നമ്മുടെ ഇതിന്റെ ഒരു കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത് ഓർഡർ ഓഫ് ലോഗ് 2n ആണ്. നമ്മുടെ ഈ ഇത്രയും കുറച്ചുകൊണ്ട്, അതായത് നമ്മൾ ഈ ഒരു മെത്തേഡ് നമ്മൾ യൂസ് ചെയ്യുമ്പോഴത്തേക്കിന് നമ്മൾ ഇതിനകത്ത് യൂസ് ചെയ്യുന്ന മെട്രിക്സ് കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത് ഓർഡർ ഓഫ് ലോഗ് 2n ആണ്. ഓക്കെ, ഇത്രയുമാണ് ഈ ഒരു സ്ലൈഡിനകത്ത് നമ്മൾ നോക്കുന്നത്. നമുക്ക് അടുത്തതിന്റെ ബാക്കിയുള്ള നോക്കാം. അതിന് മുമ്പ് ഞാൻ ഈ ഒരു പ്രസന്റേഷൻസ് എല്ലാം ഒന്നുകൂടെ റിവൈസ് ചെയ്യാം. എന്തെങ്കിലും ഡൗട്ട്സ് എന്തെങ്കിലും നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്ലാരിറ്റി കിട്ടാൻ വേണ്ടിയിട്ട്. അസിംപ്റ്റോട്ടിക് നൊട്ടേഷൻസ് ആണ് നമ്മൾ സെക്കൻഡ് യൂണിറ്റിൽ നമ്മൾ പഠിച്ചത്. ഇന്നലെ നമ്മൾ അൽഗോരിതംസ് ആണ് നോക്കിക്കൊണ്ടിരുന്നത്. ഇന്ന് നമ്മൾ പഠിച്ചത് അസിംപ്റ്റോട്ടിക് ബൗണ്ട്സ്. ഇന്നലെ ഞാൻ ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്തിരുന്നു. അസിംപ്റ്റോട്ടിക് ബൗണ്ട്സ് എന്താണെന്നൊക്കെയാണ് നമ്മൾ ഇന്നലെ കുറച്ച് നമ്മൾ നോക്കി വെച്ചിരുന്നതാണ്. അതിനകത്ത് ആദ്യം നമ്മൾ പഠിച്ചത് സമേഷൻ ആണ്. പ്രോഡക്റ്റിന്റെ സമേഷനും അതിന്റെ പ്രോഡക്റ്റും ഒക്കെ എങ്ങനെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് പഠിച്ചു. കുറച്ച് സിമ്പിൾസ് നമ്മൾ 1 തൊട്ട് n വരെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെങ്കിൽ അതിന്റെ സിമ്പിൾ, അതിന്റെ ഇക്വേഷൻ എന്താണ്? സ്ക്വയേഴ്സ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അതെങ്ങനെയായിരിക്കും വർക്ക് ചെയ്യുക? ക്യൂബ് ആണെങ്കിൽ അതിന്റെ ഇക്വേഷൻ എന്താണെന്നൊക്കെ നമ്മൾ നോക്കി. ദെൻ നമ്മൾ പ്രോഡക്റ്റിന്റെ ഇക്വേഷൻ നമ്മൾ ചെക്ക് ചെയ്തു. ദെൻ ഫംഗ്ഷൻ എന്താണ്, ഒരു ഫംഗ്ഷൻ എന്താണ്, അതിനെ എങ്ങനെയാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യാൻ നോക്കി. ദെൻ ഫ്ലോർ ഫംഗ്ഷൻ എന്താണെന്ന് നോക്കി. ഫ്ലോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തന്നിരിക്കുന്ന ഒരു ഡെസിമൽ പോയിന്റ് തരികയാണെങ്കിൽ അതിന്റെ താഴേക്ക് ലെസർ നമ്പറിലേക്ക് നമ്മൾ അതിനെ റൗണ്ട് ചെയ്തെടുക്കുന്നതിനെയാണ് നമ്മൾ ഫ്ലോർ എന്ന് പറയുക. ദെൻ സീൽ ചെയ്യുകയാണെങ്കിൽ ഹയർ നമ്പറിലേക്കാണ് നമ്മൾ റൗണ്ട് ചെയ്തെടുക്കുന്നതാണെങ്കിൽ അതിനെയാണ് നമ്മൾ സീൽ ഫംഗ്ഷൻ എന്ന് വിളിക്കുന്നു. ദെൻ ലോഗരിതംസ് ആണ് നമ്മൾ നോക്കിയത്. ലോഗരിതംസ് മെയിൻ ആയിട്ടുള്ള നമ്മളൊക്കെ പഠിച്ചിട്ടുള്ള കുറച്ച് ലോഗരിതംസ് എന്തൊക്കെയാണെന്നുള്ളതാണ് ഇതിനകത്ത് ടേംസ്. ജസ്റ്റ് ഒന്ന് പോയിന്റ് ഔട്ട് ചെയ്തിട്ടുണ്ടെന്നുള്ളതേ ഉള്ളൂ. ദെൻ മോഡുലാർ അരിത്തമെറ്റിക് എന്താണ്, അല്ലെങ്കിൽ മോഡ് ഫംഗ്ഷൻ എന്താണെന്നാണ് നോക്കിയത്. മോഡ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് നമ്മൾ 2 വേരിയബിളിനെ തമ്മിൽ, അല്ലെങ്കിൽ 2 നമ്പേഴ്സ് തമ്മിൽ നമ്മൾ ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ ആ ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡറിനെയാണ് നമ്മൾ എന്താ വിളിക്കുക? മോഡ് വെച്ചിട്ട് നമുക്ക് കിട്ടുക. ലാസ്റ്റ്
നമുക്ക് എന്താണോ അതിന്റെ റിമൈൻഡർ, ഇപ്പൊ നമുക്ക് രണ്ട് വേരിയബിൾസിനെ തമ്മിൽ നമുക്ക് ഡിവൈഡ് ചെയ്യണം, ഡിവൈഡ് ചെയ്തിട്ട് നമുക്ക് റിമൈൻഡർ കിട്ടണം എന്നുണ്ടെങ്കിൽ, റിമൈൻഡർ നമുക്ക് റിസൾട്ട് വേരിയബിളിനകത്തേക്ക് നമുക്ക് എപ്പോഴെങ്കിലും ഒരു ആവശ്യത്തിന് എടുക്കണമെന്നുണ്ടെങ്കിൽ ആ റിമൈൻഡറിനെ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഫംഗ്ഷൻ ആണ് മോഡ് ഫംഗ്ഷൻ. അതിനെ നമ്മൾ ഒരു പെർസെന്റേജ് സിമ്പലിലാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുക. പ്രോഗ്രാം ഒക്കെ എഴുതുമ്പോൾ പെർസെന്റേജ് സിമ്പലിലാണ് നമ്മൾ മോഡ് ഫംഗ്ഷൻ റെപ്രസെന്റ് ചെയ്യുക. അപ്പൊ അതെങ്ങനെയാണ് എടുക്കുന്നത് എന്നൊക്കെയുള്ള കാര്യം നമ്മൾ നോക്കി. പിന്നെ നമ്മൾ കുറച്ച് മാത്തമാറ്റിക്കൽ എക്സ്പെക്ടേഷൻ എന്താക്കുകയാണെന്നാണ് പഠിച്ചത്. അതിനകത്ത് കുറച്ച് സ്റ്റുഡൻസിന്റെ റേഞ്ച് ഓഫ് മാർക്സ് അതിന്റെ പെർസെന്റേജ് ഒക്കെ വെച്ചിട്ട് നോക്കുമ്പോൾ അതിനെങ്ങനെയാണ് നമ്മൾ അതിന്റെ മാത്തമാറ്റിക്കൽ എക്സ്പെക്ടേഷൻ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് നോക്കി. ദെൻ അതിന്റെ ഇക്വേഷൻ പിന്നെ പഠിച്ചതാണ്. ഇതൊരു ഇമ്പോർട്ടന്റ് ആണ്. പ്രിൻസിപ്പിൾ ഓഫ് ഇൻഡക്ഷൻ മെത്തേഡ് ആണ് നമ്മൾ പിന്നെ പഠിച്ചത്. പ്രിൻസിപ്പിൾ ഓഫ് ഇൻഡക്ഷൻ ഞാൻ പറഞ്ഞത് ഒന്നുകൂടെ പറയാം. നമ്മളെ ഒരു ഇക്വേഷൻ തന്നിട്ട് അതിന് നമുക്ക് പ്രൂവ് ചെയ്യണം, ഇതാണ് എന്ന് പ്രൂവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ട മെത്തേഡ് എന്ന് പറയുന്നത്, ആദ്യം അതിന് ഇനീഷ്യൽ വാല്യൂ എന്താണോ 1ഓ 2ഓ എന്തോ ആയിക്കോട്ടെ, ഇനീഷ്യൽ വാല്യൂ വെച്ചിട്ട് അത് നമ്മളത് പ്രൂവ് ആണ് അല്ലെങ്കിൽ അത് ട്രൂ ആണ് നമ്മൾ പ്രൂവ് ചെയ്യണം. പ്രൂവ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അസ്യൂം ചെയ്യുകയാണ് n വെച്ചാലും n വരെയുള്ള ഏത് വാല്യൂ ഇട്ടാലും ഇത് ട്രൂ ആയിരിക്കും എന്ന് നമ്മൾ അസ്യൂം ചെയ്യുന്നു. ദെൻ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് n വരെ അത് ട്രൂ ആണെങ്കിൽ n+1ഉം ട്രൂ ആയിരിക്കും എന്ന് നമ്മൾ എന്ത് ചെയ്യണം, പ്രൂവ് ചെയ്യണം. ഇതാണ്, ഇങ്ങനെ നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ഈ ഒരു മെത്തേഡിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക, പ്രിൻസിപ്പിൾ ഓഫ് ഇൻഡക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇതിന് മെയിൻ ആയിട്ട് 3 സ്റ്റെപ്സ് ആണുള്ളത്. ഇൻഡക്ഷൻ ബേസ് എന്ന് വിളിക്കുന്നു, സെക്കൻഡ് ഇൻഡക്ഷൻ ഹൈപ്പോത്തസിസ്, തേർഡ് വൺ ഇൻഡക്ഷൻ സ്റ്റെപ്പ്. ഇൻഡക്ഷൻ ബേസ് എന്ന് പറയുന്നതാണ് നമ്മൾ എന്ത് ചെയ്യുക, ബേസ് വാല്യൂ, അതായത് നമ്മുടെ ഇനീഷ്യൽ വാല്യൂ ഇട്ടിട്ട് അതിനെ പ്രൂവ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക, ഇൻഡക്ഷൻ ബേസ് വാല്യൂ എന്ന് പറയുക. ദെൻ ഇൻഡക്ഷൻ ഹൈപ്പോത്തസിസ് എന്ന് വിളിക്കുന്നു. ഇൻഡക്ഷൻ ഹൈപ്പോത്തസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ 1 വെച്ച് ശരിയായതുകൊണ്ട്, 1 വെച്ച് ട്രൂ ആയതുകൊണ്ട് നമ്മൾ അസ്യൂം ചെയ്യുകയാണ് n വരെയുള്ള ഏത് വാല്യൂ ഇട്ടാൽ പോലും അത് ട്രൂ ആയിരിക്കും എന്ന് നമ്മൾ അസ്യൂം ചെയ്യുന്നു. ആ ഒരു അസംഷൻ ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക, ഇൻഡക്ഷൻ ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത്. ദെൻ ഇൻഡക്ഷൻ സ്റ്റെപ്പ് ആണ്. അതിനകത്ത് ചെയ്യുന്നത് എന്താണ്, അതിനകത്ത് നമ്മൾ ചെയ്യുന്നത് n വരുമ്പോൾ അത് ട്രൂ ആയാൽ n+1ലും അത് ട്രൂ ആയിരിക്കും എന്ന് ചെയ്യുന്നതാണ് ഇൻഡക്ഷൻ സ്റ്റെപ്പിൽ. അപ്പൊ അതിനൊരു എക്സാമ്പിൾ ആണ് ഇവിടെ കൊടുത്തിരുന്നത്. നമുക്ക് തന്നിരിക്കുന്ന 1 തൊട്ട് n വരെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ അതിന്റെ ഇക്വേഷൻ n×n+1/2 ആണ്. നമ്മളത് ത്രൂ ഇൻഡക്ഷൻ മെത്തേഡ് നമ്മളത് പ്രൂവ് ചെയ്യണം. ആദ്യം n-ന്റെ വാല്യൂ 1 ഇട്ട് കൊടുത്തു. 1 × 1+1/2 നമുക്ക് കിട്ടിയ റിസൾട്ട് എന്ന് പറയുന്നത് 1 ആണ്. അപ്പൊ എന്ത് കിട്ടി, അത് ട്രൂ ആണ് നമ്മൾ പ്രൂവ് ചെയ്തു. അപ്പൊ 1 വരുമ്പോൾ ട്രൂ ആയത് കാരണം നമ്മൾ ഹൈപ്പോത്തസിസ് എടുക്കുകയാണ്. n ഇട്ടാലും 1ന് പകരം അവിടെ n ഇട്ടാലും അത് ട്രൂ ആയിരിക്കും എന്ന് നമ്മൾ അങ്ങ് അസ്യൂം ചെയ്യുന്നു. ഇനി നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകുന്നത് n+1, n-ന് പകരം അവിടെ n+1 ഇട്ടാൽ അത് ട്രൂ ആയിരിക്കും എന്ന് നമ്മൾ പ്രൂവ് ചെയ്യണം. അതിനുവേണ്ടി നമ്മൾ ആദ്യം ചെയ്തത്, നമ്മൾ n-ന്റെ പ്ലേസിലെല്ലാം n+1 ഇട്ട് ആദ്യം നമ്മൾ നോക്കി എന്താണ് നമുക്ക് എന്ത് ഇക്വേഷൻ ആണ് വേണ്ടത്, ഈ രീതിയിലേക്കാണ് നമുക്ക് ഇക്വേഷൻ കൊണ്ടുവരേണ്ടതെന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കി. എന്നിട്ട് എന്ത് ചെയ്തു, ഇതിനെ ജസ്റ്റ് ഒന്ന് റീറൈറ്റ് ചെയ്തെടുത്തു. 1 തൊട്ട് n വരെ ഉള്ളതും പ്ലസ് അതിന്റെ കൂടെ ഒരു n+1 നമ്മൾ അഡീഷണൽ ആയിട്ട് കൊടുത്തത് മാത്രമേ ഉള്ളൂ. 1 തൊട്ട് n വരെ ഉള്ളതിന്റെ ഇക്വേഷൻ നമ്മൾ ഓൾറെഡി പ്രൂവ് ചെയ്തതാണ്. പ്രൂവ് ചെയ്ത് നമുക്ക് ഓൾറെഡി അറിയാം എന്താണ് 1 തൊട്ട് n വരെ ഉള്ളതിന്റെ ആഡ് ചെയ്താൽ എന്താണ് കിട്ടുന്നതെന്ന് അറിയാം. n×n+1/2 ആണെന്ന് അറിയാം. അത് പ്ലസ് n+1 അഡീഷണൽ ആയിട്ട് വന്ന n+1 എന്ന് പറഞ്ഞ ടേം നമ്മൾ അവിടെ ആഡ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് എന്ത് ചെയ്തു, ഈ 2നെ കൊണ്ട് അങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്തു. n×n+1 × 2 × n+1. ഇതിനകത്ത് n+1 കോമൺ ആക്കി എടുക്കുന്നു. n+1 × n+2/2. ഈ n+2 എന്നുള്ളതിനെ ജസ്റ്റ് ഒന്ന് റീറൈറ്റ് ചെയ്തതാണ് n+1 × n+1+1/2. ഈ റിസൾട്ട് എന്ന് പറയുന്നത് നമ്മൾ അസ്യൂം ചെയ്ത അല്ലെങ്കിൽ പ്രൂവ് ചെയ്യേണ്ടതായിട്ടുള്ള അത് തന്നെയാണ് നമുക്ക് കിട്ടിയത്. അപ്പൊ നമുക്ക് പറയാൻ പറ്റി ഇൻഡക്ഷൻ സ്റ്റെപ്പിലൂടെ ഈ ഒരു ഇക്വേഷൻ നമ്മൾ പ്രൂവ് ചെയ്തു. ഇതാണ് പ്രിൻസിപ്പിൾ ഓഫ് ഇൻഡക്ഷൻ. അത് നിങ്ങൾ പഠിക്കുക കേട്ടോ. ദെൻ അടുത്തത് നമ്മൾ നോക്കിയത് അൽഗോരിതം എഫിഷ്യൻസി ആണ്. മെയിൻ ആയിട്ട് 3 മെത്തേഡ് ആണുള്ളതെന്ന് പറഞ്ഞു. ബിഗ് ഒ നൊട്ടേഷൻ, ബിഗ് തീറ്റ നൊട്ടേഷൻ, ബിഗ് ഒമേഗ നൊട്ടേഷൻ. അസിംപ്റ്റോട്ടിക് നൊട്ടേഷൻ ആണ് നമ്മൾ ബെസ്റ്റ് കേസ്, വേർസ്റ്റ് കേസ്, ആവറേജ് കേസ്, 3 കേസസിലാണ് നമ്മളത് വർക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞു. വേർസ്റ്റ് കേസ് എന്ന് പറയുന്നതാണ് ബിഗ് ഒ നൊട്ടേഷൻ വെച്ചിട്ടാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. നമ്മുടെ ഒരു അൽഗോരിതത്തിന് ഒരു ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ ആ ഫംഗ്ഷന്റെ അപ്പർ ബൗണ്ടിലായിരിക്കും നമ്മുടെ g(n) ഉള്ളത് എന്നുണ്ടെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ഇത് വേർസ്റ്റ് കേസിലാണ് ഈ അൽഗോരിതം വർക്ക് ചെയ്യുന്നത്, അതല്ലെങ്കിൽ ബിഗ് ഒ നൊട്ടേഷനിലാണ് വർക്ക് ചെയ്യുന്നതെന്ന് പറയാൻ പറ്റും എന്ന് പറഞ്ഞു. അതിന്റെ ഇക്വേഷൻ ഞാൻ പഠിപ്പിച്ചിരുന്നു. ഒരു എക്സാമ്പിൾ വെച്ചിട്ട് ഇത് പറഞ്ഞു. ദെൻ ബെസ്റ്റ് കേസ് ആണ് പറഞ്ഞത്. ബെസ്റ്റ് കേസ് എന്ന് പറയുന്നത് ഒമേഗ നൊട്ടേഷൻ ആണ്. അതിനകത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ തന്നിരിക്കുന്ന ഫംഗ്ഷനെ കാട്ടിലും ലോവർ ബൗണ്ടിലാണ് g(n) എന്നുണ്ടെങ്കിൽ നമുക്ക് പറയാൻ പറ്റും നമ്മുടെ ഫംഗ്ഷൻ വർക്ക് ചെയ്യുന്നത് ബെസ്റ്റ് കേസിലാണ് വർക്ക് ചെയ്യുന്നത് നമുക്ക് പറയാൻ പറ്റും. അതിന്റെ ഇക്വേഷൻ പറഞ്ഞു വിത്ത് എക്സാമ്പിൾ. പിന്നെ ആവറേജ് കേസ് ആണ് പറഞ്ഞത് തീറ്റ നൊട്ടേഷൻ. തീറ്റ നൊട്ടേഷനകത്ത് നമ്മൾ പറഞ്ഞത് അപ്പർ ബൗണ്ടും ലോവർ ബൗണ്ടും ഇടയ്ക്ക് വരുന്ന ആവറേജിൽ മിഡിൽ പൊസിഷനിൽ വരുന്ന ഒരു വാല്യൂ ആണ് നമ്മൾ ആവറേജ് എന്ന് പറഞ്ഞാൽ റെപ്രസെന്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അതിന്റെ ഇക്വേഷൻ പറഞ്ഞു.
പിന്നെ നമ്മൾ കോംപ്ലക്സിറ്റി അനാലിസിസ് ഓഫ് സിമ്പിൾ അൽഗോരിതംസ് ആണ് പഠിച്ചത്. ഓർഡർ ഓഫ് 1 വരുന്ന കേസ് എന്താണെന്ന് പറഞ്ഞിരുന്നു. ഓർഡർ ഓഫ് 1 വരുന്ന കേസ് എന്ന് പറയുന്നത് സിമ്പിൾ സ്റ്റേറ്റ്മെന്റ് ഒക്കെ ആണെങ്കിൽ, ഇപ്പൊ അസൈൻമെന്റ്, ഇൻക്രിമെന്റ് പോലെയുള്ള സിമ്പിൾ സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതിന്റെ കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ടൈം ആണ്, ഓർഡർ ഓഫ് 1 ആയിരിക്കും. ഇനി നമ്മൾ ലൂപ്സ് ഒക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതിന്റെ എത്ര ടൈം ആണോ ആ ലൂപ്പ് വർക്ക് ചെയ്യുന്നത് അതായിരിക്കും അതിന്റെ ടൈം കോംപ്ലക്സിറ്റി. നോർമലി ഫോർ ലൂപ്പ് ഒക്കെ ആണെങ്കിൽ എന്നോ ഇപ്പൊ n+1 എന്ന് കൊടുക്കുകയാണെങ്കിൽ n+1 ഒക്കെ ആയിരിക്കും ടൈം കോംപ്ലക്സിറ്റി വരിക. ഇനി നെസ്റ്റഡ് ലൂപ്സ് ആണെങ്കിൽ അത് എത്ര തവണയാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത് അതനുസരിച്ചിരിക്കും അതിന്റെ ലൂപ്സ് വരുന്നത്. ഓർഡർ ഓഫ് n² ആയിരിക്കും നോർമലി ഇതിന്റെ റണ്ണിങ് ടൈം കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത്. ദെൻ ഓർഡർ ഓഫ് ലോഗ് n ആണ് ഇതിനകത്ത് വരുന്നത്. നമ്മുടെ മൾട്ടിപ്ലിക്കേഷനോ ഡിവിഷനോ ഒക്കെ നമ്മുടെ ഇൻക്രിമെന്റിനോ ഡിക്രിമെന്റിനകത്തേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കോഡ് ഫ്രാഗ്മെന്റ് അത് എവിടെയെങ്കിലും ഈ ടേംസ് ഈ ഡിവിഡൻഡോ അല്ലെ ഡിവൈഡ് ചെയ്യോ മൾട്ടിപ്ലൈ ചെയ്യോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും അതിന്റെ ടൈം കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത് ഓർഡർ ഓഫ് ലോഗ് n ആണ് നമുക്ക് പറയാൻ പറ്റും. then അടുത്തെന്ന് പറയുന്നത് ടൈം കോംപ്ലക്സിറ്റി ഓഫ് കോൺസിക്യൂട്ടീവ് ലൂപ്സ് ആണെങ്കിൽ ഫസ്റ്റ് ലൂപ്പിന്റെ വാല്യൂ ടൈം കോംപ്ലക്സിറ്റി പ്ലസ് സെക്കൻഡ് ലൂപ്പിന്റെ ടൈം കോംപ്ലക്സിറ്റി രണ്ടും കൂടെ നമുക്ക് ആഡ് ചെയ്യുന്നതായിരിക്കും ടൈം കോംപ്ലക്സിറ്റി. ദെൻ അടുത്തത് കോൺസിക്യൂട്ടീവ് ഇഫ് എൽസ് സ്റ്റേറ്റ്മെന്റ് ആണെങ്കിൽ അതിന്റെ റണ്ണിങ് ടൈം എന്ന് പറയുന്നത് കണ്ടീഷൻ ചെയ്യാൻ എടുക്കുന്ന ടൈം ആയിരിക്കും. അല്ലെങ്കിൽ ആ സ്റ്റേറ്റ്മെന്റിനകത്ത് ഇപ്പൊ നമ്മൾ ലൂപ്സ് ഒക്കെ യൂസ് ചെയ്യുവാണെങ്കിൽ അതെന്താണ് എന്നുള്ളതായിരിക്കും വരിക. ദെൻ ഇതിന്റെ അനാലിസിസ് നമ്മൾ പഠിച്ചു. ഒരു സ്റ്റേറ്റ്മെന്റ് തന്നപ്പോൾ സം എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് തന്നപ്പോൾ ക്യൂബിന്റെ ഒരു അൽഗോരിതം തന്നു. ഈ അൽഗോരിതത്തിന്റെ ഓരോ സ്റ്റെപ്പിന്റെ ടൈം കോംപ്ലക്സിറ്റി എന്താണെന്നും നമ്മൾ പറഞ്ഞതാണ്. ദെൻ പോളിനോമിയൽ ഇവാലുവേഷൻ ആണ് പിന്നെ പഠിച്ചത്. കോഎഫിഷ്യന്റും അതിന്റെ കറസ്പോണ്ടിങ് എക്സ്പോണന്റും ആണെങ്കിൽ ബ്രൂട്ട് ഫോഴ്സ് മെത്തേഡും ഹോണേഴ്സ് മെത്തേഡും വെച്ചിട്ട് എങ്ങനെയാണ് അത് വർക്ക് ചെയ്യുക, ഏതാണ് ബെറ്റർ, എന്തുകൊണ്ടാണ് ഹോണേഴ്സ് മെത്തേഡ് ബെറ്റർ ആണെന്ന് പറയാനുള്ള കാരണം എന്താണ് എന്നൊക്കെ എല്ലാം പറഞ്ഞു തന്നിരുന്നു. ദെൻ അടുത്തത് ഇനി അനാലിസിസ് ഓഫ് ബ്രൂട്ട് ഫോഴ്സ് മെത്തേഡ് ആണ്. നമ്മൾ എങ്ങനെയാണ് ബ്രൂട്ട് ഫോഴ്സ് മെത്തേഡിനെ അനലൈസ് ചെയ്യുന്നതെന്നാണ് നമ്മൾ നോക്കിയത്. ദെൻ അതിന്റെ ടൈം കോംപ്ലക്സിറ്റി പറഞ്ഞിരുന്നു. ഓർഡർ ഓഫ് n² ആണ്. കാരണം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് എലമെന്റിന്റെ കൂടെ നമ്മൾ എക്സിനെ n ടൈംസ് മൾട്ടിപ്ലൈ ചെയ്താൽ സെക്കൻഡ് എലമെന്റിന്റെ കൂടെ n-1 ടൈംസ് വർക്ക് ചെയ്യിക്കണം. ദെൻ തേർഡ് എലമെന്റ് കൂടെ n-2 ടൈംസ് മൾട്ടിപ്ലൈ ചെയ്യണം. ദെൻ അടുത്ത എലമെന്റ് കൂടെ n-3 അങ്ങനെ നമ്മൾ കുറച്ച് വന്നിട്ട് 3 + 2 + 1 ഈ ഒരു ഇത്രയും ടൈമാണ് നമ്മുടെ ഇതിനകത്ത് മൾട്ടിപ്ലിക്കേഷൻ നമുക്ക് വേണ്ടി വരുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഇതിന്റെ ടൈം കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത് ഓർഡർ ഓഫ് n² ആണെന്ന് പറയാനുള്ള കാരണം. ദെൻ അനാലിസിസ് ഓഫ് ഓണേഴ്സ് മെത്തേഡ് ആണ്. ഇത് വെച്ച് നോക്കുമ്പോൾ ഓരോ എലമെന്റിന്റെയും കൂടെ നമ്മൾ ഒരു തവണ മാത്രമേ മൾട്ടിപ്ലിക്കേഷൻ പോകുന്നുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിന്റെ ടൈം കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത് n ആണ്. ഓർഡർ ഓഫ് n ആയിരിക്കും നമ്മൾ ഈ ഓണേഴ്സ് മെത്തേഡിന്റെ ടൈം കോംപ്ലക്സിറ്റി. പിന്നെ നമ്മൾ പഠിച്ചത് മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ എന്താണെന്ന് പഠിച്ചു. മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ 3x3 ഒരു n/n മെട്രിക്സ് എന്ന് പറഞ്ഞാൽ എന്താണെന്നും അതിന്റെ മൾട്ടിപ്ലിക്കേഷൻ എങ്ങനെയാണെന്നും അതിന്റെ പ്രൊസീജിയർ എന്താണെന്നും എല്ലാം നോക്കി. അതിന്റെ ഒരു അൽഗോരിതം നോക്കി, അതിന്റെ ടൈം കോംപ്ലക്സിറ്റി നോക്കി. ദെൻ എക്സ്പോണന്റ് ഇവാലുവേഷൻ ആയിരുന്നു നോക്കിയത്. ലെഫ്റ്റ് ടു റൈറ്റ് ബൈനറി എക്സ്പോണൻസിയേഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്നും ഈ രണ്ട് രീതിയിലുള്ള എക്സ്പോണൻസിയേഷൻ ആണ് ഉണ്ടോയെന്ന് പറഞ്ഞു. അതിനകത്ത് ലെഫ്റ്റ് ടു റൈറ്റ് ബൈനറി ഡിവാലുവേഷൻ എങ്ങനെയാണെന്നാണ് നമ്മൾ ഇന്ന് ലാസ്റ്റിൽ നമ്മൾ പഠിച്ചു നിർത്തിയത്. അതൊന്നുകൂടെ ഞാൻ പറഞ്ഞുതരാം. അത് ഇനി റൈറ്റ് ടു ലെഫ്റ്റ് നമുക്ക് ഇന്ന് പഠിക്കാനുണ്ട്. അതുകൊണ്ട് പഠിച്ചിട്ടായിരിക്കും നമ്മൾ ഇന്നത്തെ ക്ലാസ് തീരുള്ളൂ. അപ്പൊ ആദ്യം സ്യൂഡോകോഡ് ടു കമ്പ്യൂട്ട് n ബൈ ലെഫ്റ്റ് ടു റൈറ്റ് എക്സ്പോണൻസിയേഷൻ മെത്തേഡ് അതാണ് ആദ്യം നോക്കിയത്. അതിന്റെ അൽഗോരിതം നമ്മൾ നോക്കി. അൽഗോരിതം ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം. നമ്മൾ ആദ്യം നമ്മൾക്ക് ഏത് വാല്യൂവിന്റെ ആണോ നമുക്ക് നമ്മുടെ ബേസ് വാല്യൂ എന്താണോ ആ ബേസ് വാല്യൂവിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, റിസൾട്ട് എന്ന് പറഞ്ഞൊരു ടേമിനകത്തേക്ക് ഞാൻ ഇനിഷ്യലൈസ് ചെയ്ത് കൊടുക്കുക ചെയ്തത്. അതിനുശേഷം i എന്ന് പറഞ്ഞൊരു വേരിയബിളിനകത്തേക്ക് s-2 s എന്ന് പറയുന്നത് എന്റെ ബൈനറി സ്ട്രിങ്ങിന്റെ ലെങ്ത് ആണ്. ഈ ബൈനറി സ്ട്രിങ്ങിന്റെ ലെങ്തിനെ ഞാൻ ലെങ്തിൽ നിന്ന് 2 മൈനസ് ചെയ്തിട്ടായിരിക്കും എന്ത് ചെയ്യുക, ഐക്കകത്തേക്ക് ഇനിഷ്യലൈസ് ചെയ്യുക. ആ വാല്യൂവിൽ നിന്ന് 0 വരെ ഡിക്രിമെന്റ് ചെയ്തിട്ടാണ് എനിക്ക് ലൂപ്സ് അത്രയും തവണ മാത്രമേ വർക്ക് ചെയ്യുന്നുള്ളൂ. അതല്ലാതെ നമ്മൾ ബ്രൂട്ട് ഫോഴ്സിനകത്ത് യൂസ് ചെയ്തതുപോലെ 5 കാൽക്കുലേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എനിക്ക് 4 ടൈംസ് മൾട്ടിപ്ലിക്കേഷൻ ആവശ്യമില്ല. പകരം എന്ത് ചെയ്തു, അതിൽ കുറച്ച് മാത്രം, അതിൽ അത് 1-2 കുറച്ച് മാത്രമേ എനിക്ക് മൾട്ടിപ്ലിക്കേഷൻ ഇവിടെ ആവശ്യമായിട്ട് വരുന്നുള്ളൂ. ഇപ്പം അതെങ്ങനെയാണെന്നാണ് നമ്മൾ ഇവിടെ നോക്കാൻ പോകുന്നത്. അത് ഐയുടെ വാല്യൂ എന്തായിട്ട് ഇനിഷ്യലൈസ് ചെയ്തു, s-2. എസ് എന്ന് പറയുന്നത് ഒന്നും കൂടെ പറയാം. നമ്മളിപ്പം a⁵5 അല്ലെങ്കിൽ a⁵6 ആണ് ഞാൻ കൊടുത്തുവെന്ന് കരുതുക. a⁵6 ആണെങ്കിൽ എന്നിന്റെ വാല്യൂ എന്താണ്, നമ്മുടെ എക്സ്പോണന്റിൽ കൊടുത്തിരിക്കുന്ന വാല്യൂ ആയിരിക്കും n. അതിന്റെ ബൈനറി റെപ്രസെന്റേഷൻ ആയിരിക്കും, അല്ല ബൈനറി റെപ്രസെന്റേഷൻ ലെങ്ത് ആയിരിക്കും s എന്ന് പറയുന്നത്. ഇപ്പൊ 3 ആണെങ്കിൽ 3, ഇപ്പൊ 7 ഒക്കെ ആണെങ്കിൽ 7 അല്ല, ഇപ്പോൾ 8 ആണ് നിങ്ങൾ യൂസ് ചെയ്യുന്ന ഒരു വാല്യൂ എന്നുണ്ടെങ്കിൽ 8-നാണെങ്കിൽ 4 ഡിജിറ്റ്സ് ആണ് വേണ്ടത്, അല്ലെങ്കിൽ 4 ബിറ്റ്സ് ആണ് നമ്മൾ ബൈനറി റെപ്രസെന്റ് ചെയ്യുന്നത്. 1000 എന്ന് പറയും. അപ്പൊ എന്ത് ചെയ്തു, 4 ബിറ്റ്സ് ആണ് വേണ്ടത്. അപ്പൊ നമ്മുടെ എസിന്റെ ലെങ്ത് എന്ന് പറയുന്നത് 4 ആയിരിക്കും. ആ 4-ൽ നിന്ന് നമ്മൾ 2-നെ മൈനസ് ചെയ്തിട്ടായിരിക്കും എന്ത് ചെയ്യുക, നമ്മുടെ ഐക്കകത്തേക്ക് ഇനിഷ്യലൈസേഷൻ പോകുന്നത്.
അത്രയും ടൈം മാത്രം ഈ ഒരു ലൂപ്പ് വർക്ക് ചെയ്താൽ മതി. അപ്പൊ എന്ത് ചെയ്തു, ഇനിഷ്യലൈസേഷൻ കഴിഞ്ഞതിന് ശേഷം റിസൾട്ട് ഇസ് ഈക്വൽ ടു റിസൾട്ട് ഇൻറ്റു റിസൾട്ട്. റിസൾട്ടിൽ ഇപ്പൊ വാല്യൂ എ ആണെങ്കിൽ ആ ബേസ് വാല്യൂവിനെ ബേസ് വാല്യൂ കൊണ്ട് തന്നെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നു. എന്നിട്ട് കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നത് എ ഓഫ് ഐ, ഐയുടെ വാല്യൂ ഇപ്പോൾ എന്താണോ ആ കറസ്പോണ്ടിങ് പൊസിഷനിൽ ഇരിക്കുന്ന വാല്യൂ എന്ന് പറയുന്നത്, ബൈനറി ഡിജിറ്റ് എന്ന് പറയുന്നത് 1 ആണെങ്കിൽ എന്ത് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്, റിസൾട്ട് ഇസ് ഈക്വൽ ടു റിസൾട്ട് ഇൻറ്റു എ ചെയ്യാനാണ് പറഞ്ഞിരിക്കുക. അതായത് നമ്മളിപ്പം ഓഡ് നമ്പേഴ്സ് ഒക്കെയാണ് വരുന്നതെന്നുണ്ടെങ്കിൽ, ഇപ്പൊ A⁵, 17 ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും ഒരു വാല്യൂ കൂട്ടി വരണമല്ലോ. ഇപ്പൊ നോർമലി നോക്കുകയാണെങ്കിൽ A⁻A², A⁴, A⁶ അങ്ങനെ പറഞ്ഞിട്ടല്ലേ പോവുക. അങ്ങനെ ഇപ്പൊ ഈവൻ നമ്പേഴ്സിന്റെ കേസിലായിരിക്കും നമ്മൾ അങ്ങനെ പോകാൻ പറ്റുള്ളൂ. ഓഡ് നമ്പർ വേണമെന്നുണ്ടെങ്കിൽ, ഓഡ് നമ്പർ ആണ് നിങ്ങൾക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ നമുക്കൊരു അഡീഷൻ ഓഡ് നമ്പർ വരണമെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇവിടെ ഈ ഒരു കണ്ടീഷൻ ഇവിടെ ചെക്ക് ചെയ്ത് പോവുക. നമ്മുടെ എക്സ്പോണന്റ് വാല്യൂ ഓഡ് ആണെങ്കിൽ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു കണ്ടീഷൻ ഇവിടെ കൊടുത്തിരിക്കുന്നത്, റിസൾട്ട് ഇസ് ഈക്വൽ ടു റിസൾട്ട് ഇൻറ്റു എ. ഇപ്പൊ എന്ത് ചെയ്തു, എന്നിട്ട് അതിനെ എന്ത് ചെയ്തു, റിസൾട്ടിനെ ഞാൻ ഇവിടെ റിട്ടേൺ ചെയ്തിരിക്കുന്നു. അതിനുശേഷം അതിന്റെ ഒരു എക്സാമ്പിൾ ആണ് ഇവിടെ കൊടുത്തത്. A⁵, ഇപ്പൊ എയുടെ വാല്യൂ 5 ആണെങ്കിൽ എങ്ങനെയാണ് ഇതിനെ റെപ്രസെന്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഇതിനെ കമ്പ്യൂട്ട് ചെയ്യുന്നതെന്നാണ് നോക്കുക. ആദ്യം എയുടെ വാല്യൂ 5 എന്ന് ഞാൻ കൊടുത്തു. 5 ആയതുകൊണ്ട് അതിന്റെ ബൈനറി എന്ന് പറയുന്നത് 101 ആണ്. അപ്പൊ എസിന്റെ വാല്യൂ 3 ആണ്. എന്ത് ചെയ്തു, ഈ 3 ആയത് കാരണം റിസൾട്ട് എന്ന് പറഞ്ഞ വേരിയബിളിനകത്തേക്ക് ഞാൻ എന്റെ ബേസ് വാല്യൂ എ ആയിരുന്നു, എ ഞാൻ അങ്ങോട്ട് കൊടുത്തു. അതിനുശേഷം ഫസ്റ്റ് ഐറ്ററേഷൻ സ്റ്റാർട്ട് ചെയ്യുകയാണ്. I = S-2. എസിന്റെ വാല്യൂ 3 ആയിരുന്നു, 3 - 2 അതായത് 1. അതായത് 2 തവണ മാത്രം ഈ ലൂപ്പ് വർക്ക് ചെയ്താൽ മതി. ഓക്കെ, ഇപ്പൊ 2 തവണ മാത്രം ഈ ലൂപ്പ് വർക്ക് ചെയ്താൽ മതി. അപ്പൊ എന്ത് ചെയ്തു, ഐയുടെ വാല്യൂ 3 - 2 ആയത് കാരണം I = 1 ആയി മാറി. ദെൻ റിസൾട്ട് ഇസ് ഈക്വൽ ടു A × A. ഓക്കെ, ഫസ്റ്റ് ലൂപ്പിനകത്തേക്ക് വന്നപ്പോഴത്തേന് റിസൾട്ട് ഇസ് ഈക്വൽ ടു A × A. എ തന്നെ മൾട്ടിപ്ലൈ ചെയ്തു, എന്ത് കിട്ടി, A² എന്ന് നമുക്ക് റിസൾട്ട് കിട്ടി. അതിനുശേഷം അവന് സെക്കൻഡ് ഇറ്ററേഷനിലേക്ക് പോയി I = 0. നമ്മൾ ഡിക്രിമെന്റ് അല്ലേ, ഐയുടെ വാല്യൂ 1 ആയി, അതിനുശേഷം ഐയുടെ വാല്യൂ 0 ആയി. ഐയുടെ വാല്യൂ 0 ആയപ്പോഴത്തേന് റിസൾട്ട് ഇസ് ഈക്വൽ ടു റിസൾട്ട് ഇൻറ്റു റിസൾട്ട്. വീണ്ടും റിസൾട്ടിനെ റിസൾട്ട് കൊണ്ട് തന്നെ മൾട്ടിപ്ലൈ ചെയ്തു. അപ്പൊ എന്ത് കിട്ടി, A² × A² എന്ത് വാല്യൂ ആയിരിക്കും വരിക, A⁴ എന്ന് വരും. അപ്പൊ നോക്കിയപ്പോ എന്ത് സംഭവിച്ചു, അതിനടുത്തൊരു ഇഫ് കേസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അവിടെയാണ് കണ്ടീഷൻ നമ്മുടെ ചെക്ക് ചെയ്യുന്നത്. ഇഫ് A⁴ = 1 ആണോ നോക്കുന്നു. A⁴ എന്ന് പറയുന്നത് = 1 ആണ്. 1 0 1 എന്നല്ലേ കിടക്കുക. അപ്പൊ A⁴ വാല്യൂ 1 ആണ്. അപ്പൊ എന്ത് ചെയ്തു, 1 ആയത് കാരണം നമ്മുടെ റിസൾട്ടിനെ A കൊണ്ട് ഒന്ന് മൾട്ടിപ്ലൈ ചെയ്തു. റിസൾട്ടിനെ A കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോ കിട്ടിയ റിസൾട്ട് എന്ന് പറയുന്നത് A⁵ ആണ്. അപ്പൊ നമുക്ക് റിസൾട്ടിനെ നമ്മൾ റിട്ടേൺ ചെയ്തു, A⁵ എന്ന് പറഞ്ഞ് റിട്ടേൺ ചെയ്തു. ഇനി ഇതേ സാധനം തന്നെ, അല്ലെങ്കിൽ ഇതേ അൽഗോരിതത്തിനെ നമ്മൾ ബ്രൂട്ട് ഫോഴ്സ് മെത്തേഡ് വെച്ചിട്ടാണ് നിങ്ങൾ വർക്ക് ചെയ്തിരുന്നത് എന്നുണ്ടെങ്കിൽ എത്ര മൾട്ടിപ്ലിക്കേഷൻ വേണ്ടി വന്നതിനുമായിരുന്നു നോക്കുക. അത്രയും മൾട്ടിപ്ലിക്കേഷൻ നമുക്ക് എന്ത് വന്നില്ല, 3 മൾട്ടിപ്ലിക്കേഷൻ കൊണ്ട് നമുക്ക് കാര്യങ്ങൾ ഇവിടെ തീർന്നു കിട്ടി. ഓക്കെ, 4 മൾട്ടിപ്ലിക്കേഷൻ വേണ്ടി വന്നില്ല, നമുക്ക് 3 മൾട്ടിപ്ലിക്കേഷൻ മാത്രമേ ഇവിടെ നമുക്ക് വേണ്ടി വന്നുള്ളൂ. അതാണ് ഈ ഒരു ഓണേഴ്സ് മെത്തേഡ് വെച്ചിട്ട് നമ്മൾ ചെയ്താലുള്ള പ്രയോജനം അല്ലെങ്കിൽ ഗുണം എന്ന് പറയുന്നത്. then ഇതുവരെ അടുത്തൊരു എക്സാമ്പിൾ ആണ്, വീണ്ടും ഒരു എക്സാമ്പിളും കൂടി ഇവിടെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. A⁻17 ആണെങ്കിൽ, എ എന്ന് പറയുന്ന ബേസ് ആണ്, അതിന്റെ വാല്യൂ 17 ആണെങ്കിൽ, എക്സ്പോണന്റ് വാല്യൂ 17 ആണെങ്കിൽ എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നതാണ് നോക്കുക. അപ്പൊ 17 ആയതുകൊണ്ട് 17ന്റെ ബൈനറി റെപ്രസെന്റേഷൻ ആണ് 10001. അതായത് ഇതിന്റെ ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത് 5 ആണ്. എസിന്റെ വാല്യൂ 5 എന്നിട്ടു. റിസൾട്ടിനകത്തേക്ക് A എന്ന് ഞാൻ കൊടുത്തു. ഫസ്റ്റ് ഐറ്ററേഷൻ വന്നപ്പോൾ ഐയുടെ വാല്യൂ എന്തായി മാറി, S-2 ചെയ്തു. എസ് എന്ന വാല്യൂ 5 ആയത് കാരണം 5 - 2 3 എന്ന് കിട്ടി. ഐയുടെ വാല്യൂ 3 എന്ന് കിട്ടി. റിസൾട്ട് ഇസ് ഈക്വൽ ടു A × A. എന്ത് കിട്ടി, A² എന്ന് എനിക്ക് വാല്യൂ കിട്ടി. അതിനുശേഷം ആദ്യം കണ്ടീഷൻ അടുത്ത് ചെക്ക് ചെയ്യാണ്, A⁵ ≠ 1 ആണോ എന്നാണ് ചെക്ക് ചെയ്യുക. അതെ, A⁵ എന്ന് പറയുന്ന വാല്യൂ ≠ 1 ആണ്. 1 ആയപ്പോഴത്തേക്കിന് എന്ത് ചെയ്തു, കണ്ടീഷൻ അടുത്ത ഐറ്ററേഷനിലേക്ക് പോയി, ഐറ്ററേഷൻ 2ലേക്ക് വന്നു. I = 2 ആയി. റിസൾട്ട് എന്ന് പറയുന്നത് A² × A² ചെയ്തു. അതിന്റെ വാല്യൂ A⁴ കിട്ടി. A⁵ വാല്യൂ ≠ 1 ആണ്. തേർഡ് ഐറ്ററേഷനിലേക്ക് പോയി, I = 1 ആയി. ദെൻ റിസൾട്ട് ഇസ് ഈക്വൽ ടു A⁴ × A⁴. മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ കിട്ടിയ റിസൾട്ട് എന്ന് പറയുന്നത് A⁸ ആണ്. A⁴ വാല്യൂ ≠ 1 ആണോ നോക്കി, അതെ, ≠ 1 ആണ്. അടുത്ത ഐറ്ററേഷൻ 4ലേക്ക് പോയി, I = 0 ആയി മാറി. റിസൾട്ട് എന്ന് പറയുന്നത് A⁸ × A⁸ എന്ന് കിട്ടി, A⁻16 എന്ന് കിട്ടി. അതിനുശേഷം A⁻0 എന്ന് പറയുന്നത് 1 ആണോ നോക്കി, അതെ 1 ആണ്. 1 ആയപ്പോഴത്തേന് എന്ത് ചെയ്തു, റിസൾട്ടിന്റെ കൂടെ നമ്മൾ A മൾട്ടിപ്ലൈ ചെയ്യുന്നു. റിസൾട്ട് ഇസ് ഈക്വൽ ടു A⁻16 × A. എന്ത് കിട്ടി, A⁻17 എന്ന് കിട്ടി. ആ A⁻17 നമ്മൾ ഇവിടെ എന്ത് ചെയ്തു, റിട്ടേൺ ചെയ്തു. അപ്പൊ ഇൻസ്റ്റെഡ് ഓഫ് 16 മൾട്ടിപ്ലിക്കേഷൻസ് നമ്മൾ എന്ത് മാത്രം ചെയ്തോളൂ, 5 മൾട്ടിപ്ലിക്കേഷൻ കൊണ്ട് നമുക്ക് റിസൾട്ട് കിട്ടാനായിട്ട് പറ്റി.
അപ്പൊ ഇതിന്റെ ടൈം കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത് ഓർഡർ ഓഫ് ലോഗ് ടു എൻ ആണ്. ഇത്രയുമാണ് നമ്മൾ ഇന്ന് പഠിച്ചത്. ഇനി നമ്മൾ അടുത്ത ടോപ്പിക്കിലേക്ക് കടക്കുകയാണ്. ഇതുവരെ ഞാൻ പറഞ്ഞതിനകത്ത് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഇപ്പൊ ചോദിക്കാം, ഇല്ലെങ്കിൽ അടുത്ത ടോപ്പിക്കിലേക്ക് നമുക്ക് കിടക്കാം. ചോദിച്ചോ ഹരിത. ഹലോ മിസ്. ചോദിച്ചോ പറഞ്ഞു. മിസ് ഇതില് ഒരു ഓർഡർ ഓഫ് എന്നിന്റെ ഇപ്പൊ പറഞ്ഞല്ലോ, ലോഗ് ഓർഡർ ഓഫ് ലോഗ് എൻ എന്നുള്ള ആ ഒരു കേസ് പറഞ്ഞല്ലോ. അത് ഇതിന്റെ മുമ്പേ ഇപ്പൊ മിസ് ഓർഡർ ഓഫ് എൻ എൻ സ്ക്വയർ ഇതൊക്കെ പറഞ്ഞ സമയത്ത് പറഞ്ഞിട്ടില്ലേ? ആ ഒരു പോർഷനും ഈ ഒരു പോർഷനും തമ്മിൽ മീൻസ് അതൊരു ഒരു ചെറിയൊരു ക്ലാരിറ്റി കുറവുണ്ടായിരുന്നു. എനിക്ക് മനസ്സിലായില്ലേനു. ഒന്നുകൂടി പറഞ്ഞുതരാവോ? എനിക്ക് ചോദ്യം ക്ലിയർ ആയില്ല. അതായത് ഇപ്പൊ ഈ ഓർഡർ ഓഫ് ലോഗ് എൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോംപ്ലക്സിറ്റി ഇല്ലേ, നമ്മള് ആ സംഭവം എപ്പോഴാണ് വരിക എന്നുള്ളത് എനിക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടില്ലേന്നു. ഓക്കെ മനസ്സിലായി. ഓക്കെ. അത് ഈ നോർമലി നമ്മൾ ഈ വരുന്ന സമയം എപ്പോഴാ വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ ഇത് ഇങ്ങനെയുള്ള കേസിൽ ഇപ്പൊ നമ്മള് ഫുൾ മൾട്ടിപ്ലിക്കേഷൻ വേണ്ട ലൂപ്പിനകത്തേക്ക് വരുമ്പോൾ കുറച്ച് ഈ മൾട്ടിപ്ലിക്കേഷൻസ് ഒക്കെ നമ്മൾ കൂടുതൽ യൂസ് ചെയ്യുകയൊക്കെ ആണെങ്കിൽ അതിന് വരുന്ന കേസാണ് ഈ ലോഗ് എന്ന് പറയുക, ലോഗരിതം എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ നോക്കുമ്പോൾ നോർമൽ ഒരു ലൂപ്പ് വർക്ക് ചെയ്യുന്ന അത്രയും ടൈം നമ്മൾ ഈ ലൂപ്സ് വർക്ക് ചെയ്തിട്ടില്ല. ആക്ച്വലി നോക്കുകയാണെങ്കിൽ നമ്മളിപ്പോ നോർമൽ ബ്രൂട്ട് ഫോഴ്സ് മെത്തേഡ് നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ 1 തൊട്ട് n വരെ യൂസ് ചെയ്യുന്ന ആ ഒരു ടൈം നമ്മൾ ഇതിനകത്ത് നമ്മൾ യൂസ് ചെയ്ത് പോകുന്നില്ല. പകരം ഹോണേഴ്സ് മെത്തേഡ് ഹലോ മിസ് കേൾക്കുന്നുണ്ട്. ഹോണേഴ്സ് മെത്തേഡ് വെച്ചിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് മൾട്ടിപ്ലിക്കേഷന്റെ കൂടുതൽ മൾട്ടിപ്ലിക്കേഷൻസ് ആണ് ഇവിടെ യൂസ് ചെയ്ത് പോകുന്നത്. അപ്പൊ മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷൻ അതിന്റെയൊക്കെ കൂടുതലായിട്ട് നമ്മൾ വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു കേസിലൊക്കെയാണ് നമ്മൾ ഈ ലോഗരിതംസ് വരുന്നത്. അപ്പൊ നമ്മൾ ഈ ഒരു ലൂപ്പ് വർക്ക് ചെയ്യുമ്പോൾ അതിനകത്ത് വരുന്ന റെപ്രസെന്റേഷൻ എന്ന് പറയുന്നത് ഓർഡർ ഓഫ് ലോഗ് ടു എൻ ആണ് എന്നുള്ളതാണ് ഇതിനകത്തിന്റെ കോംപ്ലക്സിറ്റി വരിക. ഓക്കെ, അതായത് ഇപ്പൊ എന്നിന്റെ വാല്യൂ 2s ടൈംസ് ആണ് നമ്മളിവിടെ വർക്ക് ചെയ്യുക. നമ്മളത് ലോഗ് ആയിട്ട് എഴുതുന്ന സമയത്താണ് ലോഗ് ടു എൻ എന്ന് പറഞ്ഞ് അതിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. മനസ്സിലായോ? എന്നിന്റെ വാല്യൂ 2s ടൈംസ് എന്നുള്ളതിനെ നമ്മളത് റെപ്രസെന്റ് ചെയ്യുന്ന മെത്തേഡാണ് ലോഗ് ടു എൻ എന്ന് പറയുന്നത്. ഞാൻ അടുത്ത സ്ലൈഡ് പ്രസന്റേഷൻ എടുക്കാമേ. ഒരു മിനിറ്റ്. ഓക്കെ, എക്സ്പോണന്റ് ഇവാലുവേഷന്റെ റൈറ്റ് ടു ലെഫ്റ്റ് ബൈനറി എക്സ്പോണൻസിയേഷൻ ആണ് നമ്മൾ ഇന്ന് ബാക്കി കണ്ടിന്യൂ ചെയ്യുന്നത്. അപ്പൊ ഇതിനകത്ത് നേരത്തെ നമ്മൾ നോക്കിയത് ലെഫ്റ്റ് ടു റൈറ്റ് ആണെങ്കിൽ ഇതിപ്പോ നമ്മൾ റൈറ്റ് ടു ലെഫ്റ്റ് ബൈനറി എക്സ്പോണൻസിയേഷൻ ആണ് നമ്മൾ ഇതിനകത്ത് ചെക്ക് ചെയ്യുക. അപ്പൊ ഇതിന്റെ സ്യൂഡോ കോഡാണ് ആദ്യം പറയുന്നത്. ആദ്യം നമ്മൾ എക്സ് എന്ന് പറയുന്ന ഒരു വേരിയബിളിനകത്തേക്ക് ഞാൻ എ എന്ന് പറയുന്ന ഒരു ഇതിന്റെ ബേസ് വാല്യൂ ഞാൻ കൊടുത്തു. മുമ്പേ നമ്മൾ റിസൾട്ട് എന്നതിന് പകരം ഇവിടെ ഞാൻ എക്സ് എന്ന് യൂസ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് മാത്രമേ ഉള്ളൂ. എന്നിട്ട് എന്ത് ചെയ്തു, ഇവിടെ അതിനുശേഷം എ ഓഫ് 0 1 ആണെങ്കിൽ ഞാൻ റിസൾട്ട് എ ആണെന്ന് ഞാൻ സെറ്റ് ചെയ്ത് വെക്കുകയാണ്. എയുടെ വാല്യൂ ആദ്യമേ തന്നെ നമ്മൾ എ ഓഫ് 0 ഫസ്റ്റ് വാല്യൂ 1 ആണെങ്കിൽ
ഓക്കെ ആണെങ്കിൽ എന്ത് ചെയ്യാനാ പറഞ്ഞിരിക്കുന്നത്? റിസൾട്ട് ഇസ് ഈക്വൽ ടു, ഇതിപ്പോ റൈറ്റ് ടു ലെഫ്റ്റ് ആണ് നമ്മൾ ചെയ്യുക. അപ്പൊ റൈറ്റിൽ നിന്നാണ് നമ്മൾ ഇങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്ത് പോകുക. നമ്മൾ നേരത്തെ നമ്മൾ നോക്കിയത് ലെഫ്റ്റ് ടു റൈറ്റ് ആയിരുന്നു. ഇപ്പൊ നമ്മൾ റൈറ്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അതുകൊണ്ടാണ് ഫസ്റ്റ് എലമെന്റ് എന്ന് പറയുന്നത് 1 ആണെങ്കിൽ, അതായത് അവിടെ നിന്ന് ഇങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആ വാല്യൂ 1 ആണെങ്കിൽ അപ്പൊ എന്താ ചെയ്യുക? റിസൾട്ട് എന്ന് പറയുന്ന ഒരു വേരിയബിളിനകത്തേക്ക് എ എന്ന് പറയുന്ന ബേസിനെ അവിടെ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുക. അല്ല എന്നുണ്ടെങ്കിൽ, എൽസ് ആണെങ്കിൽ, ഇനി അതല്ല എ ഓഫ് 0, അതായത് അവിടുത്തെ ഫസ്റ്റ് എലമെന്റിന്റെ വാല്യൂ 1 അല്ല എന്നുണ്ടെങ്കിൽ റിസൾട്ടിന്റെ വാല്യൂ 1 എന്ന് ഇട്ട് കൊടുക്കുന്നു. ഓക്കെ, അവിടെ വാല്യൂ 1 ആണെങ്കിൽ, അതായത് റൈറ്റ് ടു ലെഫ്റ്റിൽ നമ്മൾ കമ്പയർ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ നോക്കുന്ന സമയത്ത് എ ഓഫ് 0യുടെ വാല്യൂ 1 ആണ് എന്നുണ്ടെങ്കിൽ റിസൾട്ടിന്റെ വാല്യൂ എ എന്ന് ഇട്ട് കൊടുക്കുന്നു. ഇനി എൽസ് അവിടുത്തെ വാല്യൂ 1 അല്ല എന്നുണ്ടെങ്കിൽ ഈക്വൽ ടു റിസൾട്ടിന്റെ വാല്യൂ 1 ആക്കും. എന്നിട്ട് വീണ്ടും ഇനിഷ്യലൈസ് ചെയ്യാണ്. ഐയുടെ വാല്യൂ 1ൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുക. തവണ നമ്മൾ നേരത്തെ ചെയ്ത പോലെയല്ല, ഐയുടെ വാല്യൂ 1ൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്തു? കമ്പ്യൂട്ട് ചെയ്യുന്നു. എക്സ് ഇസ് ഈക്വൽ ടു എക്സ് ഇൻറ്റു എക്സ് എന്ന് കാൽക്കുലേറ്റ് ചെയ്യുന്നു. എന്നിട്ട് ഈ എ ഓഫ് ഐ ഇസ് ഈക്വൽ ടു 1 ആണെന്നുണ്ടെങ്കിൽ ദെൻ കമ്പ്യൂട്ട് റിസൾട്ട് ഇസ് ഈക്വൽ ടു റിസൾട്ട് ഇൻറ്റു എക്സ്, എക്സിനെ വെച്ചിട്ട് നമ്മൾ അതിനെ കമ്പ്യൂട്ട് ചെയ്യുന്നു. ഇനി ഐയെ ഇൻക്രിമെന്റ് ചെയ്യുന്നു, ഐ പ്ലസ് 1 ആയിട്ട് ഇൻക്രിമെന്റ് ചെയ്യുന്നു. ഈ ഐ ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എസ് മൈനസ് 1. നമ്മളിവിടെ 1 തൊട്ട് എസ് മൈനസ് 1 വരെ, എസിന്റെ വാല്യൂ എത്ര ആണോ, എസ് എന്ന് പറയുന്നത് നമ്മുടെ ബൈനറിയുടെ ലെങ്ത് ആണ്, അത് -1 ടൈംസ് ആയിരിക്കും നമ്മളിവിടെ ഈ ഒരു ലൂപ്പ് വർക്ക് ചെയ്യുക. എന്നിട്ടാണെങ്കിൽ നമ്മൾ കമ്പ്യൂട്ടഡ് വാല്യൂ റിസൾട്ടിനെ നമ്മളിവിടെ റിട്ടേൺ ചെയ്യുന്നു. പിന്നെ അൽഗോരിതം ആണ് ഇവിടെ കൊടുത്തിരിക്കുക. അൽഗോരിതത്തിനകത്ത് നോക്കുമ്പോൾ ആദ്യം എക്സ് ഇസ് ഈക്വൽ ടു എക്സ് എന്ന് പറഞ്ഞ വേരിയബിളിനകത്തേക്ക് ഞാൻ എ എന്ന് പറയുന്നതിന്റെ ബേസിനെ അവിടെ ഇട്ട് കൊടുത്തു. ഇഫ് എ ഓഫ് 0യുടെ വാല്യൂ 1 ആണെങ്കിൽ റിസൾട്ട് ഇസ് ഈക്വൽ ടു എ ആയിരിക്കും, എൽസ് ആണെങ്കിൽ റിസൾട്ട് ഇസ് ഈക്വൽ ടു 1 ആയിരിക്കും. എന്നിട്ട് കമ്പ്യൂട്ടേഷൻ തുടങ്ങുകയാണ്. സോറി, നമ്മുടെ ലൂപ്പ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ലൂപ്പിനകത്തേക്ക് ഐ ഇസ് ഈക്വൽ ടു 1 തൊട്ട് ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എസ് മൈനസ് 1 വരെയാണ് ഇതിന്റെ ലൂപ്പ് പോവുക. എസ് എന്ന് പറയുന്നത് എന്റെ ബൈനറി സ്ട്രിങ്ങിന്റെ ലെങ്ത് ആണ്. ബൈനറി സ്ട്രിങ്ങിന്റെ ലെങ്തിനെയാണ് ഞാൻ എസ് എന്ന് ഉദ്ദേശിക്കുക. അപ്പം എസ് മൈനസ് 1 വരെ ആയിരിക്കും ഈ ലൂപ്പ് വർക്ക് ചെയ്യുക. ഐ പ്ലസ് പ്ലസ് ചെയ്തു, അകത്തേക്ക് വരുമ്പോഴത്തേക്കിന് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് ഇൻറ്റു എക്സ്, എക്സിന്റെ വാല്യൂ ഇപ്പൊ എ ആണ്, ഇപ്പൊ എ ഇൻറ്റു എ ചെയ്യുന്നു. വീണ്ടും അവിടെ കണ്ടീഷൻ ഒന്നുകൂടെ ചെക്ക് ചെയ്യാണ്. എ ഓഫ് ഐയുടെ വാല്യൂ 1 ആണെങ്കിൽ വീണ്ടും നമ്മൾ റിസൾട്ടിനെ എന്ത് ചെയ്യാണ്? റിസൾട്ട് ഇസ് ഈക്വൽ ടു റിസൾട്ട് ഇൻറ്റു എക്സ്, എക്സിനകത്തെ വാല്യൂവിനെ ഞാൻ എന്ത് ചെയ്യുന്നു? റിസൾട്ടുമായിട്ട് ഞാൻ മൾട്ടിപ്ലൈ ചെയ്യാണ് ചെയ്യുക. റിസൾട്ടിനകത്തെ വാല്യൂ എന്ന് പറയുന്നത് ഒന്നുകിൽ എ ആയിരിക്കാം അല്ലെങ്കിൽ 1 ആയിരിക്കാം. എന്തായാലും അതിനെ എന്ത് ചെയ്യുന്നു? ഞാൻ എക്സുമായിട്ട് അവിടെ മൾട്ടിപ്ലൈ ചെയ്യുന്നു. അതിനുശേഷം റിസൾട്ടിനെ ആയിരിക്കും ഇവിടെ റിട്ടേൺ ചെയ്യുന്നത്. ഇതിന്റെ എക്സാമ്പിൾ കാണുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ കാര്യം മനസ്സിലാവും. ആദ്യം ഇവിടുത്തെ വാല്യൂ, ഇവിടെയും നമ്മൾ കമ്പ്യൂട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വാല്യൂ എ ഓഫ് 5 ആണ്. അപ്പൊ 5 എന്ന് പറയുന്നതായിരിക്കും എന്റെ എൻ എന്ന് പറയുന്നത്. എന്നിന്റെ വാല്യൂ 5 ആയി. അതിന്റെ കറസ്പോണ്ടിങ് ബൈനറി വാല്യൂ എന്ന് പറയുന്നത് 101 ആണ്. അതിന്റെ ലെങ്ത് സ്റ്റോർ ചെയ്തു. എക്സിന്റെ വാല്യൂ അപ്പൊ 3 ആയി മാറി. 101 എന്ന് പറയുന്ന ബൈനറിയുടെ ലെങ്ത് എന്ന് പറയുന്നത് 3 ആണ്. അപ്പൊ എക്സിന്റെ വാല്യൂ 3 ആയി. എന്നിട്ട് എന്ത് ചെയ്തു? ഇതിനകത്തേക്ക് ആദ്യം ഞാൻ എക്സിന്റെ വാല്യൂ എ എന്ന് ഇട്ട് കൊടുത്തു. എ എന്ന് പറയുന്ന ബേസ് വാല്യൂവിനെ, അല്ലെങ്കിൽ എ എന്ന് പറയുന്ന ബേസിനെ ഞാൻ എക്സിലേക്ക് ഇട്ട് കൊടുത്തു. അതായത് ഫസ്റ്റ് സ്റ്റെപ്പിനകത്തേക്ക് നോക്കുന്നത് എ ഓഫ് 0 ഇസ് ഈക്വൽ ടു 1 ആണോ എന്നാണ് നോക്കുക. എ ഓഫ് 0 എന്ന് പറയുന്നത് 1 ആണോ? അതെ, ഇവിടെ നോക്കിയപ്പോൾ എ ഓഫ് 0 1 ആണ്. ഫസ്റ്റ് വാല്യൂ 1 ആണ്. അതുകൊണ്ട് എന്ത് ചെയ്തു? സോ റിസൾട്ട് ഇസ് ഈക്വൽ ടു എ. റിസൾട്ട് എന്ന് പറയുന്ന എന്റെ വേരിയബിളിനകത്തേക്ക് ഇപ്പം എ എന്ന് പറയുന്ന ഒരു ബേസ് വാല്യൂ ഉണ്ട്. അപ്പൊ എക്സിനകത്തും ഇപ്പൊ എ ആണുള്ളത്, റിസൾട്ടിനകത്തും എ ആണുള്ളത്. അത് അവിടെ അങ്ങനെയാണ് ഇരിക്കുക. സെക്കൻഡ് സ്റ്റെപ്പ് വന്നപ്പോഴത്തേന് ഐയുടെ വാല്യൂ 1 ആയി. ഓക്കെ, ഐ എന്ന് പറയുന്നത് സ്റ്റാർട്ട് ചെയ്യുന്നത് 1ൽ നിന്നാണെന്ന് പറഞ്ഞിരുന്നു. 1 തൊട്ട് എസ് മൈനസ് 1 വരെ ആയിരിക്കും ഫോർ ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞിരുന്നു. ഐയുടെ വാല്യൂ 1 ആയി. അപ്പൊ എന്ത് ചെയ്തു? എക്സ് ഇസ് ഈക്വൽ ടു എക്സ് ഇൻറ്റു എക്സ്, എക്സിന്റെ വാല്യൂ പേ ആണ്. അപ്പൊ എ ഇൻറ്റു എ എന്തായി മാറി? എ സ്ക്വയർ ആയി മാറി. എന്നിട്ട് കണ്ടീഷൻ ചെക്ക് ചെയ്യാണ്. എ ഇൻറ്റു ഐ നോട്ട് ഈക്വൽ ടു 1. എ ഓഫ് ഐ എന്ന് പറയുന്നത് നോട്ട് ഈക്വൽ ടു 1 ആണോ? അതായത് എ ഓഫ് ഐയുടെ വാല്യൂ, എ ഓഫ് 1-നകത്തെ വാല്യൂ എന്ന് പറയുന്നത് നോട്ട് ഈക്വൽ ടു 1 ആണോ? അതെ, നോട്ട് ഈക്വൽ ടു 1 ആണ്. എ ഓഫ് ഐയുടെ വാല്യൂ 0 ആണ്. എ ഓഫ് 1ന്റെ വാല്യൂ 0 ആയത് കാരണം ഇതെന്ത് ചെയ്തു? അതിന് അടുത്ത സ്റ്റേറ്റ്മെന്റ് അത് വർക്ക് ആവില്ല. നെക്സ്റ്റ് ഐറ്ററേഷനിലേക്ക് പോകും. ഐയുടെ വാല്യൂ 2 ആയി. ഐയുടെ വാല്യൂ 2 ആകുമ്പോഴത്തേക്കിന് വീണ്ടും എന്താ ചെയ്യുക? എക്സ് ഇസ് ഈക്വൽ ടു എക്സ് ഇൻറ്റു എക്സ്. എക്സിന്റെ വാല്യൂ ഇപ്പം എ സ്ക്വയർ ആയിരുന്നു. അപ്പൊ എ സ്ക്വയർ ഇൻറ്റു എ സ്ക്വയർ. അപ്പൊ എന്ത് സംഭവിക്കും? എ റേസ് ടു 4. അപ്പൊ 4 എ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞു. എ റേസ് ടു 4 എന്നുള്ള വാല്യൂ അവിടെ വന്നു. അടുത്ത കണ്ടീഷൻ വീണ്ടും ചെക്ക് ചെയ്യുന്നത് എ ഓഫ് 2ന്റെ വാല്യൂ 1 ആണോ എന്നുള്ളതാണ്. അതെ, എ ഓഫ് 2ന്റെ വാല്യൂ 1 ആണ്. 1 ആയപ്പോൾ എന്ത് സംഭവിച്ചു? റിസൾട്ട് ഇസ് ഈക്വൽ ടു റിസൾട്ട് ഇൻറ്റു എക്സ് എന്നാണ് വന്നത്. റിസൾട്ടിന്റെ വാല്യൂ നമ്മൾ ആദ്യം കൊടുത്തിരുന്ന വാല്യൂ എന്ന് പറയുന്നത് ഇവിടെ എ ആയിരുന്നു. റിസൾട്ടിന്റെ വാല്യൂ ഇവിടെ എ ആയിരുന്നു. അപ്പൊ എന്ത് സംഭവിച്ചു? എ ഇൻറ്റു എക്സ്, എക്സിന്റെ വാല്യൂ എന്തായിരുന്നു? എ റേസ് ടു 4 ആയിരുന്നു. അപ്പൊ എ ഇൻറ്റു എ റേസ് ടു 4 എന്ത് സംഭവിക്കും? എ റേസ് ടു 5 എന്ന് പറയുന്ന ഒരു വാല്യൂ നമുക്ക് അവിടെ റിട്ടേൺ ചെയ്യാനായിട്ട് പറ്റും. ഇതാണ് നമ്മുടെ റൈറ്റ് ടു ലെഫ്റ്റ് എക്സ്പ്ലനേഷനകത്ത് ഇത് ഇങ്ങനെയായിരിക്കും വർക്ക് ചെയ്യുക.
നമ്മൾ നേരത്തെ പറഞ്ഞ സെയിം എക്സാമ്പിൾ തന്നെയാണ്, A of 17 വെച്ചിട്ടുള്ള എക്സാമ്പിൾ തന്നെയാണ് ഇവിടെ ഒന്നുകൂടെ പറഞ്ഞിരിക്കുന്നത്. ഇതെങ്ങനെയാ വർക്ക് ചെയ്യുന്നത് എന്നുള്ളതാണ്. വീണ്ടും A of 17 ആണ്, എന്നിന്റെ വാല്യൂ 17 ആണ്, ബൈനറി സ്ട്രിങ്ങിന്റെ ലെങ്ത് എന്ന് പറയുന്നത് 5 ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, ആദ്യം A of 0യുടെ വാല്യൂ 1 ആണോ എന്ന് ചെക്ക് ചെയ്യുന്നു. അത് A of 0യുടെ വാല്യൂ 1 ആണ്. 1 ആയപ്പോഴത്തേന് എന്ത് ചെയ്തു, റിസൾട്ട് ഇസ് ഈക്വൽ ടു A ആക്കി മാറ്റി. ഫസ്റ്റ് ഐട്രേഷൻ ഫസ്റ്റ് ഐട്രേഷൻ നോക്കി, ഐയുടെ വാല്യൂ 1 ആയി മാറി. എക്സ് ഇസ് ഈക്വൽ ടു A ഇൻറ്റു എ സ്ക്വയർ ആയി മാറി, ഇല്ല A ഇൻറ്റു എ സ്ക്വയർ എന്ന് കിട്ടി. അപ്പൊ A of 1ന്റെ വാല്യൂ നോട്ട് ഈക്വൽ ടു 1 ആണോ എന്നാണ് ആദ്യം ചെക്ക് ചെയ്യുക. അത് A of 1ന്റെ വാല്യൂ നോട്ട് ഈക്വൽ ടു 1 ആണ്. ആയതുകൊണ്ട് നമുക്ക് അതിന്റെ നെക്സ്റ്റ് സ്റ്റേറ്റ്മെന്റ് വർക്ക് ചെയ്യില്ല. നമ്മൾ നെക്സ്റ്റ് ഐട്രേഷനിലേക്ക് പോകുന്നു. I is equal to 2, സെക്കൻഡ് ഐട്രേഷനിലേക്ക് വന്നു. അപ്പൊ എക്സിന്റെ വാല്യൂ A സ്ക്വയർ ഇൻറ്റു A സ്ക്വയർ ആയി. അപ്പൊ എന്ത് ചെയ്തു, A റേസ് ടു 4 എന്ന് കിട്ടി. അവിടെ A of 2 എന്ന് പറയുന്നത് നോട്ട് ഈക്വൽ ടു 1 ആണ്. തേർഡ് ഐട്രേഷനിലേക്ക് വന്നു, ഐയുടെ വാല്യൂ 3 ആയി മാറി. A റേസ് ടു 4 ഇൻറ്റു A റേസ് ടു 4 ദാറ്റ് ഇസ് ഈക്വൽ ടു A റേസ് ടു 8. A റേസ് ടു 8ലേക്ക് വന്നു. ദെൻ A of 3 എന്ന് പറയുന്നത് നോട്ട് ഈക്വൽ ടു 1 ആണോ നോക്കി, അതെ നോട്ട് ഈക്വൽ ടു 1 ആണ്. അടുത്ത ഐട്രേഷനിലേക്ക് പോയി, I is equal to 4. I is equal to 4 ആയപ്പോഴത്തേക്കിന് x is equal to A raised to 8 into A raised to 8 that is equal to A raised to 16 ആയി. വീണ്ടും കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നു. A of 4 എന്ന് പറയുന്നത് is equal to 1 ആണോ ചെക്ക് ചെയ്യുന്നു. ആണെന്നുണ്ടെങ്കിൽ എന്താ ചെയ്തിരിക്കുന്നത്, നമ്മുടെ റിസൾട്ടിനെ ഇൻറ്റു എക്സ് ചെയ്യുന്നു. A ഇൻറ്റു A raised to 16 that is equal to A raised to 17 എന്ന് കിട്ടി. ഇതായിരിക്കും റൈറ്റ് ടു ലെഫ്റ്റ് എക്സ്പോണൻസിയേഷൻ. ഇങ്ങനെയാണ് വർക്ക് ചെയ്യുക. ഇവിടെ നമ്മൾ 5 മൾട്ടിപ്ലിക്കേഷൻ ആണ് യൂസ് ചെയ്തത് ഇൻസ്റ്റെഡ് ഓഫ് 16 മൾട്ടിപ്ലിക്കേഷൻ. ബ്രൂട്ട് ഫോഴ്സ് മെത്തേഡ് ആണെങ്കിൽ അതിനകത്ത് n-1 ടൈംസ് ആയിരുന്നു നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ നടത്തേണ്ടിയിരുന്നത്. അതിനെ കുറച്ചുകൊണ്ട് നമ്മൾ ഈ ഒരു മെത്തേഡ് നമ്മൾ യൂസ് ചെയ്തപ്പോഴത്തേക്കിന് നമ്മുടെ അൽഗോരിതത്തിന്റെ കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത് ഓർഡർ ഓഫ് ലോഗ് ടു n ആയി മാറി. നേരത്തെ നമ്മൾ ലെഫ്റ്റ് ടു റൈറ്റിനെ പറഞ്ഞ സെയിം മെത്തേഡ് തന്നെയാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മാറ്റി യൂസ് ചെയ്തു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഓക്കെ, നമ്മൾ അടുത്ത മെത്തേഡിലെ അടുത്തൊരു ടോപ്പിക്കാണ് ലീനിയർ സെർച്ച് എന്ന് പറയും. ലീനിയർ സെർച്ച് എന്താണെന്നും അതിന്റെ ബെസ്റ്റ് കേസ്, വേസ്റ്റ് കേസ്, ആവറേജ് കേസ്, കോംപ്ലക്സിറ്റി ഇതൊക്കെയാണ് നമ്മൾ ഇന്നിനെയും നോക്കാൻ പോവുക. ഓക്കെ, ലീനിയർ സെർച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലീനിയർ സെർച്ച് or sequential search is a very simple search algorithm ആണ് which is used to search for a particular element in an array. Unlike binary search algorithm, in linear search algorithm elements are not arranged in a particular order. നമ്മുടെ ഇതിനകത്ത് ഒരു വെരി സിമ്പിൾ ആയിട്ടുള്ള ഒരു സെർച്ച് അൽഗോരിതം ആണ് ലീനിയർ സെർച്ച് എന്ന് പറയുക. ഏറ്റവും സിമ്പിൾ ആണ്. നമ്മുടെ ഒരു പർട്ടിക്കുലർ ഓർഡറിൽ തന്നെ അത് നമ്മൾ അതിനകത്ത് എലമെന്റ്സ് ഇൻസേർട്ട് ചെയ്യണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. പക്ഷെ ബൈനറി സെർച്ചിനകത്ത് അങ്ങനെയല്ല, നമ്മുടെ അത് ഓർഡർ ആയിരിക്കണം നിർബന്ധമാണ്, സോർട്ടഡ് ഓർഡറിലായിരിക്കണം. അതായത് എലമെന്റ്സ് ഇപ്പോൾ മിഡിൽ പൊസിഷൻ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ആ പൊസിഷന്റെ ലെസർ എലമെന്റ്സ് എല്ലാം ലെഫ്റ്റ് സൈഡിലും ഗ്രേറ്റർ എലമെന്റ്സ് എല്ലാം റൈറ്റ് സൈഡിലും ആയിരിക്കണം എന്ന നിർബന്ധം ഏതിനകത്തുണ്ട്, നമ്മുടെ ബൈനറി സെർച്ച് ആണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെങ്കിൽ അതിനകത്ത് അങ്ങനെ ഒരു നിർബന്ധം അവർ പറയുന്നുണ്ട്. ദ അറേ ഷുഡ് ബി ഇൻ സോർട്ടഡ് ഓർഡർ നമ്മൾ പറയുന്നുണ്ട്. പക്ഷെ ലീനിയർ സെർച്ചിനകത്ത് അങ്ങനെ ഒരു കണ്ടീഷൻസും പറഞ്ഞിട്ടില്ല. ഏത് ഓർഡറിൽ വേണമെങ്കിലും നമുക്ക് അതിനകത്തേക്ക് എലിമെന്റ്സിനെ നമുക്ക് ഇൻസേർട്ട് ചെയ്യാം. അപ്പൊ നമ്മൾ ഇതിനകത്ത് സെർച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു എലമെന്റ് എനിക്ക് അതിനകത്തൊന്ന് സെർച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ ഫസ്റ്റ് എലമെന്റ് എടുക്കുന്നു, അത് എന്റെ സെർച്ച് ചെയ്യേണ്ട എലമെന്റുമായിട്ട് മാച്ച് ചെയ്ത് നോക്കുന്നു. മാച്ച് ഫൗണ്ട് ആയോ ഇല്ലെങ്കിൽ നെക്സ്റ്റ് എലമെന്റിലേക്ക് പോകുന്നു, വീണ്ടും മാച്ച് ഉണ്ടോ എന്ന് നോക്കുന്നു. മാച്ച് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ തേർഡ് എലമെന്റിലേക്ക് പോകുന്നു. അങ്ങനെയായിരിക്കും നമ്മുടെ ലീനിയർ സെർച്ച് വർക്ക് ചെയ്യുക. എവിടെയാണോ എനിക്കൊരു മാച്ച് കിട്ടുക, അല്ലെ മാച്ച് എവിടെയാണോ ഫൗണ്ട് ആവുന്നത് അവിടെ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ സെർച്ച് പ്രോസസ് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാനായിട്ട് പറ്റും. ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ സെർച്ചിങ് അറേയുടെ എൻഡ് വരെ, എവിടെയാണോ നമ്മുടെ അറേ എൻഡ് ആവുന്നത് അവിടെ വരെ ഈ സെർച്ച് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കും. ഇങ്ങനെയായിരിക്കും ലീനിയർ സെർച്ച് വർക്ക് ചെയ്ത് പോവുക. ദെൻ ലീനിയർ സെർച്ചിന്റെ അൽഗോരിതം ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ആദ്യം ഇനിഷ്യലൈസ് I to 1, നമ്മൾ ഫസ്റ്റ് എലമെന്റ് I എന്ന് പറയുന്ന ഒരു വേരിയബിളിനെ 1 തൊട്ട് ഞാൻ എന്താ ഐട്രേഷൻ പോകാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിരുന്നു. ഐട്രേഷൻ ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ലൂപ്സ്. അപ്പൊ ഇനിഷ്യലൈസ് ചെയ്യാണ്. I എന്ന് പറയുന്ന വാല്യൂവിനകത്തേക്ക് വേരിയബിളിനകത്തേക്ക് 1നെ ആയിട്ട് കൊടുത്തു. ഈ I exceeds the end of the array then print an element not found. ഇപ്പൊ നമ്മൾ ഐയുടെ വാല്യൂ ഇൻക്രിമെന്റ് ചെയ്ത് പോവാണ്. എന്ത് എത്തിയിട്ട് നമ്മുടെ നമ്മൾ സെർച്ച് ചെയ്യേണ്ട എലമെന്റ് കിട്ടിയില്ല എന്നിരിക്കട്ടെ, കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ എന്ത് പ്രിന്റ് ചെയ്യും, എലമെന്റ് നോട്ട് ഫൗണ്ട് എന്ന് പറഞ്ഞ് പ്രിന്റ് ചെയ്ത് കിട്ടും. എലമെന്റ് നോട്ട് ഫൗണ്ട് എന്ന് പറഞ്ഞ അന്നേരം നമുക്ക് കിട്ടും. ഇനി അതല്ല, ഇടയ്ക്ക് എപ്പോഴെങ്കിലും നമുക്ക് വാല്യൂ കിട്ടിയാൽ, ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ സ്ഥലത്ത് വന്നപ്പോൾ നമ്മുടെ സെർച്ച് ചെയ്യേണ്ട എലമെന്റ് കിട്ടിയാൽ അപ്പൊ എന്ത് പ്രിന്റ് ചെയ്ത് വരും, എലമെന്റ് എക്സ് ഈസ് ഫൗണ്ട് അറ്റ് ഇൻഡെക്സ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് പ്രിന്റ് ചെയ്യാനായിട്ട് പറ്റും. എന്നിട്ട് നമ്മൾ എക്സിറ്റ് ചെയ്യാം. ദെൻ സ്റ്റെപ്പ് 4, ഇനി അതില്ല എന്നുണ്ടെങ്കിൽ, ഇത് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ, ഇവിടെ എലമെന്റ് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എക്സിറ്റ് ആവുക. ഇനി അതല്ല, നമുക്ക് എലമെന്റ് ഇവിടെ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അടുത്ത ഇൻക്രിമെന്റ് വീണ്ടും ഇൻക്രിമെന്റ് ആയി പോകണമല്ലോ. അപ്പൊ നമ്മൾ അതിന് വേണ്ടിയിട്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇൻക്രിമെന്റ് ആയി ഗോ ടു സ്റ്റെപ്പ് 2.
ദെൻ അടുത്തെന്ന് പറയുന്നത് ഒരു എക്സാമ്പിൾ ആണ്. We are given with a list of items. The following table shows a data set for linear search. അപ്പോൾ നമ്മുടെ തന്നിരിക്കുന്ന ഒരു സെറ്റ് ഓഫ് എലമെന്റ്സ് ആണ് 7, 17, 3, 9, 25 and 18. In the above table of data set, start at the first item or element in the list and compare with the key. If the key is not at the first position, then we move from the current item to next item in the list sequentially until we either find what we are looking for or run out of items, that is the whole list of items are exhausted. അതായത് നമ്മൾക്കിപ്പം തന്നിരിക്കുന്ന ഡേറ്റാ സെറ്റിനകത്തും നമുക്കൊരു കീ കണ്ടുപിടിക്കണം, അല്ലെങ്കിൽ നമുക്കൊരു ഐറ്റത്തിൽ സെർച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏത് ഐറ്റത്തിനെയാണോ ഞാൻ സെർച്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ ഐറ്റത്തിനെയാണ് ഞാൻ കീ എന്ന് വിളിക്കുക. അപ്പൊ കീ ആ ഫസ്റ്റ് പൊസിഷനിൽ ഇല്ല എന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ഐറ്റത്തിലേക്ക് പോയി കീയുമായിട്ട് സെർച്ച് ചെയ്ത് നോക്കുന്നു, തേർഡ് ഐറ്റത്തിലേക്ക് പോകുന്നു, ഫോർത്തിലേക്ക് പോകുന്നു. എപ്പോഴും നമ്മുടെ ഐറ്റംസ് തീരുന്നത് വരെ, എൻഡിലേക്ക് എത്തുന്നത് വരെ ഞാൻ എന്ത് ചെയ്തുകൊണ്ടേയിരിക്കും, ഞാൻ ഐറ്റം മാച്ച് ഉണ്ടോ എന്ന് നമ്മളിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ചെക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. അങ്ങനെയാണ് ഈ ലീനിയർ സെർച്ച് വർക്ക് ചെയ്ത് പോവുക. ഇപ്പൊ എനിക്ക് സെർച്ച് ചെയ്യേണ്ട ഐറ്റം ഇപ്പൊ 25 ആണെന്നിരിക്കട്ടെ. ഇപ്പൊ എനിക്ക് 25 ആണ് സെർച്ച് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ ആദ്യം ഇൻ ദ ഗിവൺ ഡേറ്റാ സെറ്റ് ഈ 25 ഈസ് കമ്പയർഡ് വിത്ത് ഫസ്റ്റ് എലമെന്റ് ദാറ്റ് ഈസ് 7. ആദ്യം ഈ 25 ഇസ് ഈക്വൽ ടു 7 ആണോ ചെക്ക് ചെയ്യുന്നു. നോട്ട് ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ ദെൻ മൂവ് ടു നെക്സ്റ്റ് എലമെന്റ്, അടുത്ത എലമെന്റ് ആയ 17ലേക്ക് പോകുന്നു. അതും 25 ഈക്വൽ മാച്ച് ആണോ നോക്കുന്നു. 17 ഈക്വൽ ടു 25 ആണോ നോക്കുന്നു. മാച്ച് ഇല്ല എന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് എലമെന്റ് 3ലേക്ക് പോകുന്നു, അവിടെ മാച്ച് ഉണ്ടോ നോക്കുന്നു. നോട്ട് മാച്ച് ആണെങ്കിൽ 9ലേക്ക് പോകുന്നു, അവിടെ മാച്ച് ഉണ്ടോ ചെക്ക് ചെയ്യുന്നു. എന്നിട്ടായിരിക്കും 25ലേക്ക് വരിക, അവിടെയും മാച്ച് ഉണ്ടോ നോക്കുന്നു. ഇൻ കേസ് ഞാൻ 25 എന്നതിന് പകരം ഞാനിപ്പോ 22 ആണ് സെർച്ച് ചെയ്തെന്നിരിക്കട്ടെ, എനിക്കിപ്പോ 22 എന്ന് പറയുന്ന ഒരു വേരിയബിൾ ആണ് എനിക്ക് വേണ്ടത് എന്നിരിക്കട്ടെ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, ആദ്യം 7നുമായിട്ട് കമ്പയർ ചെയ്യും, 22 നോട്ട് മാച്ച് ആണ്. 17നുമായിട്ട് കമ്പയർ ചെയ്ത് നോട്ട് മാച്ച് ആണ്. 3യുമായിട്ട് കമ്പയർ ചെയ്ത് നോട്ട് മാച്ച് ആണ്. 9നുമായിട്ട് കമ്പയർ ചെയ്ത് നോട്ട് മാച്ച് ആണ്. 25യുമായിട്ട് കമ്പയർ ചെയ്ത് നോട്ട് മാച്ച് ആണ്. 18നുമായിട്ട് കമ്പയർ ചെയ്ത് നോട്ട് മാച്ച് ആണ്. അപ്പൊ പക്ഷേ ഇനി അങ്ങോട്ട് നമുക്ക് പോകാനായിട്ട് എലമെന്റ്സ് ഇല്ല, അറേക്കകത്തേക്ക് എലമെന്റ്സ് ഇല്ലാത്ത കേസിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവിടെ കൊണ്ട് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാനായിട്ട് പറ്റും. ഇങ്ങനെയായിരിക്കും ലീനിയർ സെർച്ചിന്റെ വർക്കിംഗ് പോവുക. ഇങ്ങനെയാണ് ലീനിയർ സെർച്ച് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ ഇതിന്റെ പ്രോഗ്രാം ആണ് എന്താണ്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ ലീനിയർ സെർച്ച് വർക്ക് ചെയ്യുന്നത് എന്നുള്ളതിന്റെ പ്രോഗ്രാം ആണ് ഇവിടെ കാണിച്ചിരിക്കുക. ഇപ്പൊ ലീനിയർ സെർച്ച് AN കീ നമ്മുടെ ഫംഗ്ഷൻ ആണിത്. അതിനകത്തേക്ക് A എന്ന് പറയുന്നതിന്റെ അറേയുടെ ലിസ്റ്റ് എത്ര നമ്പർ ഓഫ് എലമെന്റ്സ് ഉണ്ടെന്നുള്ളതും, കീ എന്ന് പറയുന്നത് ദ ഐറ്റം ദാറ്റ് ടു ബി സെർച്ച്, ഏത് ഐറ്റം ആണോ എനിക്ക് സെർച്ച് ചെയ്യേണ്ടത് ആ എലമെന്റ് ആണ് ഇവിടെ കീ എന്നുകൊണ്ട് റെപ്രസെന്റ് ചെയ്യുക. ഫൗണ്ട് ഇസ് ഈക്വൽ ടു ഫോൾസ്, ഇതൊരു ബൂളിയൻ വേരിയബിൾ ആണ്. നമ്മൾ ഈ ഫ്ലാഗ് ഒക്കെ കൊടുക്കുന്ന പോലെ ഐറ്റത്തിൽ എനിക്ക് കിട്ടിയോ ഇല്ലയോ എന്ന് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ബൂളിയൻ വേരിയബിൾ ആണ് ഫൗണ്ട് എന്ന് പറയാ. ഇനി എന്തിനാണ് അത് അവിടെ അങ്ങനെ കൊടുത്തിരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെയെങ്കിലും ഇവിടെ ഏതെങ്കിലും ഒരു പൊസിഷനിൽ നമ്മളൊരു പ്രിന്റ് സ്റ്റേറ്റ്മെന്റ് കൊടുത്തു കഴിഞ്ഞാൽ ഈ ലൂപ്പ് എത്ര തവണ വർക്ക് ചെയ്യുന്നുണ്ടോ അത്രയും തവണ ചിലപ്പോൾ ആ പ്രിന്റ് വർക്കായി പോകും. ഇപ്പൊ നമുക്ക് അത്രയും തവണ പ്രിന്റ് ഇങ്ങനെ കണ്ടിന്യൂ ആയിട്ട് നമുക്ക് വരേണ്ട ആവശ്യമില്ലല്ലോ. പകരം അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഇങ്ങനെയൊക്കെ വരുന്ന ലൂപ്സിനകത്തൊക്കെ എന്തെങ്കിലുമൊക്കെ വാല്യൂസ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യണം എന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനുവേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു വേരിയബിൾ ആണ്, അല്ലെങ്കിൽ ഒരു വേരിയബിൾ ആണ് ഈ ബൂളിയൻ വേരിയബിൾ എന്ന് പറയുന്നത്. നമ്മൾ ചിലയിടത്ത് കേസ് നമ്മൾ ഫ്ലാഗ് എന്ന് യൂസ് ചെയ്യാറുണ്ട്, ചിലപ്പോൾ ഫൗണ്ട് എന്ന് യൂസ് ചെയ്യാറുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള ഏതൊരു വേരിയബിൾ എന്ത് പേര് വേണമെങ്കിലും നമുക്ക് ഇട്ട് വിളിക്കാം. ജസ്റ്റ് നമ്മുടെ ഐറ്റം കിട്ടിയോ ഇല്ലയോ എന്ന് അവിടെ ഒന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി മാത്രം നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു വേരിയബിൾ ആണ് ഈ ഒരു ബൂളിയൻ വേരിയബിൾ. അപ്പോൾ ഫൗണ്ട് ഇസ് ഈക്വൽ ടു ഫോൾസ് എന്ന് ഞാൻ കൊടുത്തു. അതിനുശേഷം, അതായത് എനിക്ക് ഐറ്റം ആദ്യമേ കിട്ടിയിട്ടില്ല, നമ്മൾ സെർച്ച് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷമല്ലേ നമുക്ക് കിട്ടുന്നുണ്ടോ ഇല്ലയോ എന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പൊ ആദ്യം ഞാൻ ഫൗണ്ട് ഇസ് ഈക്വൽ ടു ഫോൾസ് ആക്കി കൊടുത്തു. അതിനുശേഷം ഞാൻ ലൂപ്പ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഫോർ i is equal to 0, ഫസ്റ്റ് എലമെന്റിൽ നിന്ന് ഞാൻ സെർച്ചിങ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. i is equal to 0 ആയി, i less than or equal to n വരെ ഈ ഒരു ലൂപ്പ് ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കണം. i ഇൻക്രിമെന്റ് ചെയ്യണം. ആദ്യം ഐയുടെ വാല്യൂ 0 ആയി മാറി. ഇഫ് a of i is equal to key ആണോ എന്ന് ചെക്ക് ചെയ്യുന്നു. കീ ആണോ എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്, ഫൗണ്ട് ഇസ് ഈക്വൽ ടു ട്രൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എന്ത് ചെയ്തു, നമുക്കവിടെ നമ്മുടെ ഐറ്റം അല്ലെങ്കിൽ നമുക്ക് സെർച്ച് ചെയ്യേണ്ടതായിട്ടുള്ള ഐറ്റം അവിടെ കിട്ടിയല്ലേ, നമ്മുടെ കീ അവിടെ കിട്ടി എന്നുണ്ടെങ്കിൽ നമുക്ക് എന്തായിരിക്കും നമ്മുടെ ഫൗണ്ടിൽ അതിരിക്കുന്ന വാല്യൂ ട്രൂ ആയി മാറി. ട്രൂ ആയെന്നുണ്ടെങ്കിൽ നമ്മൾ പിന്നെ ഈ ഒരു ഫംഗ്ഷനിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് നമ്മൾ ചെയ്യുന്ന ഇത്രയേ ഉള്ളൂ. ഈ ഫൗണ്ട് ഇസ് ഈക്വൽ ടു ട്രൂ ആണെങ്കിൽ ഐറ്റം ഫൗണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ പ്രിന്റ് ചെയ്യുകയാണ്. അതായിരിക്കും നമ്മുടെ ലൂപ്പിന് പുറത്തിറങ്ങിയിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു കോഡൽ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുക. അപ്പൊ ഇവിടെ ഫൗണ്ട് ഇസ് ഈക്വൽ ടു ട്രൂ എന്ന് കൊടുത്തു, ബ്രേക്ക് ചെയ്തു. ബ്രേക്ക് ചെയ്യുന്ന പ്രത്യേകത എന്താണെന്ന് അറിയാലോ. ബ്രേക്ക് എന്ന് പറഞ്ഞാൽ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു ലൂപ്പിൽ നമ്മൾ കംപ്ലീറ്റ് എക്സിറ്റ് ആവുകയാണ് ചെയ്യുക. ബ്രേക്കും കണ്ടിന്യൂ തമ്മിലുള്ള ഡിഫറൻസ് അറിയായിരിക്കും. ബ്രേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ കംപ്ലീറ്റ് ലൂപ്പിൽ നമ്മൾ എക്സിറ്റ് ആവുമായിരിക്കും ചെയ്യാം. അപ്പൊ എവിടെയാണോ നമ്മുടെ ഐറ്റം കിട്ടിയത്, ഇപ്പൊ മുമ്പേ പറഞ്ഞ പോലെ 25ൽ എത്തി ഐറ്റം മാച്ച് ആയി എന്നുണ്ടെങ്കിൽ അടുത്ത എലമെന്റിലേക്ക് നമ്മൾ പോകേണ്ട ആവശ്യമില്ല. നമുക്ക് ഐറ്റം കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ബാക്കി സെർച്ചിങ്ങിന്റെ ആവശ്യമില്ലല്ലോ.
അപ്പൊ അതുകൊണ്ട് എവിടെയാണോ നമുക്ക് ഒരു ഐറ്റത്തിനെ കിട്ടുന്നത് അല്ലെ കണ്ട് കിട്ടുന്നത് എവിടെയാണോ അവിടെ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ ലൂപ്പ് നമുക്ക് അല്ലെങ്കിൽ നമ്മുടെ ഐട്രേഷൻ നമുക്ക് അവിടെ സ്റ്റോപ്പ് ചെയ്യാനായിട്ട് പറ്റും. അതുകൊണ്ടാണ് നമ്മളോട് ബ്രേക്ക് അവിടെ യൂസ് ചെയ്തേക്കുന്നത്. എന്നിട്ട് സ്റ്റോപ്പ് ചെയ്തു. എന്നിട്ട് വീണ്ടും നമ്മളൊരു കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നുണ്ട്. ഇഫ് ഐ ഇസ് ഈക്വൽ ടു എൻ ആയിട്ടാണോ, അതായത് നമ്മൾ ലൂപ്പ് കംപ്ലീറ്റ് ലൂപ്പ് അല്ല നമ്മുടെ അറേ എലമെന്റ്സ് കംപ്ലീറ്റ് ചെക്ക് ചെയ്ത് എന്ന് വരെ എത്തിയതിനു ശേഷമാണോ ഞാൻ ആ ലൂപ്പിൽ നിന്ന് പുറത്തിറങ്ങിയതെന്ന് അറിയില്ല. ഇപ്പൊ ഐയുടെ വാല്യൂ എൻ ആയി പോയി എന്നിട്ടാണ് നമുക്ക് ഇറങ്ങിയതെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫൗണ്ട് ഇസ് ഈക്വൽ ടു ഫോൾസ് തന്നെ ആയിരിക്കുമല്ലോ അല്ലെ. ഫൗണ്ട് ഇസ് ഈക്വൽ ടു ഫോൾസ് ആണ്, നമ്മൾ എന്ത് ചെയ്തു, ഈ ഫൗണ്ടിനെ ആയിരിക്കും നമ്മൾ റിട്ടേൺ ചെയ്ത് വെക്കുക. ഇപ്പൊ ഐയുടെ വാല്യൂ എൻ ആയി മാറി എന്നിട്ടാണ് നമ്മൾ ഇതിനകത്ത് ബ്രേക്ക് ആയി പോയതെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫൗണ്ടിനെ നമുക്ക് അവിടുന്ന് റിട്ടേൺ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, എന്നിട്ട് ജസ്റ്റ് ആ ഫൗണ്ടിനെ അവിടെ റിട്ടേൺ ചെയ്യുക. അപ്പൊ ഫൗണ്ടിന്റെ വാല്യൂ എന്താണോ അതനുസരിച്ചായിരിക്കും എന്ത് കിട്ടുക, നമ്മുടെ വാല്യൂ അവിടെ ചേഞ്ച് ആയിട്ട് വരുന്നത്. ഇനി നമ്മൾ ഈ ലീനിയർ സെർച്ചിന്റെ കോംപ്ലക്സിറ്റി അനാലിസിസ് ആണ് നോക്കാൻ പോകുന്നത്. മെയിൻ ആയിട്ടും പറഞ്ഞിരുന്നു 3 ടൈം കോംപ്ലക്സിറ്റി അനാലിസിസ് ആണുള്ളത്. ബെസ്റ്റ് കേസ് ടൈം കോംപ്ലക്സിറ്റി ഉണ്ട്, വേർസ്റ്റ് കേസ് ടൈം കോംപ്ലക്സിറ്റി ഉണ്ട്, ആവറേജ് കേസ് ടൈം കോംപ്ലക്സിറ്റി ഉണ്ട്. ആദ്യം ബെസ്റ്റ് കേസ് ടൈം കോംപ്ലക്സിറ്റി എന്താണെന്ന് നോക്കാം. ബെസ്റ്റ് കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ബെസ്റ്റ് കേസ് വി വിൽ ഫൈൻഡ് ദ കീ ഇൻ ദ ഫസ്റ്റ് പ്ലേസ് വി ലുക്ക്. നമ്മളിപ്പോ ആദ്യം സെർച്ച് ചെയ്യാൻ പോയ ഐറ്റം അല്ലെ നമ്മുടെ എന്റെ കീ എന്ന് പറയുന്നത് ഫസ്റ്റ് എലമെന്റിൽ തന്നെ കിടക്കുകയായിരുന്നു. ഇപ്പൊ ഞാൻ ഉദ്ദേശിച്ച നമ്മൾ മുമ്പേ പറഞ്ഞ എക്സാമ്പിളിനകത്താണെങ്കിൽ എന്റെ കീ എന്ന് പറയുന്നത് 7 ആയിരുന്നു. ഞാൻ സെർച്ച് ചെയ്യാൻ ഉദ്ദേശിച്ച എലമെന്റ് 7 ആയിരുന്നെങ്കിൽ ഫസ്റ്റ് എലമെന്റ് ഞാൻ സെർച്ച് ചെയ്യാൻ എടുത്തു, അത് 7 ആണ്, മാച്ച് കിട്ടി. അപ്പൊ അതെന്തായി മാറും, ഏത് കേസിൽ വരും, അത് ബെസ്റ്റ് കേസ് ടൈം കോംപ്ലക്സിറ്റിയിലായിരിക്കും വരിക. അതാണ് പറയുന്നത്. ദ ബെസ്റ്റ് കേസ് വി വിൽ ഫൈൻഡ് ദ കീ ഇൻ ദ ഫസ്റ്റ് പ്ലേസ് വി ലുക്ക് അറ്റ് ദ ബിഗിനിങ് ഓഫ് ദ ലിസ്റ്റ്. ദാറ്റ് ഈസ് ദ ഫസ്റ്റ് കമ്പാരിസൺ റിട്ടേൺസ് എ മാച്ച് ഓർ റിട്ടേൺ ഫൗണ്ട് ആസ് ട്രൂ. In this case, we only require a single comparison and complexity will be order of 1. ഒറ്റ കമ്പാരിസൺ എവിടെ നടന്നുള്ളൂ, അതുകൊണ്ട് തന്നെ നമുക്ക് പറയാൻ പറ്റും അതിന്റെ കോംപ്ലക്സിറ്റി എന്ന് പറയുന്ന ഓർഡർ ഓഫ് 1 ആണെന്ന്. ദെൻ വേർസ്റ്റ് കേസ് എന്ന് പറയുന്നത് എന്തായിരിക്കും, ഒന്നുകിൽ നമ്മുടെ കീ ഏറ്റവും എൻഡിലായി പോയി അല്ലെങ്കിൽ ആ കീ അതിനകത്ത് ഇല്ലാതെ പോയാൽ ഇല്ലെങ്കിലും ഏറ്റവും അവസാനമാണെങ്കിലും ആ ഫുൾ അറേ നമ്മൾ കമ്പയർ ചെയ്ത് പോകുന്നുണ്ട് ഇല്ലേ, എല്ലാ അറേയിലെ എല്ലാ എലമെന്റ്സും നമ്മൾ കമ്പയർ ചെയ്ത് പോകുന്നുണ്ട്. അപ്പൊ അതാണ് നമ്മുടെ വേർസ്റ്റ് കേസ് ടൈം കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത്. ഇൻ വേർസ്റ്റ് കേസ് either we will find the key at the end of the list or we may not find the key until the very last comparison, that is nth comparison. Since the search requires n comparisons in the worst case, complexity will be order of n. അടുത്തതിന് ആവറേജ് കേസ് ആണ്. ആവറേജ് കേസ് എന്ന് പറയുന്നത് ഒരു ഹാഫ് വേയിൽ, അതായത് n/2 ഡേറ്റ ഐറ്റംസ് നമ്മൾ കണ്ടുപിടിക്കുന്നത് വരെയാണ് അത് വർക്ക് ചെയ്യുന്നതെന്ന് കരുതുക. അപ്പൊ ഒരു മിഡിൽ വേയിൽ വല്ലോ നമുക്ക് വാല്യൂ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് n/2 ടൈംസ് ആയിരിക്കും ഹൈഡ്രേഷൻ വർക്ക് ചെയ്തത്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള കേസിൽ ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു, നമ്മൾ നോർമലി എഴുതുമ്പോൾ നമ്മൾ ഈ വേർസ്റ്റ് കേസ് അല്ലെങ്കിൽ ആവറേജ് കേസ് നമ്മൾ അങ്ങനെ റെപ്രസെന്റ് ചെയ്യാറില്ല. എപ്പോഴും നമ്മൾ ബെസ്റ്റ് കേസിൽ അല്ലെങ്കിൽ വേർസ്റ്റ് കേസിലായിരിക്കും നമ്മൾ റെപ്രസെന്റ് ചെയ്യുക. അല്ലെങ്കിൽ n/2 എന്ന് പറഞ്ഞിട്ടുള്ള ഓർഡറിലൊന്നും നമ്മൾ അങ്ങനെ പോവാറില്ല. ഒന്നുകിൽ ബെസ്റ്റിലേക്ക് പോകും അല്ലെങ്കിൽ വേർസ്റ്റിലേക്ക് പോകും, അങ്ങനെയാണ് നമ്മൾ എടുക്കുക. On average case, we will find the key above halfway into the list. That is, we will compare against n/2 data items. n/2 data items ആണ് നമ്മൾ ഞാൻ കമ്പയർ ചെയ്യുന്നതെന്ന് ഇരിക്കട്ടെ. However, that as n gets larger, the coefficients, no matter what they are, become insignificant in our approximation. So the complexity of the linear search is order of n. ഇപ്പൊ എന്നിന്റെ വാല്യൂ ഗ്രേറ്റർ ആയി പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ ഒരു ലാർജർ നമ്പർ ആണ് n എന്നുണ്ടെന്നുണ്ടെങ്കിൽ n/2 ഒരു മിഡ് വേ വന്നാൽ പോലും അത് ആക്ച്വലി അതൊരു വേർസ്റ്റ് കേസിന്റെ രീതിയിലേക്ക് മാറും. ഇപ്പൊ ബിഗിനിങ്ങിൽ ഒന്നും കിട്ടിയില്ല, എൻഡിലേക്ക് അടുക്കുകയാണ്, അല്ലെങ്കിൽ എന്നിന്റെ വാല്യൂ ലാർജർ ഒരു നമ്പർ ആണ്, 1000 നമ്പർ ഉള്ള അറേക്കകത്തേക്കാണ് ഞാൻ സെർച്ച് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഒരു 500 എലമെന്റിനകത്ത് വന്ന് നമുക്ക് റിസൾട്ട് കിട്ടിയാൽ പോലും അതൊരു വേർസ്റ്റ് കേസ് തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ n/2 എന്ന് പറയുന്നതിനെ നമ്മളൊരു ആവറേജ് എടുക്കുന്നില്ല, നമ്മളൊരു കോംപ്ലക്സിറ്റി എന്തായിരിക്കും ഒരു വേർസ്റ്റുമായിട്ട് തന്നെ നമ്മളതിനെ കൺസിഡർ ചെയ്തുകൊണ്ട് ഓർഡർ ഓഫ് n എന്നായിരിക്കും നമ്മൾ അതിനെ റെപ്രസെന്റ് ചെയ്ത് പോകുന്നത്. അപ്പൊ അതാണ് പറഞ്ഞത്, ഐറ്റം ഈസ് പ്രസന്റ് ആണെങ്കിൽ ബെസ്റ്റ് കേസ് എന്ന് പറയുന്നത് ഓർഡർ ഓഫ് 1ഉം വേർസ്റ്റ് കേസ് എന്ന് പറയുന്നത് ഓർഡർ ഓഫ് n-ഉം ആവറേജ് കേസ് എന്ന് പറയുന്നത് ഓർഡർ ഓഫ് n തന്നെ ആയിരിക്കും. n/2 നമ്മൾ കിട്ടില്ല, ഓർഡർ ഓഫ് n ആയിരിക്കും. ഐറ്റം ഉണ്ട്, അത് ഫസ്റ്റ് എലമെന്റിൽ കിട്ടിയാൽ ഓർഡർ ഓഫ് 1ലേക്ക് പോകാം. ലാസ്റ്റ് എലമെന്റിലാണ് കിട്ടുന്നതെങ്കിൽ അത് ഓർഡർ ഓഫ് n-ലായിരിക്കും. ഒരു ആവറേജ് കേസ് മിഡിൽ എലമെന്റിലേക്ക് കിട്ടിയാൽ, ഇപ്പൊ n-ന്റെ വാല്യൂ ഒരു ലാർജർ എലമെന്റ് ആണെങ്കിൽ ഒരു മിഡിൽ വേയിലൊക്കെ കിട്ടുവാണെന്നുണ്ടെങ്കിൽ അതിന്റെ കേസ് എന്ന് പറയുന്നത് എന്തായിരിക്കും, ഓർഡർ ഓഫ് n എന്നതായിരിക്കും നമ്മൾ റെപ്രസെന്റ് ചെയ്യുക. ഇനി ഐറ്റം പ്രസന്റ് ആയില്ല, ഐറ്റം ഇല്ല എന്നിരിക്കട്ടെ. ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ബെസ്റ്റ് കേസ് എന്ന് പറയുന്നത് എന്തായിരിക്കും, ഓർഡർ ഓഫ് n ആയിരിക്കും. എന്തുകൊണ്ടാണ് അത് n ആയത്, അപ്പൊ അവിടെ ബെസ്റ്റ് കേസ് ഒരു ഓപ്ഷൻ ഇല്ലല്ലോ, നമുക്ക് ഐറ്റം നോട്ട് പ്രസന്റ് ആണ്, നമുക്ക് ഐറ്റം കിട്ടിയിട്ടേ ഇല്ല.
കിട്ടാത്ത കേസിൽ നമുക്ക് അതിനെ പറയാൻ പറ്റില്ല. ബെസ്റ്റ് കേസ് ഓർഡർ ഓഫ് 1 എന്ന് പറയാൻ പറ്റില്ല. എന്ത് വരെ എത്തിക്കഴിഞ്ഞാലും കിട്ടില്ല. അപ്പൊ അത് ബെസ്റ്റ് എന്ന് പറയുന്നത്, വേർസ്റ്റ് കേസ് എന്ന് പറയുന്നത്, ആവറേജ് കേസ് എന്ന് പറയുന്നത് എന്ത് തന്നെയായിരിക്കും? ഓർഡർ ഓഫ് n തന്നെയായിരിക്കും. ഇതാണ് നമ്മുടെ ലീനിയർ സെർച്ചിന്റെ ടൈം കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത്. ആവറേജ് കേസും ബെസ്റ്റ് കേസും വേർസ്റ്റ് കേസും ഓൾറെഡി ഇതിന്റെ പറഞ്ഞു. ഇനി അടുത്തൊരു സോർട്ടിംഗ് ആണ് പറയാൻ പോകുന്നത്. സോർട്ടിങ്ങിന്റെ എന്താണെന്നും സോർട്ടിംഗ് എന്താണെന്ന് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. സോർട്ടിംഗ് എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണെന്ന് തോന്നുന്നു. സോർട്ടിംഗ് എന്ന് പറയുന്ന അറേഞ്ച്മെന്റ് ആണ്. നമ്മുടെ കയ്യിൽ തന്നിരിക്കുന്ന കുറച്ച് ഡേറ്റാസ് ഉണ്ടെങ്കിൽ, കുറച്ച് ലിസ്റ്റ് ഓഫ് ഡേറ്റാസ് ഉണ്ടെങ്കിൽ ആ ഡേറ്റാസിനെ ഒന്നുകിൽ നമ്മൾ അസെൻഡിങ് ഓർഡറിൽ നമ്മൾ സോർട്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ നമ്മൾ ഡിസെൻഡിങ് ഓർഡർ ആക്കുന്നതിനെയാണ് എന്തെന്ന് വിളിക്കുക? സോർട്ടിംഗ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ അറേഞ്ച്മെന്റിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? സോർട്ടിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പം സോർട്ടിംഗ് ഇസ് ദ പ്രോസസ് ഓഫ് അറേഞ്ചിങ് എ കളക്ഷൻ ഓഫ് ഡേറ്റ into either ascending or descending order. ഒന്നുകിൽ ഒരു അസെൻഡിങ് ഓർഡറിൽ അല്ലെങ്കിൽ ഒരു ഡിസെൻഡിങ് ഓർഡറിൽ നമ്മൾ അറേഞ്ച് ചെയ്യുന്ന കളക്ഷൻ ഓഫ് ഡേറ്റ ആണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? സോർട്ടിംഗ് എന്ന് പറയുക. ജനറലി ദ ഔട്ട്പുട്ട് ഈസ് അറേഞ്ച്ഡ് ഇൻ സോർട്ടഡ് ഓർഡർ സോ ദാറ്റ് ഇറ്റ് ക്യാൻ ബി ഈസിലി ഇന്റർപ്രറ്റഡ്. Sometimes sorting at the initial stages increases the performance of an algorithm while solving a problem. അപ്പൊ നമ്മൾ ഇപ്പോൾ എന്തെങ്കിലും ഒരു പ്രോബ്ലം നമ്മൾ സോൾവ് ചെയ്യുന്ന സമയത്ത് സോർട്ടഡ് ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ അൽഗോരിതത്തിന്റെ പെർഫോമൻസ് ഇൻക്രീസ് ആവാം. അതിപ്പോ എങ്ങനെയാണെന്നൊക്കെ ഉള്ളത് നിങ്ങൾ അങ്ങോട്ട് മുമ്പോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. മെയിൻ ആയിട്ടും സോർട്ടിംഗ് 2 കാറ്റഗറിയിലാണുള്ളത്. ഇന്റേണൽ സോർട്ടും ഉണ്ട്, എക്സ്റ്റേണൽ സോർട്ടും ഉണ്ട്. ഇന്റേണൽ സോർട്ടിംഗ് അൽഗോരിതംസ് ആർ ദ സോർട്ടിംഗ് അൽഗോരിതംസ് ഇൻ വിച്ച് the complete data set to be sorted is available in the computer's main memory. കമ്പ്യൂട്ടറിന്റെ മെയിൻ മെമ്മറിയിൽ നിന്നുകൊണ്ട് നമ്മൾ ഡേറ്റയെ സോർട്ട് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? ഇന്റേണൽ സോർട്ട് എന്ന് പറയാം. External sorting techniques are used when the collection of complete data cannot reside in the main memory. നമ്മുടെ മെയിൻ മെമ്മറിയിൽ നിന്നല്ലാതെ ഒന്നിൽ സെക്കൻഡറി സ്റ്റോറേജിലോ അല്ലെങ്കിൽ ഡിസ്കിലോ ഇരുന്നുകൊണ്ടാണ് നമ്മൾ അതിനെ സോർട്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതിനെയാണ് എന്തെന്ന് വിളിക്കുക? നമ്മൾ എക്സ്റ്റേണൽ സോർട്ട് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾക്ക് മെയിൻ ആയിട്ടും 2 ടൈപ്പ് സോർട്ടിംഗ് ആണുള്ളത്. ഇന്റേണൽ സോർട്ടും ഉണ്ട്, എക്സ്റ്റേണൽ സോർട്ടും ഉണ്ട്. ഇന്റേണൽ സോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോർട്ടിംഗ് അൽഗോരിതംസ് എല്ലാം നമ്മുടെ മെയിൻ മെമ്മറിയിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ഇന്റേണലി നമ്മൾ അവിടെ ഇരുന്നുകൊണ്ടാണ് നമ്മൾ സോർട്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള സോർട്ടിംഗ് അൽഗോരിതംസിനെ വിളിക്കുന്ന പേരാണ് ഇന്റേണൽ സോർട്ട് എന്ന് പറയും. ഇനി അതല്ല, നമ്മളിപ്പോൾ മെയിൻ മെമ്മറിയിൽ നിന്നുകൊണ്ടല്ല, പകരം നമ്മൾ സെക്കൻഡറി സ്റ്റോറേജിൽ ഇരുന്നുകൊണ്ടോ ഇവരെ ഇപ്പോൾ ഒരു ഡിസ്ക് പോലെ അല്ലെങ്കിൽ ഡിസ്കിനകത്തൊക്കെ ഇരുന്നുകൊണ്ടോ നമ്മൾ സോർട്ടിംഗ് നടത്തുകയാണെങ്കിൽ മെയിൻ മെമ്മറിയിൽ നിന്നല്ലാതെ പുറത്തു നിന്നാണ് നമ്മൾ സോർട്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതിന് പറയുന്ന പേരാണ് എക്സ്റ്റേണൽ സോർട്ട് എന്ന് പറയും. ഇനി ഒരു സിംപ്ലസ്റ്റ് ആയിട്ടുള്ള ഒരു സോർട്ടിംഗ് അൽഗോരിതം എന്താണെന്നും അതിന്റെ ടൈം കോംപ്ലക്സിറ്റി ഒക്കെയാണ് ഇനി പഠിക്കാൻ പോകുന്നത്. ഓക്കെ, ആദ്യം നമ്മളിന്ന് പഠിക്കാൻ പോകുന്ന സോർട്ടിംഗ് എന്ന് പറയുന്നത് ബബിൾ സോർട്ട് ആണ്. ബബിൾ സോർട്ട് എന്ന് പറയുന്നത് ബാക്കിയുള്ള എല്ലാ സോർട്ടിങ്ങിനെയും അപേക്ഷിച്ച് നോക്കുമ്പോൾ ഒരു സിംപ്ലസ്റ്റ് സോർട്ടിംഗ് അൽഗോരിതം ആണ്. ഏറ്റവും സിമ്പിൾ ആയിട്ട് നമ്മൾ ചെയ്യാൻ പറ്റുന്ന ഒരു സോർട്ടിംഗ് അൽഗോരിതം ആണ് ബബിൾ സോർട്ട് എന്ന് പറയാം. ഓക്കെ, ബബിൾ സോർട്ട് എന്ന് പറയുമ്പോൾ തന്നെ തൊട്ടടുത്തിരിക്കുന്ന 2 എലമെന്റ്സിനെ സോർട്ട് ചെയ്യുന്നു, സ്വാപ്പ് ചെയ്യുന്നു, വീണ്ടും സോർട്ട് ചെയ്യുന്നു, സ്വാപ്പ് ചെയ്യുന്നു, അങ്ങനെ പോകുന്ന ഒരു അൽഗോരിതം ആണ് ഈ ബബിൾ സോർട്ട് എന്ന് പറയാം. ഓക്കെ, ഇറ്റ് ഇസ് ദ സിംപ്ലസ്റ്റ് സോർട്ടിംഗ് അൽഗോരിതം ഇൻ വിച്ച് each pair of adjacent elements is compared and exchanged if they are not in order. അതാണ് പറഞ്ഞത്. ഏറ്റവും അടുത്തിരിക്കുന്ന 2 അഡ്ജസന്റ് പെയേഴ്സ് തമ്മിൽ അവർ കമ്പയർ ചെയ്യും. ഓക്കെ, കമ്പയർ ചെയ്തിട്ട് അത് ഓർഡറിൽ അല്ലെങ്കിൽ ഇപ്പൊ അസെൻഡിങ് ഓർഡർ ആണ് നമ്മൾ അസെൻഡിങ് ഓർഡറിലാണ് നിങ്ങൾ സോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അത് അതിന്റെ കറക്റ്റ് ഓർഡറിലല്ല ഇരിക്കുന്നത്, അഡ്ജസന്റ് എലമെന്റ്സ് കറക്റ്റ് ഓർഡറിലല്ല ഇരിക്കുന്നതെന്നുണ്ടെങ്കിൽ അവരെ തമ്മിൽ എന്ത് ചെയ്യുന്നു? എക്സ്ചേഞ്ച് ചെയ്യും അല്ലെങ്കിൽ സ്വാപ്പ് ചെയ്യും. അങ്ങനെ വർക്ക് ചെയ്യുന്ന അൽഗോരിതം ആണ് ഈ ബബിൾ സോർട്ട് എന്ന് പറയുന്നത്. This algorithm is not recommended for use for a bigger size array because its average and worst case time complexity എന്ന് പറയുന്നത് order of n square ആണ്. Where n is the number of elements in an array. Okay. അപ്പൊ നമ്മൾ ഇതിനകത്ത് പറയുന്നത് ഇത്രയേ ഉള്ളൂ. നമ്മുടെ ഇപ്പോ ഈ ഒരു അൽഗോരിതം നമ്മൾക്ക് ബിഗർ സൈസ് ആണ്. ഇപ്പൊ നമ്മുടെ ഇരിക്കുന്ന അറേയുടെ എലമെന്റ് എന്ന് പറയുന്നത് സ്മോളർ എലമെന്റ്സ് ഒക്കെയാണ്, ഒരു 10, 5 അങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ എലമെന്റ്സ് ലിസ്റ്റ് മാത്രമാണ് നിങ്ങളുടെ കയ്യിൽ ഉള്ളതെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ബബിൾ സോർട്ട് കുഴപ്പമില്ല, നമുക്ക് വർക്ക് ചെയ്യാം. പക്ഷേ നമ്മുടെ അറേയുടെ സൈസ് ലാർജർ ആണെങ്കിൽ നമ്മൾ ഒരിക്കലും ഈ ഒരു ബബിൾ സോർട്ട് അവിടെ റെക്കമെൻഡ് ചെയ്യില്ല. കാരണം നമ്മളിങ്ങനെ കമ്പാരിസൺസ് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഓരോ തവണയും
നമ്മളിങ്ങനെ കമ്പയർ ചെയ്യുന്നു, അടുത്തിരിക്കുന്ന രണ്ടെണ്ണങ്ങൾ തമ്മിൽ കമ്പയർ ചെയ്യുന്നു, വീണ്ടും അടുത്ത രണ്ടെണ്ണങ്ങൾ തമ്മിൽ കമ്പയർ ചെയ്യുന്നു, അങ്ങനെ കമ്പാരിസൺസ് കൂടുതലായത് കാരണം ഈ ബബിൾ സോട്ട് ലാർജർ അറയുടെ സൈസ് ലാർജർ ആണെങ്കിൽ നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യില്ല, ഈ ബബിൾ സോട്ട് നമ്മൾ റെക്കമെൻഡ് ചെയ്യാറില്ല. കാരണം ഇതിന്റെ വേർസ്റ്റ് കേസ് ടൈം കോംപ്ലക്സിറ്റിയും ആവറേജ് കേസ് ടൈം കോംപ്ലക്സിറ്റി എന്ന് പറയുന്ന ഓർഡർ ഓഫ് n സ്ക്വയർ ആയത് കാരണം. കാരണം എന്താണെന്ന് പറയാം, ഓരോ തവണ അതിന്റെ പാസുകൾ കൂടുതലാണ്. ഫസ്റ്റ് ടൈം നമ്മളിങ്ങനെ കമ്പയർ ചെയ്ത് പോകുമ്പോൾ ഏറ്റവും ലാർജസ്റ്റ് എലമെന്റ് ലാസ്റ്റ് എലമെന്റിൽ വരും, ലാസ്റ്റ് പൊസിഷനിൽ വരും എന്ന് മാത്രമേ ഉള്ളൂ. വീണ്ടും നമ്മൾ ആദ്യം തൊട്ട് വീണ്ടും കമ്പയർ ചെയ്യണം. അങ്ങനെ നമ്മൾ കമ്പാരിസൺസ് കൂടുതലാണ്, അല്ലെങ്കിൽ പാസുകൾ കൂടുതൽ വന്നതുകൊണ്ടാണ് നമ്മൾ ഇതിന്റെ ടൈം കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത് n സ്ക്വയർ ആണെന്ന് പറയാനുള്ള കാരണം. This algorithm is known as bubble sort because the largest element in the given unsorted array bubbles up towards the last place in every cycle or pass. അതാണ് പറഞ്ഞത്, നമ്മുടെ അൺസോർട്ടഡ് അറേക്കകത്തുള്ള ലാർജസ്റ്റ് എലമെന്റിനെ ബബിൾ ചെയ്ത് അതായത് മാറ്റി ഏറ്റവും ലാസ്റ്റിലേക്ക് കൊണ്ടുവരും ആദ്യത്തെ പാസിൽ. അതിനിങ്ങനെ ഒരു തവണ നമ്മൾ ഫുൾ അറേ ഇങ്ങനെ കമ്പയർ ചെയ്ത് കഴിയുമ്പോഴത്തേക്കിന് ആ അറേക്കകത്തുള്ള ലാർജസ്റ്റ് എലമെന്റിനെ എൻഡിലേക്ക് എത്തിക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ. നമ്മുടെ അറേ കംപ്ലീറ്റ് സോർട്ടഡ് ആവില്ല. അതുകൊണ്ടാണ് പറയുന്നത് ബബിൾ സോർട്ട് എന്ന് പറയുന്നത് നമ്മുടെ ലാർജർ സൈസ് ഒക്കെ വരുന്ന ഒരു അറേക്കകത്തേക്ക് നമുക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റില്ല എന്ന് പറയാനുള്ള കാരണം ഇതാണ്. Nived, what happened? Nived. എന്തെങ്കിലും പറയാനാണോ? എനിക്കൊന്ന് കൈ വല്ലതും തട്ടുകയാണോ? എന്തോ മ്യൂട്ട് ആയി പോകുന്നു. കേൾക്കുന്നുണ്ടോ നിവേദ്? ഞാൻ പറയുന്നത് നിവേദ്. അല്ല, കൈ തട്ടി ഞാൻ മ്യൂട്ടായി, എന്റെ നെറ്റ്വർക്ക് ഇഷ്യൂ. ഓക്കെ ഓക്കെ, കൈ തട്ടി എന്റെ മൈക്ക് മ്യൂട്ടായി പോയി ഞാൻ സംസാരിക്കുന്നുണ്ടെങ്കിൽ, അതാണ് ചോദിച്ചത് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ എന്ന്. ഓക്കെ, നിവേദ് എന്നെ മ്യൂട്ട് ചെയ്തു, അതാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. ഓക്കെ ഓക്കെ ഓക്കെ, ഇറ്റ്സ് ഓക്കെ. അപ്പൊ നമ്മുടെ ഫസ്റ്റ് പാസ് ബബിൾ സോർട്ടിന്റെ കാര്യമാണ് പറഞ്ഞത്. നമ്മുടെ കയ്യിൽ തന്നിരിക്കുന്ന അൺസോർട്ടഡ് അറേ ആണിത് കേട്ടോ. അൺസോർട്ടഡ് അറേ 23, 18, 15, 37, 8, 11 ഇതാണ് എന്റെ ഇരിക്കുന്ന അൺസോർട്ടഡ് അറേ ആണിത്. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞിരുന്നു ആദ്യമേ നമ്മൾ എന്താ ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ ശ്രദ്ധിക്കുക, അടുത്തിരിക്കുന്ന അഡ്ജസന്റ് ആയിട്ടിരിക്കുന്ന രണ്ട് എലമെന്റ്സിനെ ആയിരിക്കും ആദ്യം സോർട്ട് ചെയ്യുക, മീൻസ് കമ്പയർ ചെയ്യുക. അപ്പൊ 23യും നമ്മൾ അസെൻഡിങ് ഓർഡറിലാണ് നമ്മൾ സോർട്ട് ചെയ്യാൻ പോകുന്നത്. അസെൻഡിങ് ഓർഡർ സോർട്ട് ചെയ്തപ്പോൾ 23യും 18യും തമ്മിൽ കമ്പയർ ചെയ്തപ്പോൾ എന്ത് ചെയ്തു, 18 ആണ് ലെസർ എലമെന്റ്, എന്ത് ചെയ്തു, അതിനെ സ്വാപ്പ് ചെയ്തു. 18ഉം 23 ഇങ്ങനെ വന്നു, ആദ്യം 18 വന്നു, 23 വന്നു. പിന്നെ കമ്പയർ ചെയ്യുന്നത് 23 15ഉമായിട്ട് കമ്പയർ ചെയ്യുന്നു. ഏതാണ് ചെറുത്? 15 ആണ് ലെസർ എലമെന്റ്, എന്ത് ചെയ്തു, ഇതിനെ തമ്മിൽ സ്വാപ്പ് ചെയ്തു. 15 ഇവിടെ വന്നു, 23 ഇവിടെ വന്നു. വീണ്ടും കമ്പയർ ചെയ്തപ്പോൾ 23 ആണ് 37 കമ്പയർ ചെയ്തു. 23 ലെസർ എലമെന്റ് ആയത് കാരണം അത് അതേ പൊസിഷനിൽ തന്നെ ഇരുന്നു. എന്നിട്ട് 37 അവിടെ തന്നെ ഇരുന്നു. പിന്നെ കമ്പയർ ചെയ്ത് 37ഉം 8ഉമായിട്ടായിരിക്കും. ഓക്കെ, 37ഉം 8ഉമായിട്ട് കമ്പയർ ചെയ്തു. 8 ആണ് ലെസർ എലമെന്റ്, എന്ത് ചെയ്തു, 8നെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നു, 37 അങ്ങോട്ടേക്ക് മാറി. അടുത്ത സ്റ്റേജ് വന്നപ്പോൾ 37 ആൻഡ് 11 ആണ് കമ്പയർ ചെയ്യുക. അപ്പൊ എന്ത് ചെയ്തു, 11 ആണ് ലെസർ എലമെന്റ്, എന്ത് ചെയ്തു, 11 ഇവിടേക്ക് വന്നു, 37 അവിടേക്ക് പോയി. കണ്ടോ, ഇത്രയുമാണ് നമ്മുടെ ഫസ്റ്റ് പാസ് അല്ലെങ്കിൽ ഫസ്റ്റ് സൈക്കിൾ എന്ന് പറയുന്നത്. ഒരു സൈക്കിൾ ആണ്. ഇത്രയും ആദ്യം തൊട്ട് എൻഡിൽ വരെ നമ്മൾ സ്വാപ്പ് ചെയ്ത് അല്ലെങ്കിൽ കമ്പയർ ചെയ്ത് പോയപ്പോൾ നമ്മുടെ ഏറ്റവും ലാസ്റ്റ് എലമെന്റ് അല്ലെങ്കിൽ നമ്മുടെ അറേക്കകത്തോടെ ലാർജസ്റ്റ് എലമെന്റ് നമ്മുടെ എൻഡിലേക്ക് വന്നു എന്ന് മാത്രമേ പറ്റിയിട്ടുള്ളൂ. അല്ലാതെ നമ്മുടെ ലിസ്റ്റ് എന്തായി മാറിയില്ല, സോർട്ടഡ് ആയി മാറിയില്ല. അപ്പൊ ഇതേ പ്രോസസ്സ് നമ്മൾ എന്ത് ചെയ്യണം, വീണ്ടും കണ്ടിന്യൂ ചെയ്തുകൊണ്ടേ ഇരിക്കണം. ഇതേ പ്രോസസ്സ് നമ്മൾ വീണ്ടും കണ്ടിന്യൂ ചെയ്യണം. അതാണ് നമ്മുടെ സെക്കൻഡ് പാസ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ രണ്ടാമത്തെ പാസ് നമ്മൾ വീണ്ടും കമ്പയർ ചെയ്യും. എന്ത് ചെയ്യും, 18 15 മുമ്പേ നമ്മൾ ചെയ്ത പോലെ 18 15 23 8 11 എന്നാണല്ലോ കിടക്കുക. അപ്പൊ വീണ്ടും കമ്പയർ ചെയ്യും. 18 15 തമ്മിൽ കമ്പയർ ചെയ്യുന്നു. 15 ഇവിടെ വന്നു, 18 അപ്പുറത്തേക്ക് പോയി. 18 23 കമ്പയർ ചെയ്തു, പൊസിഷൻ കറക്റ്റ് ആണ്, പ്രശ്നമൊന്നുമില്ല. 23യും 8ഉം തമ്മിൽ കമ്പയർ ചെയ്തു, 8 23 ആയി. 23യും 11ഉം കൂടെ കമ്പയർ ചെയ്തു, 11 23 ആയി. അപ്പൊ കണ്ടോ, സെക്കൻഡ് ലാർജസ്റ്റ് എലമെന്റ് എന്ത് ചെയ്തു, സെക്കൻഡ് പൊസിഷനിലേക്ക് വന്നു, സെക്കൻഡ് ലാസ്റ്റ് പൊസിഷനിലേക്ക് വന്നു. ഇതാണ് നമ്മുടെ സെക്കൻഡ് പാസ്. ഇതുപോലെ അടുത്ത പാസ് വരുമ്പോൾ ഇതിനകത്ത് എന്ത് ചെയ്യും, അടുത്ത ലാർജസ്റ്റ് എലമെന്റ് ആ 18 അവിടേക്ക് വരും, ഈ 11 എന്ന് പറഞ്ഞ പൊസിഷനിലേക്ക് വരും. ഇങ്ങനെ ഓരോ പാസ് കഴിയുമ്പോഴായിരിക്കും ഓരോ എലമെന്റിനെ എവിടേക്ക് വരിക, നമ്മുടെ ലാർജസ്റ്റ് എലമെന്റ്, സെക്കൻഡ് ലാർജസ്റ്റ് എലമെന്റ്, തേർഡ് ലാർജസ്റ്റ് എലമെന്റ് എന്ന് പറഞ്ഞിട്ട് സോർട്ടഡ് ആയിട്ട് വരിക. ഇങ്ങനെ വർക്ക് ചെയ്യുന്നതാണ് എന്ന് പറയുന്നത് നമ്മുടെ ബബിൾ സോർട്ട് എന്ന് പറയുക. ഓക്കെ, അപ്പൊ തേർഡ് പാസിലേക്ക് വന്നു. തേർഡ് പാസ് വന്നപ്പോൾ 15 ആൻഡ് 18 ഇസ് കമ്പയർഡ്, എന്ത് ചെയ്തു, സെയിം പൊസിഷൻ അത് ചേഞ്ച് ഒന്നുമില്ല. 18 ആൻഡ് 8 കമ്പയർ ചെയ്തു, സ്വാപ്പ് ചെയ്തു. 18 ആൻഡ് 11 കമ്പയർ ചെയ്തു, സ്വാപ്പ് ചെയ്തു. ഉണ്ടോ, 18 കറക്റ്റ് പൊസിഷനിലേക്ക് വന്നു.
അതാണ് നമ്മുടെ തേർഡ് പാസ്. then ഫോർത്ത് പാസ് വന്നപ്പോഴത്തേക്കിനും ഉണ്ടോ 15 18 നോക്കി, 8 15 കറക്റ്റ് പൊസിഷനിലേക്ക് വന്നു, 15 11 നോക്കി, 11 കറക്റ്റ് പൊസിഷനിലേക്ക് വന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ അങ്ങോട്ടൊന്നും കമ്പാരിസൺ ഒന്നുമില്ല. ദെൻ വീണ്ടും നമ്മുടെ ഫോർത്ത് പാസിലേക്ക് വന്നു. ഫോർത്ത് പാസ് വന്നപ്പോൾ 8ഉം 11ഉം കറക്റ്റ് പൊസിഷനിലാണ് വന്നത്. 11 15 ചെക്ക് ചെയ്തു, അതും കറക്റ്റ് പൊസിഷനിലാണ്, കുഴപ്പമൊന്നുമില്ല. ദെൻ ഫിഫ്ത്ത് പാസ് വന്നപ്പോഴാണ് എന്ത് ചെയ്തത്, ഇത് സോർട്ടഡ് ഓർഡർ ആയിട്ട് വന്നത്. ഇത്രയും കമ്പാരിസൺസ് ആയിരിക്കും ഏതിനകത്ത് വരുന്നത്, നമ്മുടെ ബബിൾ സോർട്ടിനകത്ത് വരുന്നത്. ഇങ്ങനെ ഇത്രയും പാസുകൾ ഇതിനെ കണ്ടിന്യൂസ് ആയിട്ട് പൊക്കോണ്ടിരിക്കുന്നത് കൊണ്ടാണ് എന്ത് പറയാ, ഇതിനെ നമ്മൾ ലാർജസ്റ്റ് അറേ ആണെങ്കിൽ, നമ്മുടെ അറേയുടെ സൈസ് വളരെ ലാർജർ എലമെന്റ് ഒക്കെ ആണെങ്കിൽ നമ്മൾക്ക് ഇതിന്റെ ബബിൾ സോർട്ട് വെച്ചിട്ട് നമ്മൾക്ക് സോർട്ടിങ് ചെയ്ത് കഴിഞ്ഞാൽ പറ്റില്ല, അല്ലെ റെക്കമെൻഡ് ചെയ്യുന്നില്ല എന്നതിന്റെ കാരണം ഇത് തന്നെയാണ്. ഇതുപോലെ പാസുകൾ ഇങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കും. ഇപ്പൊ ഒരു 100 എലമെന്റ്സ് ഉണ്ടെങ്കിൽ അത്രയും പാസുകളായിരിക്കും നമ്മൾ അത്രത്തോളം പാസുകളുടെ എണ്ണം കൂടിക്കൊണ്ടേയിരിക്കും. ഓരോ പാസും കഴിയുമ്പോഴത്തേക്കിനും നമുക്ക് എന്തേ കിട്ടുള്ളൂ, അതിന്റെ ലാർജസ്റ്റ് എലമെന്റ് എന്തിലേക്ക് എത്തുന്നു എന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ. ഇതാണ് ബബിൾ സോർട്ട്, ഇങ്ങനെയായിരിക്കും വർക്ക് ചെയ്യുക. ഇനി ബബിൾ സോർട്ടിന്റെ അൽഗോരിതം ആണിത്. അൽഗോരിതം എങ്ങനെയാ വർക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യം ബബിൾ സോർട്ട് ഫംഗ്ഷൻ വിളിച്ചു, അറേ സ്റ്റാർട്ട് ചെയ്തു, എത്ര എലമെന്റ്സ് ഉണ്ട് എന്നുള്ളതും കൊടുത്തു. ഫോർ i ഈക്വൽ ടു ഇന്റ് i j, i ഈക്വൽ ടു 1 തൊട്ട് n-1 വരെ, അതായത് ലാസ്റ്റ് എലമെന്റ് എത്രയാണോ വരുന്നത് അത്ര എലമെന്റ്സ് വരെ വന്നു. ഫോർ j ഈക്വൽ ടു 0 തൊട്ട് n-2 വരെ. ഓക്കെ, നമ്മൾ സോർട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്കിന് ലാസ്റ്റ് എലമെന്റുമായിട്ട് കമ്പയർ ചെയ്ത് കഴിയുമ്പോഴത്തേക്കിന് ഏറ്റവും ലാസ്റ്റിനെ പിന്നെ നമുക്ക് അങ്ങോട്ട് കമ്പയർ ചെയ്യാനൊന്നുമില്ല, അല്ലെ? തൊട്ടിരിക്കുന്ന സെക്കൻഡ് ലാസ്റ്റ് എലമെന്റും അതുമായിട്ടാണ് നമ്മൾ കമ്പയർ ചെയ്യുക. പിന്നെ അങ്ങോട്ട് നമ്മൾ കമ്പാരിസൺ ഒന്നും പോകുന്നില്ല. അതുകൊണ്ട് n-2 വരെ ആയിരിക്കും നമ്മുടെ ജെയുടെ കമ്പാരിസൺ പോവുക. എന്നിട്ട് അവിടെ നോക്കുന്നത് ഇഫ് എ ഓഫ് ജെയുടെ വാല്യൂ 0 ആണെങ്കിൽ എ ഓഫ് 0യും എ ഓഫ് 1ഉം തമ്മിൽ കമ്പയർ ചെയ്യും. അവർ തമ്മിൽ ഏതാണോ വലുത് അതനുസരിച്ച് നമ്മൾ എന്താ ചെയ്യുക, എക്സ്ചേഞ്ച് ചെയ്യും. എ ഓഫ് ജെ ആണ് ഗ്രേറ്റർ എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, നമ്മൾ അതിനെ എക്സ്ചേഞ്ച് ചെയ്യും. ഇങ്ങനെയായിരിക്കും നമ്മുടെ അൽഗോരിതം ഇതിനകത്ത് വർക്ക് ചെയ്യുക. ഓക്കെ, ഇനി ഇതിന്റെ ടൈം കോംപ്ലക്സിറ്റി ആണ് പറയുക. ടൈം കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത് ഫസ്റ്റ് ലൂപ്പ് n-1 ടൈംസ്, സെക്കൻഡ് ലൂപ്പ് n-1 ടൈംസ് ആണ് വർക്ക് ചെയ്യുക. അപ്പൊ ടോട്ടൽ n×n, അതായത് n² ടൈംസ് ആയിരിക്കും ഇതിനകത്ത് വർക്ക് ചെയ്യുക. നമ്മുടെ 1 തൊട്ട് n-1 വരെ, 0 തൊട്ട് n-2 വരെ, ഇത്ര നോക്കുമ്പോൾ തന്നെ ആക്ച്വലി 1 തൊട്ട് n-1 ടൈംസ്, അതായത് രണ്ടും നമ്മുടെ n ടൈംസ് ആണ് വർക്ക് ചെയ്യുന്നതായിട്ട് നമ്മൾ എടുക്കുക. അപ്പൊ n ടൈംസ് വർക്ക് ചെയ്യുന്നത് കാരണം ഇന്നർ ലൂപ്സ്, നമ്മുടെ കോൺസിക്യൂട്ടീവ് ഇന്നർ ലൂപ്സ് വരുവാണെന്നുണ്ടെങ്കിൽ, നമ്മൾ ലെസർ ലൂപ്സ് വരുവാണെങ്കിൽ നമ്മൾ പറഞ്ഞിരുന്നു അതിന്റെ ടൈം കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത് ഓർഡർ ഓഫ് n² ആണെന്ന് പറഞ്ഞിരുന്നു. അപ്പൊ ഇതിന്റെയും ടൈം കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത് n² ആണ്. ഇത്രയുമാണ് നമ്മുടെ ബബിൾ സോർട്ടിനകത്തുള്ളത്. ഇനി ഇതിന്റെ വേർഷൻ 2, അതായത് ഇതിന്റെ കോംപ്ലക്സിറ്റി ഇച്ചിരി കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡ് പറയാനുണ്ട്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. ഇനി ഞാൻ പറഞ്ഞതിനകത്ത് എന്തെങ്കിലും ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. നാളെ ഇതൊന്നുകൂടെ പറഞ്ഞിട്ട് ഇതിന്റെ വേർഷൻ 2 പറയണമല്ലോ, അപ്പൊ അതുകൊണ്ട് ജസ്റ്റ് ഒന്നുകൂടെ ഒന്ന് പറഞ്ഞിട്ടായിരിക്കും അത് സ്റ്റാർട്ട് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക, ഇല്ലെങ്കിൽ യു ക്യാൻ ലീവ് ദ ക്ലാസ്. താങ്ക് യു, സീ യു ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. മിസ്, ഇന്നത്തെയും ക്ലാസ്സിന്റെ നോട്ട്സ് ഒന്ന് ഷെയർ ചെയ്യാൻ പറ്റുമോ? ഹലോ, നോട്ട്സ് ഞാൻ അയച്ചേക്കാം കേട്ടോ. ഞാൻ IITക്ക് അയച്ചു കൊടുക്കാം, അവർ ഷെയർ ചെയ്യും. ഞാൻ അവരോട് പറഞ്ഞേക്കാം. ഞാൻ എന്തായാലും വിട്ടു. ഓക്കെ, ശരി.